എല്ലാവർക്കും നമസ്കാരം. ഒരു രക്ഷയില്ല, നമ്മളെ ഫോൺ വിളിയോട് വിളിയാണ്. അത് കാരണം 2 ദിവസമായിട്ട് ഞാനത് ഓഫാക്കി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, എയർപ്ലെയിൻ മോഡിലിട്ട് വെച്ചിരിക്കുകയാണ്. റിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, മീൻസ് DND. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആ സമയത്ത് മാത്രമാണ് ഫോൺ എടുക്കുന്നുള്ളൂ. അതാണ് നമുക്ക് ഇപ്പോൾ മുന്നിലുള്ള വഴി. നമ്മൾ ഓഡിയോ വിഷയം കറക്റ്റാണെന്ന് തോന്നുന്നു. നമ്മൾ സോഫ്റ്റ്വെയറിന് എന്തോ ഒരു ഇഷ്യൂ, അപ്പോൾ അത് ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എല്ലാം ക്ലിയറാണെന്ന് വിചാരിക്കുന്നു, എല്ലാം കേൾക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഒരു ഹായ് പറഞ്ഞാൽ, ഓക്കെ പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ നമ്മളെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക്, ഷെയർ, 5 സാധനങ്ങളൊന്നും നിങ്ങൾ മറന്നു പോകരുത്. അത് ഒന്ന് മറക്കാതെ ചെയ്യണമെന്ന് ഞാനൊന്ന് അഭ്യർത്ഥിക്കുന്നു. അതുകൂടാതെ മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിനുള്ള ഓപ്ഷൻസ് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കുക. അതുവഴി നമുക്ക് കൂടുതൽ വ്യത്യസ്തമായ പരിപാടികൾ, നമ്മളുടെ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ട പോലെയുള്ള പരിപാടികളൊക്കെ ഇനിയും പലതും നമ്മളുടെ ഭാവനയിലുണ്ട്. അതുകൂടാതെ നമുക്ക് നമ്മളുടെ ഈ ചാനലിൻ്റെ ഒരു പിന്നണി പ്രവർത്തനം, അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരാളെയും കൂടി വെക്കാനുള്ള ആലോചനയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അത് ഏതാണ്ട് ശരിയായിട്ടുണ്ട്. അടുത്ത ദിവസം മുതൽ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് വന്നു തുടങ്ങും. കൂടുതൽ വീഡിയോസ്, കൂടുതൽ ഷോർട്സൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ അത് വേറെ ഒരാളെയും കൂടി നമ്മൾ അതിൽ ചേർക്കുകയാണ് നമ്മുടെ ടീമിലേക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നത് നിങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നമ്മളോടൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ്. സോ നമ്മൾ രണ്ടും കൽപ്പിച്ച് തന്നെ മുന്നോട്ട്. ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ, കാക്കാമാർ നമുക്ക് ജീവൻ ബാക്കി തന്നാൽ സമാധാനമാണല്ലോ. അപ്പോൾ നമുക്ക് നേരെ ഇന്നീ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. നമ്മുടെ പാത്തുമ്മക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കണ്ട വാർത്ത, അല്ലെങ്കിൽ ഇന്നലെയും ഒക്കെ ആയിട്ട് നമ്മൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, വീണ്ടും ഒരു സ്കൂളിൽ നിസ്കരിക്കാനുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള കുറച്ച് കുട്ടികൾ വീണ്ടും മുന്നോട്ട് വന്നതിൻ്റെ വാർത്തയാണ്. അത് പൈങ്ങോട്ടൂർ എന്ന് പറയുന്നൊരു സ്ഥലം. ആ സ്ഥലത്തോട് അനുബന്ധിച്ച്, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന മറ്റൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കീഴിലുള്ള സ്കൂളാണ്. നേരത്തെ കോളേജാണ്, നിർമ്മല കോളേജായിരുന്നു. ഇതിപ്പോൾ സ്കൂളിലേക്ക് എത്തി. ഇനിയിപ്പോൾ നഴ്സറി സ്കൂളിലേക്ക് എത്തും. അത് കഴിയുമ്പോൾ മറ്റേ കിടക്കപ്പായൽ വരെ വരും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക്. അപ്പോൾ ആ ഒരു അവസ്ഥ വീണ്ടും നമ്മൾ കാണാനായിട്ട് വന്നപ്പോൾ, ഇത്തവണ നമുക്ക് ചില കാര്യങ്ങൾ വേറെയും 1-2 പറയാൻ പറ്റും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്കാണ് നമുക്ക് കിടക്കാനുള്ളത്. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത് എന്താണ്, ഈ വിഷയം അത് നമ്മൾ സൂക്ഷിക്കണം. ഇങ്ങനെ ഈ ഒരു എന്താ പറയുക, മതേതര ഇടങ്ങൾ എന്ന് പറയുന്ന തരം ഇടങ്ങളെ ഇതുപോലെ മതവൽക്കരിക്കാനും, മതം തിരികൊണ്ട് മതത്തിൻ്റെ കണ്ണിലൂടെ കാര്യങ്ങൾ കാണാനും ബാക്കിയുള്ള ആളുകളെയും കൂടി പ്രേരിപ്പിക്കുന്ന തലത്തിൽ നമ്മളുടെ കാക്കാൻ കുട്ടികൾ ഇതുപോലെ പണിയെടുക്കുന്നത് അത് ശരിയായ പരിപാടിയല്ല എന്ന് നമ്മൾ പറഞ്ഞു. അതായിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയം. അതിനുശേഷവും പിന്നീട് ആലോചിച്ചപ്പോൾ കുറേ കൂടി കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ മനസ്സിലേക്ക് വന്നെങ്കിലും, പിന്നെ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തതായതുകൊണ്ട് പിന്നെ നമ്മളത് അധികം പറയാൻ നിന്നില്ല. പക്ഷേ അതിൽ പെട്ട കാര്യങ്ങൾ, അതിലും ചേർത്ത് പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയും കൂടി നമുക്ക് പറയേണ്ടി വരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ മാനേജ്മെൻറ്റ് ഉണർന്ന് എഴുന്നേറ്റും, അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സഭകളും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പല കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു. അവരുടെ തന്നെ മുഖപത്രങ്ങൾ എന്നൊക്കെ പറയുന്ന ചില പത്രങ്ങൾ, നമ്മളെ ദീപിക പോലെയുള്ള പത്രങ്ങൾ, അതിനു വേണ്ടിയിട്ട് അവർ വലിയ തോതിൽ ശബ്ദം ഉയർത്തുന്നു. പിന്നെ ഏറ്റവും വലിയ തോതിൽ കണ്ടൊരു കാര്യം, ഒരു ക്രിസ്ത്യൻ സംഘികൾ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ടല്ലോ, ക്രിസംഘികൾ എന്നൊക്കെ വിളിക്കുന്ന തലത്തിൽ ഇന്നിവിടെ നിറഞ്ഞു നിൽക്കുന്ന കാസ എന്നൊക്കെ പറയുന്ന സംഘടന, അവരെ പോലെയുള്ള കൂട്ടം, ആ സംഘടനകൾ, അതിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, നമുക്കൊക്കെ അറിയുന്ന പല ആളുകളുണ്ട്. അവരെ പോലെയുള്ള ആളുകൾ ഇതിൽ ശക്തമായിട്ട് മുന്നോട്ട് വരുന്നു. അവരവരുടെ ശബ്ദം പുറത്തെത്തിക്കുന്നു. എന്ന് വെച്ചാൽ അവർ കൈക്കോട്ടും വടിവാളും എടുത്ത് ഇറങ്ങുകയല്ല അവർ ചെയ്തത്. ഇതിലെ പ്രശ്നം എന്താണ് എന്നും, ഇതിലെന്തുകൊണ്ട് സർക്കാർ ഇടപെട്ടുകൊണ്ട് കൃത്യമായ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ച് ഇതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കുന്നില്ല എന്ന വളരെ കൃത്യമായ ചോദ്യമാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഇവിടെ മുന്നോട്ട് പോകും തോറും, ഇവിടുത്തെ സർക്കാർ മൗനം ഭജിക്കുന്ന കാലത്തോളം എന്താ ഇവിടെ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവസാനം പഴി മുഴുവൻ കാസയുടെ തലയിൽ വന്നിരിക്കും. ഇതാണ് ഇപ്പോൾ ഉണ്ടാവാൻ പോകുന്നത്. ഏതുപോലെ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഈ ന്യൂനപക്ഷ വർഗീയതയും അതോട് അനുബന്ധിച്ചിട്ടുള്ള പല പല വിഷയങ്ങളും, അങ്ങനെ അവസാനം നമ്മളുടെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിലേക്ക് വരെ എത്തിയ കാര്യം, അന്ന് അതിന് ഇപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പോലും എങ്ങനെയാണ് ഇവിടുത്തെ കോൺഗ്രസും അന്നുണ്ടായിരുന്ന പല നേതാക്കളും അതിനെ സപ്പോർട്ട് ചെയ്തതും ഒക്കെ നമ്മൾ പറയാറുണ്ട്. അതിൽ
വലിയ തോതിൽ അമർഷമുള്ള ഒരു കൂട്ടം ആളുകൾ വേറെ നിൽക്കുന്നു. അവരെ ദേശസ്നേഹികൾ എന്നൊക്കെ അവർ തന്നെ വിളിക്കുകയും അവർ ദേശത്തിൻ്റെ ആ സംരക്ഷണം സ്വയം ഏറ്റെടുത്ത് മുന്നോട്ട് വരികയും അവർ ഉയർത്തുന്ന വിഷയം അത് തെറ്റായ വിഷയങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉയർത്തുന്ന വിഷയം ഒന്നും തന്നെ അഡ്രസ്സ് ചെയ്യാൻ പോലും മുന്നോട്ട് വരാത്ത രീതിയിൽ വന്ന് നിലനിന്ന് അവസാനം എന്തായി, ഇപ്പോൾ നമ്മൾ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അത് ഇവർ വിളിച്ചു കൂവി നടന്ന കാര്യമാണ് എന്നുകൂടി വരുമ്പോൾ സത്യത്തിൽ അവരുടെ ഭാഗത്തും ചില ശരിയില്ലേ എന്ന് നാട്ടുകാരെ കൊണ്ട് ചോദിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കൂടുതൽ അവർക്ക് പ്രാമുഖ്യം കിട്ടുന്ന രീതിയിലേക്ക് പോവുകയും, അതായത് ഈ ഭൂരിപക്ഷ വർഗീയത അല്ലെങ്കിൽ ആ ഒരു പോളറൈസേഷൻ ഇവിടെ സംഭവിക്കുന്നതിലേക്ക് വരെ വഴിവെച്ചു. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം പോളറൈസേഷനാണ് എന്നുണ്ടെങ്കിൽ പോളറൈസേഷനെ തടയേണ്ട ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയങ്ങൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് നിയമങ്ങളുണ്ട്, അതേപോലെ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുളയിലെ നുള്ളേണ്ടതിന് നുള്ളുക. ഇവിടെ നമ്മൾ കാണുന്നത് ഇസ്ലാം മതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിഷയങ്ങൾ, മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിഷയങ്ങൾ, ഇതിലൊക്കെ വരുന്ന സമയത്ത് അത് നവോത്ഥാനമായിക്കോട്ടെ, മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തീവ്രവാദ പ്രവർത്തനമായിക്കോട്ടെ, എന്ത് തന്നെയായാലും അത് ന്യൂനപക്ഷമല്ല. ഇച്ചിരി ഭീകരവാദമൊക്കെ അവരായിക്കോട്ടെ, പാവങ്ങളല്ലേ, അയ്യോ പാവം എന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങ് കൈ ഒഴിഞ്ഞു വിടുക. നവോത്ഥാനം അവർ ഇങ്ങനെയൊക്കെ ജീവിച്ചു പൊക്കോട്ടെ, ലോകം മുഴുവൻ ഇങ്ങനെ വേട്ടയാടപ്പെടുന്ന ഒരു ആളുകളല്ലേ, കൂട്ടരല്ലേ എന്ന് പറഞ്ഞ് അവരെങ്ങ് വെറുതെ വിടുന്നു. ഇപ്പം ഇന്നലെ നമ്മൾ കണ്ടു ഒരു വാർത്ത, എന്താണ് ഈ കനൽ കൂട്ടിയിട്ടിട്ട് അതിനകത്ത് കൂടെ കുട്ടിയെ കൈപിടിച്ച് നടത്തുന്നു, 7 വയസ്സുകാരിയെ കണ്ട്. അങ്ങനെ ആ 7 വയസ്സുള്ള ആ കുട്ടിയെ കൈപിടിച്ച് നടത്തുന്നതിൻ്റെ ഇടയിൽ വീഴുന്നു, അതിൽ പൊള്ളലേറ്റു. അങ്ങനെ എന്താണ് അഗ്നി നടത്തോ എന്തോ ഒരു പേര് പറയില്ല, കനൽ നടത്തോ, അത് നടത്തി അതിനകത്ത് കുട്ടി വീണു, കുട്ടിക്ക് പൊള്ളലേറ്റു, ഒരുപാട് പൊള്ളലേറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മീഡിയ 1 മീഡിയ അവിടെ വാർത്ത കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ പോയിട്ടൊരു കമൻ്റ് ഇട്ടു, ഓക്കെ, വളരെ നല്ല കാര്യം, നന്നായിട്ട് റിപ്പോർട്ട് ചെയ്തു, ഇത് നമ്മൾ തീർച്ചയായിട്ടും എതിർക്കേണ്ട കാര്യമാണ്. ശരി, ഇനി ഏതാനും കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവിടെ 69 ദിവസം പ്രായമായ ഒരു കുട്ടി ചേലാകർമ്മത്തിൻ്റെ ആ ഒരു പ്രശ്നം അത് ചെയ്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായ അമിത രക്തസ്രാവം ചെയ്തത് ഡോക്ടർമാരല്ല, വീട്ടിൽ ഒസാൻ വന്ന് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടിയെ കൊന്നു. ഇതിനെക്കുറിച്ചും കൂടി ഒന്ന് വാർത്ത കൊടുക്കണം കേട്ടോ എന്ന് പറയുന്ന ഒരവസ്ഥ വരുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ എന്താണ്? അവിടെയാണ് നമ്മളുടെ ഈ മതവിശ്വാസികൾ എങ്ങനെയാണ് ഇസ്ലാം മതത്തിൻ്റെ വിശ്വാസികൾ വ്യത്യസ്തരാകുന്നതെന്നുള്ളത് അവിടെയും നമുക്ക് കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, നിങ്ങൾക്കുമാകാം കോയാപ്പതി എന്ന് പറയുന്ന നമ്മുടെ പുതിയ പരിപാടിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം തുടങ്ങി വെച്ച ആ ഒരു വിഷയം, അതിൻ്റെ ആ ഒരു തനിയാവർത്തനം, അതായത് സ്വന്തം മതത്തിലെ പ്രശ്നങ്ങൾ കണ്ടാൽ അത് പ്രശ്നമാണെന്ന് പറയാൻ മറ്റു മതവിശ്വാസികൾക്ക് സാധിക്കുന്നത് പോലെ ഇസ്ലാം മതത്തിലെ വിശ്വാസികൾക്ക് സാധിക്കുന്നില്ല. കാരണം ഇവിടെ നമ്മൾ ആ കമൻ്റ് ഇട്ടപ്പോഴും അതിൻ്റെ താഴെയും വന്നിട്ട് എന്താ പറയുന്നത്, അതേ വന്നു തൊല്ലി, എന്താണ് തുംബലസ് ഹുസൈൻ, അത് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ വരുള്ളൂ. അതായത് കുട്ടിക്ക് പൊള്ളലേൽക്കുന്നത് വലിയ പ്രശ്നമാണ്, അത് അന്ധവിശ്വാസമാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ചേലാകർമ്മത്തിൻ്റെ ഭാഗമായിട്ടൊരു കുട്ടി കൊല്ലപ്പെട്ടാൽ അതൊരു പ്രശ്നമേ അല്ല, അത് വന്ന് സുന്നത്ത്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരവസ്ഥ. ഈ ഇരട്ടത്താപ്പ് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ നമ്മൾ നവോത്ഥാനമായാലും അത് എല്ലാ മതത്തിലേക്കും കൊടുക്കാൻ നമ്മൾക്ക് തയ്യാറാവണം. അല്ലെങ്കിൽ ഈ വലിയ എടുത്താൽ പൊങ്ങാത്ത പരിപാടിക്കൊന്നും നിൽക്കരുത്. ഇനി ഇതുപോലെ മുസ്ലിങ്ങൾ ഒപ്പിക്കുന്ന അല്ലെങ്കിൽ മതവിശ്വാസികൾ ആര് തന്നെയാണെങ്കിലും ഒപ്പിക്കുന്ന പ്രശ്നങ്ങളെയാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് എല്ലാ മതവിശ്വാസികൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം. അത് മുസ്ലിങ്ങൾ ചെയ്യുമ്പോൾ അത് തന്നെ ഭീകരവാദം പോലെയുള്ള കൊടിയ പ്രശ്നം ചെയ്യുമ്പോൾ പോലും നിങ്ങൾ മിണ്ടാതിരിക്കുന്ന കാഴ്ച, ആ പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ നിരോധിച്ചത് നന്നായി എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെയാണല്ലോ നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ നാട്ടിൽ ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണ്? അതാണ് നമ്മൾ തംബ്നെയിൽ എഴുതിയത്. ഈ വിഷയത്തിൽ ഇനി നടക്കാൻ പോകുന്നത് നമ്മൾ UK കഴിഞ്ഞ ദിവസമൊക്കെ കണ്ട പോലെയുള്ള വളരെ വലിയ എന്താ പറയുക വ്യാപകമായ മുസ്ലിങ്ങൾ നേരിടാൻ പോകുന്ന അക്രമ സംഭവങ്ങൾ ഇവിടെ വർദ്ധിക്കാൻ ഇടവരും. ഇതാണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ആക്രമിക്കണം എന്നല്ല ഈ പറയുന്നത്, ഇത് മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഈ ചോദിച്ചു വാങ്ങുന്നതെന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് ഇവിടെ തരുന്നത്. മുസ്ലിങ്ങൾ സൂക്ഷിക്കേണ്ട ഘട്ടം എത്തിയിരിക്കുന്നു. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ അടി കിട്ടി തുടങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ, ലോകമാസകലം അടി കിട്ടി തുടങ്ങി. പ്രത്യേകിച്ച് നമ്മളുടെ ഹമാസ് ഇസ്രായേൽ വിഷയം വന്നതിന് ശേഷം എങ്ങനെയാണോ ജൂതവിരുദ്ധത ഇവർ പടർത്തിയത് എന്നത് ലോകം മുഴുവൻ കണ്ടു. അതായത് രാവിലെ എഴുന്നേറ്റ് സന്ധ്യയാവുന്നത് വരേക്കും, മഗ്‌രിബ് അസർ ബാങ്ക് കൊടുക്കുന്നത് വരേക്കും ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ആളുകൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നടത്തിയിരുന്നത് ആൻറ്റി സെമിറ്റിസം ആയിരുന്നു. അതായത് ജൂതവിരുദ്ധതയായിരുന്നു അവർ പടർത്തിക്കൊണ്ടിരുന്നത്. അതിന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഇൻഡാസിനെ പേടിക്കാതെ കാര്യങ്ങൾ പറയാനും ആളുകൾ മുന്നോട്ട് വന്നിരിക്കുന്നു.
UK പാർലമെൻറ്റിലടക്കം അതിനനുസരിച്ചിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ, ചർച്ചകൾ വരെ വരുന്നു. ടെററിസം എന്ന് പറയുമ്പോൾ അത് ഇന്ന് ഇസ്ലാമിക് ടെററിസമാണ് എന്നുള്ള രീതിയിലേക്ക് വരെ ഇന്ന് എത്തി നിൽക്കുന്നു. ഇതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് പോകുന്നു. മുസ്ലിങ്ങൾ അടി വാങ്ങാൻ പോകുന്നു, മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടാൻ പോകുന്നു. അതിനൊക്കെ കാരണം എന്താണ്? മുസ്ലിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ചില പ്രശ്നങ്ങൾ. അത് മതേതരം എന്ന് പറയുന്ന വിഷയങ്ങൾ, മതേതര ഇടങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത എന്ന് പറയുന്നത് അത് എല്ലാ മതവിശ്വാസികൾക്കും മതമില്ലാത്തവർക്കും പൊതുസമൂഹത്തിന് മൊത്തത്തിലുണ്ടാവുമ്പോൾ അതിൽ ഞങ്ങൾക്കത് ബാധകമൊന്നുമല്ല, ഞങ്ങൾക്ക് 5 നേരം നിസ്കരിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ മറ്റേ സാധനം അവിടുന്ന് ഊരിപ്പോവും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു പരിപാടി. ഇതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നത്. അപ്പോൾ മതത്തെ മാറ്റിവെക്കേണ്ട ഘട്ടങ്ങളിൽ അത് മാറ്റിവെക്കാൻ സാധിക്കുന്നില്ല. ഇത് ഒരു എളുപ്പമുള്ള വിഷയമാണെന്നല്ല ഞാൻ ഈ പറയുന്നത്, വളരെ കുഴപ്പം പിടിച്ച വിഷയമാണ്. കാരണം മുസ്ലിങ്ങളിലുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇത് മുസ്ലിങ്ങൾ തന്നെ പരിഹരിക്കാനുള്ള ചില വഴികൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇത് കണ്ടെത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് വഴിയെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിന് മുന്നേ കണ്ട കാര്യം, അതായത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലുണ്ടായ വിഷയവും അന്ന് അവർ നടത്തിയ പ്രക്ഷോഭവും അതിനുവേണ്ടി അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ, അതൊക്കെ ഇന്നും എയറിൽ തങ്ങി നിൽക്കുകയാണ്. നിങ്ങൾ ചെവി ഓർത്താൽ നിങ്ങൾക്ക് അതൊക്കെ കിട്ടും. ആ പ്രിൻസിപ്പാളിനെയൊക്കെ ഇവനെയൊക്കെ നമ്മൾ മാപ്പ് പറയിപ്പിക്കേണ്ട എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു തലത്തിൽ നിന്നൊക്കെ മാറി അത് പിന്നെ നമ്മൾ കണ്ടത് എന്താണ്? പ്രിൻസിപ്പാൾ പറയുന്നു അത് നടക്കില്ല, ഇവിടെ സാധ്യമല്ല എന്ന് പറയുന്നു. അവിടെ ക്രിസ്ത്യൻ സഭകൾ പോലും അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുത്തു. പിന്നെ നമ്മൾ കണ്ടത് എന്താണ്? മഹല്ല് കമ്മിറ്റി ഇടപെടുന്നതാണ് നമ്മൾ കണ്ടത്. മഹല്ല് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ കുട്ടികൾ സ്കൂളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. അവരുടെ പ്രശ്നം എന്താണ്? തങ്ങൾക്ക് നിസ്കരിക്കണം, അതിനുള്ള ഇടം വേണം, ഇതാണ് പറയുന്നത്. അപ്പോൾ ഇവർ മറുവാദം എന്തായിരുന്നു? തൊട്ടപ്പുറത്ത് പള്ളി ഉണ്ടല്ലോ, നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിസ്കരിക്കാമല്ലോ എന്ന ഒരു വാദം. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണ്? അവിടെ പെൺകുട്ടികൾക്ക് പ്രവേശനമില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു വാദം വരുന്നു. എന്തു തന്നെയായാലും ഇതിൽ ഈ കുട്ടികളുടെ മാതാപിതാക്കളെ വിളിച്ച് ആ കുട്ടികൾക്കൊരു വാണിംഗ് കൊടുത്ത് ആ കുട്ടികൾക്ക് ഇതിനകത്തൊരു അക്കൗണ്ടബിലിറ്റി, ആ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഇതിനകത്തൊരു അക്കൗണ്ടബിലിറ്റി ഫാക്ടർ അത് നമുക്കിവിടെ കാണാൻ സാധിക്കാതെ പോയി. ഇതുടനെ ഒരു മുസ്ലിം ഹിന്ദു പ്രശ്നമാക്കിയിട്ട് അതങ്ങ് മാറ്റുന്നതാണ് നമ്മൾ, മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നമാക്കി മാറ്റുന്നതാണ് നമ്മളവിടെ കണ്ടത്. അതെന്തിനായിരുന്നു എന്ന് ഞാൻ പിന്നീട് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്. അതൊന്നും നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും അത് ചിന്തിച്ചില്ല. അതായത് ഇത് സത്യത്തിൽ ഒരു മതത്തിൻ്റെ വിഷയമല്ല എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. നമ്മളിവിടെ പറഞ്ഞു, അതായത് ഇത് മതേതരം ആയിരിക്കുക എന്ന് പറയുന്ന ഒരു ആശയത്തിന് വിരുദ്ധമായിട്ട് അതിന് കടക്കൽ കത്തിവെക്കുന്ന പരിപാടിയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതിലാരാണ് ഇതിലെ കക്ഷികൾ എന്നുള്ളത് നമ്മളവിടെ പരാമർശിക്കാൻ വിട്ടുപോയി. ഇതാണ് ഉണ്ടായത്. അത് ഇന്ന് പറയാനുള്ള ഒരു അവസരമാണ് ഇന്ന് ഇവർ തന്നെ വീണ്ടും കൊണ്ട് വെച്ച് തന്നിരിക്കുന്നത്. അത് സത്യത്തിൽ ഇതിലെ കക്ഷികൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളാണ്, മതമല്ല. ഇത് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആയതുകൊണ്ട് അത് ക്രിസ്ത്യാനികളിലേക്കും, നിസ്കരിക്കാൻ സ്ഥലം വേണ്ട ആവശ്യം ഉന്നയിച്ചത് മുസ്ലിം കുട്ടികളായതുകൊണ്ട് അത് മുസ്ലിമിലേക്കും ഇസ്ലാമിലേക്കും പോയി. ഇതാണ് ഇവിടെ ഉണ്ടായത്. വളരെ അപകടം പിടിച്ചൊരു പോക്കായിരുന്നു അത്. അതാണ് നമ്മളിപ്പോൾ തിരിച്ചറിയുന്നത്. സത്യത്തിൽ അത് പോകേണ്ടിയിരുന്നത് സ്കൂൾ അധികൃതർ, അവരുടെ മതം അവിടെ പ്രശ്നമല്ല. അതേപോലെ തന്നെ ഇവിടെ ആ കുട്ടികളുടെ പാരൻസ്, ഇവരെ രണ്ടുപേരെയും ബാധിക്കുന്ന എന്താണ്? നിയമങ്ങളായിരിക്കണം, മതേതര നിയമങ്ങളായിരിക്കണം അവരെ ബാധിക്കേണ്ടത്. ഇതായിരുന്നു അവിടെ ചർച്ചയാക്കേണ്ടത്, ഇതായിരുന്നു അവിടെ മാപ്പ് പറച്ചിലേക്ക് എത്തിക്കേണ്ടിയിരുന്നത്. പക്ഷേ നമ്മളിവിടെ കണ്ടത് ഈ സമൂഹത്തെ ഏത് രീതിയിലേക്കാണ് വലിച്ചുകൊണ്ട് പോയത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കൂ. ആരാണ് അങ്ങനെ വലിച്ചുകൊണ്ട് പോകാനുള്ള അവസരം ഉണ്ടാക്കിയതെന്നും കൂടി നിങ്ങൾ ആലോചിക്കും. ഉണ്ടാക്കിയത് വേറെ ആരുമല്ല, അത് ഇവിടുത്തെ സർക്കാർ തന്നെയാണ്. ഇവിടുത്തെ സർക്കാരിൻ്റെ മൗനമാണ് അതിലേക്ക് എത്തിച്ചത്. സർക്കാർ ഓൺ ദ സ്പോട്ട് ഇറങ്ങി തിരിച്ചിട്ട് അതിൽ പറയണമായിരുന്നു, ഇത് മതേതര സ്കൂൾ ഇടം, അവിടെ മതത്തിന് യാതൊരു പ്രസക്തിയുമില്ല, നിസ്കരിക്കാൻ പോകേണ്ട കുട്ടികൾ പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചുകൊള്ളുക, സ്കൂളുകളെ അവിടെ ഇതിന് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ ഇവിടുത്തെ സ്കൂളുകൾക്ക്, ഇവിടുത്തെ ഗവൺമെൻറ്റിന്. അതവർ ചെയ്തില്ല എന്നത് തന്നെയാണ് ഇത് വ്യക്തികൾ അല്ലെങ്കിൽ ആ മാനേജ്മെൻറ്റ് ആൻഡ് ദ പാരൻസ് അവരുടെ ഇടയിൽ നിൽക്കേണ്ട ഒരു സംഗതിയെ അത് രണ്ടു കൂട്ടം മതങ്ങളുടെ പ്രശ്നമാക്കി ഇത് മാറ്റിയത്. തികച്ചും അപലപനീയമെന്നൊന്നും പറഞ്ഞാൽ പോരാ, ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്ത വിഷയമായി അതിന്നും അവിടെ ഒരു ചോരപ്പാടായിട്ട് കിടക്കും. അതാണ് ഇപ്പോൾ ഉണ്ടാവാൻ പോകുന്നത്. കാരണം എന്താണ്? ഇപ്പോൾ രണ്ടാമത് ഈ വിഷയം ഉണ്ടായപ്പോഴും വീണ്ടും അവിടെ ചർച്ചയാവുന്ന എന്താണ്? മതം തന്നെയാണ്. അത് കൃത്യമായിട്ട് മതത്തിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ അത് പറഞ്ഞു വരുന്ന സമയത്ത് ഇസ്ലാമോഫോബിയ പോലും അവിടെ ചർച്ചയ്ക്ക് വിഷയമായിട്ട് വരുന്നു എന്ന് വരുന്നിടത്താണ് ഇനി ഇതിൻ്റെ കളികൾ, കമ്പനിയുടെ യുദ്ധമുറകൾ ഇനി കൂടുതൽ നമ്മൾ കാണാനിരിക്കുന്നു എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് അടിപൊട്ടും. ആ കുരിശ് യുദ്ധത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്.
ആ കുരിശുദ്ധം എന്ന് പറയുമ്പോൾ ചോര പൊടിയുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇത് വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ശുഭകരമായ ഒരു പോക്കല്ല. ഇത് മതപരം ആയിട്ടുള്ള ചർച്ചയാക്കി ഇതിനെ വഴിതെറ്റിച്ച് വിടുന്നതിൽ വലിയ പങ്ക് ഇവിടുത്തെ ഗവൺമെൻറ്റിനുണ്ട്. അവരിടപെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവും. ഗവൺമെൻറ് ഇതിന് മുൻകാലങ്ങളിൽ ഇടപെട്ട് വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടുണ്ട്. അത് നമ്മൾ പറയണമല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പോലീസിൽ, അതുപോലെ ഇതുപോലെയുള്ള ചില യൂണിഫോമിൻ്റെ കാര്യത്തിലൊക്കെ വന്നിട്ടുള്ള ചില വിധികൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അവർക്ക് വേണ്ടിയിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ആവശ്യമായിട്ട് വന്നു. ഗവൺമെൻറ് പറ്റില്ല എന്ന് പറഞ്ഞു. അതൊരിക്കലും അവിടെ ഒരു വിഷയമാക്കി അവർ ഉയർത്തിക്കൊണ്ടുവരാൻ അവർ ശ്രമിച്ചില്ല. മാത്രമല്ല, അത് എന്തുകൊണ്ട് അങ്ങനെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിങ് സൈഡിൽ വേറൊരു മതം ഉണ്ടായിരുന്നില്ല. അത് സ്റ്റേറ്റ് വേഴ്സസ് റിലീജിയൻ ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ഉത്തരം പറയാൻ അവർക്ക് എളുപ്പമായിരുന്നു. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ ഒരു റിലീജിയൻ കൂടി ഇവിടെ വരുന്നു. ഒരു റിലീജിയൻ്റെ മുഖം അവിടെ വരുന്നുണ്ട്. അവിടെയാണ് ഇത്തരം വിഷയങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മതേതരമായിരിക്കേണ്ട സ്ഥാപനങ്ങൾ ഈ ന്യൂനപക്ഷ മതസ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തപ്പെടുന്നതിലെ മറ്റൊരു അശ്ലീലത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടി വരുന്നത്. അവിടെ ഞാൻ പറഞ്ഞു വെക്കുന്നു, ഇതുപോലെ മതം അവരുടെ നേതൃത്വത്തിൽ ഒരു കാലത്ത് ക്രിസ്ത്യൻ മിഷണറിമാരും ഒക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ ശ്ലാഘിക്കുന്നു. അതിനെ നമ്മളൊന്നും കുറച്ച് കാണുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മളിത് ഒന്ന് പുനഃപരിശോധിക്കേണ്ട ഒരു സമയമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ എല്ലാവരുടെയും ആവശ്യം എന്താണ്? സമാധാനപൂർവ്വം ഇവിടെ നമുക്ക് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആ സമാധാനത്തിന് ഏറ്റവും വലിയ വിലങ്ങുതടിയാകുന്ന കാര്യങ്ങൾ എന്താണ്? അത് ഈ വർഗീയത തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നു. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, അല്ലെങ്കിൽ കാരണങ്ങളുണ്ട്. അതിലൊരു ഉദാഹരണം മതവർഗീയത തന്നെയാണ്. അങ്ങനെ മതവർഗീയത നമ്മളെടുത്ത് നോക്കുമ്പോൾ ഏത് മതവർഗീയതയാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്? അത് ഇസ്ലാമിക മതവർഗീയത തന്നെയാണ്. എന്ന് വെച്ചാൽ എല്ലാ മതങ്ങളും ഉണ്ടെങ്കിൽ പോലും അവിടെ വർഗീയത ഇല്ലാതെ കോഎക്സിസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ അതിനെ തകർക്കുന്നത് ആരാണ്? അതായത് അതിന് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ആരാണ്? ആ ചെയിൻ റിയാക്ഷൻ അവിടെ ഉണ്ടാക്കി വെക്കുന്നത് ആരാണ്? അത് ക്രിസ്ത്യാനിയല്ല, അത് ഹിന്ദു അല്ല, ജൈനനല്ല, ബുദ്ധമതക്കാരനല്ല, നമ്മൾ ജൂതനല്ല, വേറെ ആരുമല്ല, മതം വിട്ടവൻ പോലുമല്ല. അത് ചെയ്യുന്നത് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണ്. അതായത് ഈ മതത്തിനകത്ത് തീവ്രമായ ഇസ്ലാമിക വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അതാണ് അവർ ചെയ്തു വെക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു വിഷയം വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന, മാതൃകാപരമായിട്ട് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മതന്യൂനപക്ഷ സ്ഥാപനങ്ങൾ ആയിട്ട് നിങ്ങൾ നടത്തിക്കോളൂ. അത് വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ നടത്തുന്ന സ്ഥാപനങ്ങൾ നിങ്ങളൊരു സെക്യുലർ നിയമം, ആ സെക്യുലറിസത്തെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അത് നമുക്ക് വെളിച്ചത്ത് കാണാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം. ഈ വിദ്യാഭ്യാസം ഞങ്ങൾ ക്രിസ്തീയ സ്ഥാപനം നടത്തുന്നു, ഞങ്ങൾ ഹിന്ദു സ്ഥാപനം നടത്തുന്നു, ഞങ്ങൾ ഹിന്ദുക്കൾ സ്ഥാപനം നടത്തുന്നു, ഞങ്ങൾ മുസ്ലിങ്ങൾ സ്ഥാപനം നടത്തുന്നു. അപ്പോൾ MES പ്രഖ്യാപിക്കുകയാണ്, ഇത് മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്. പക്ഷേ ഈ സ്ഥാപനം പൂർണ്ണമായും സെക്യുലർ രീതിയിൽ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. ഇവിടെ മതത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഇവിടെ മത ചിഹ്നങ്ങൾക്കോ മതപരമായിട്ടുള്ള ആചാരങ്ങൾക്കോ ഈ കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശനമില്ല എന്ന് പ്രഖ്യാപിച്ചാൽ അത് ഓരോ മതവിഭാഗം നടത്തുന്ന ന്യൂനപക്ഷ സ്ഥാപനങ്ങളും ആ രീതിയിൽ പ്രഖ്യാപിക്കാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, MES ആദ്യം അങ്ങനെ ചെയ്തില്ലെങ്കിലും മറ്റ് മതസ്ഥാപനങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, മത മാനേജ്മെൻറ്റുകൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, MES പോലെയുള്ള, MES അത്ര കുഴപ്പം പിടിച്ചാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എനിക്കും നേരിട്ട് പരിചയമുള്ളൊരു സ്ഥാപനമാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്കൊക്കെ ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥാപനമായിരുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ പ്രശ്നമുള്ള ചില സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ അൽ ഫിത്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഈ നഴ്സറി സ്കൂളുകളുണ്ട്. കൃത്യമായിട്ട് മതം തന്നെയാണ് അവിടെ കുത്തിക്കയറ്റി വെക്കുന്നത്. അതേപോലെ ചില സ്കൂളുകളുണ്ട്. ഇപ്പോൾ പീസ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അക്ബർ നമ്മൾ ISISലേക്ക് ആൾക്കാരെ കയറ്റിയേക്കാൻ വേണ്ടിയിട്ട് നടത്തിയിരുന്നൊരു സ്കൂൾ, അങ്ങനെ തന്നെ പറയുന്നതാണ് ശരി. അതൊക്കെ കൃത്യമായിട്ട് മതം തന്നെയാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അവർക്കൊരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു മതേതര മുഖം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? കുറച്ച് അമുസ്ലിങ്ങളായിട്ടുള്ള ടീച്ചേഴ്സിനെയൊക്കെ അവിടെ പിടിച്ചിടും. ഇതാണ് അവരുടെ രീതി. ഇത് തന്നെയാണ് നമ്മളുടെ മീഡിയ വൺ, മുക്കാൽ മീഡിയയും ചെയ്തു വെക്കുന്നത്. അവരുടെ ആ ടീമിൽ കുറച്ച് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ അവർ കുത്തി നിറച്ച് വെക്കും. എന്തിനു വേണ്ടിയിട്ട്? ഞങ്ങൾ ഭയങ്കര മതേതര കുണാണ്ട്രന്മാരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരെ കൊണ്ട് ഈ ഇരവാദം ഇറക്കിക്കും. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ചില സുഹൃത്തുക്കളുണ്ട്. ഇപ്പം റിജുവിനെ പോലെയൊക്കെയുള്ള ആളുകൾ പറ്റുമെങ്കിൽ നാളെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ അദ്ദേഹവുമായി ചേർന്നുകൊണ്ട് ഒരു ചെറിയൊരു സംഭാഷണം നടത്തണമെന്നാണ് വിചാരിക്കുന്നത്. അതുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, നാളെ അദ്ദേഹം ഒഴിവുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയൊക്കെ
ഈ റിജു ഈ മാധ്യമത്തിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ കഥകൾ നമുക്ക് കേൾക്കാൻ കഴിയുമ്പോഴാണ് മനസ്സിലാവുക ഇതിൻ്റെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത് ഒരു വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് ഇവിടെ എടുക്കേണ്ടിയിരിക്കുന്നത് അതൊന്നുകിൽ ഈ സ്ഥാപനങ്ങൾ സ്വമേധയാ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ ചെയ്തു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതൊക്കെ മേഖലകളാണ് ഇവിടെ പൂർണ്ണമായിട്ടും മതേതരമായിരിക്കേണ്ടത് എന്നുള്ളത് ഇന്ന് നിശ്ചയിച്ച് മുന്നോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിനുവേണ്ട ചില നീക്കങ്ങൾ ഇന്ന് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, യൂറോപ്പ് എന്താണോ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഇന്ത്യയിലും അരങ്ങേറും. അതാണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. ആ അരങ്ങേറുന്ന സമയത്ത് അതിൻ്റെ ബുദ്ധിമുട്ട് ഇവിടുത്തെ ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ ഒന്നും ആയിരിക്കില്ല. ഇവിടെ സമാധാനം കാംക്ഷിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഇത്തരത്തിലുള്ള ഒരു ചിന്തയുമില്ലാത്ത, നമ്മുടെയൊക്കെ കോയ കോളിങ്ങിലൊക്കെ വിളിച്ചിട്ട് സംസാരിക്കുന്ന ചില വളരെ നിഷ്കളങ്കരായിട്ടുള്ള വിശ്വാസികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരെ പോലെയുള്ള ആളുകളെ അവരുടെ ജീവിതം പോലും ദുസ്സഹമാക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കും കാര്യം. ആരാണ് കൊണ്ടെത്തിക്കുന്നത്? ഇതേ ഇസ്ലാം, ആ മുസ്ലിങ്ങളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രമായ ഇത്തരം മതേതര മൂല്യങ്ങളെ പുല്ലുവില കൽപ്പിക്കുന്ന ആളുകൾ, അവരാണ് അത് കൊണ്ടെത്തിക്കുക. എന്നിട്ട് അതിൻ്റെ പഴി ആർക്കാണ് കിട്ടുക? അത് ഇവിടുത്തെ ഹിന്ദുവിന് കിട്ടും, അത് ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് കിട്ടും. അവർക്കൊക്കെ നിങ്ങൾ പേര് ഇട്ട് കൊടുക്കും, സംഘിയെന്നും ക്രിസംഘിയെന്നും. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇതെല്ലാം ഇതൊരു ലോങ് ടേമിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ രീതിയിൽ തന്നെ പ്രവചിച്ച് വെക്കാൻ നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. കാരണം എന്താണ്, ഇത് അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലേക്ക് വരേണ്ട സമയം മാത്രമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുള്ളൂ. ഈ വിഷയം നടക്കാത്ത വിഷയമല്ല. പക്ഷേ ഇത് തടയാൻ കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള പണികൾ ഇവിടുത്തെ ഗവൺമെൻറ് എടുത്താൽ ഇവിടെ രക്ഷപ്പെടും. ഇല്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്നുകിൽ സ്ഥാപനങ്ങൾ സ്വമേധയം മുന്നോട്ട് വരിക. ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ക്രിസ്ത്യൻ ഈ മാനേജ്മെൻറ്റുകൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പല സമയങ്ങളിലായിട്ട് ഇതുപോലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതായിട്ട് നിങ്ങൾ കേൾക്കും. പക്ഷേ നിങ്ങൾ ഒരിക്കൽ പോലും ഞങ്ങൾക്ക് അമ്പലം പണിയണമെന്നോ ഞങ്ങൾക്ക് ചാപ്പൽ വേണമെന്നോ പറഞ്ഞുകൊണ്ട് ഒരു ക്രിസ്ത്യാനി ഒരു ഹിന്ദുവോ ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ട്രോളായിക്കൊണ്ട് അവകാശപ്പെടുന്നതിനപ്പുറത്തേക്ക് കാര്യമായ രീതിയിൽ അവർക്കൊരു ജെനുവിനായിട്ടുള്ളൊരു ആവശ്യം എന്നുള്ള രീതിയിൽ ഒരു തവണ പോലും ആവശ്യപ്പെടില്ല എന്നതാണ് ഞാനിവിടെ എഴുതി ഒപ്പിട്ട് തരാൻ പോകുന്നത്. എന്നാൽ ഇവിടെ മുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികൾക്ക്, അവരുടെ മാതാപിതാക്കളായാലും ശരി കുട്ടികളായാലും ശരി, ഇതുപോലെ വന്ന് ആവശ്യം ഉന്നയിക്കുന്നത് ഇനിയും ആവർത്തിക്കപ്പെടും. അത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ. ആ വഴി എന്ന് പറയുന്നത് ഇത് പിരിച്ചുവിടുക എന്നുള്ളതല്ല. ആ വഴി ഇതുപോലെയുള്ള മതേതര ഇടമായിട്ട് നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇത് നടത്തുന്നവർ ക്രിസ്ത്യാനികളായിരിക്കാം, പക്ഷേ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് മതേതര മൂല്യമാണ്. അതുകൊണ്ട് ഇവിടെ മതപരമായിട്ടുള്ള ചടങ്ങുകൾക്ക് ഇനി ഇവിടെ സ്ഥാനമില്ല. വിദ്യാലയങ്ങൾ മതേതരമായിരിക്കും. ഈശ്വര പ്രാർത്ഥനകൾ ഇനി ഉണ്ടാകില്ല. വിളക്ക് കത്തിക്കുന്ന പരിപാടികൾ ഉണ്ടാകില്ല. അതുപോലെ എന്തെല്ലാം ഉണ്ടോ അത്തരത്തിലുള്ള എല്ലാ സംഗതികളും, മതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരു മതവും അവിടെ കയറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സംഗതി ഇത് വലിയ തോതിൽ നിങ്ങൾക്ക് തടയാൻ കഴിയുന്നു. മാത്രമല്ല, ഈ ഒരു സെക്യുലറൈസിങ് പ്രഷർ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയും. ഇത് മതേതരമായിട്ട് നിലനിൽക്കുക, ജനാധിപത്യത്തെ സംരക്ഷിക്കുക, അതിൽ ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന കാര്യമല്ല. അതിന് മെനക്കെടുള്ള കാര്യമാണ്. അത് നമ്മുടെ വീടുകളിലടക്കം നമ്മൾ ചെയ്ത് ശീലിക്കേണ്ട കാര്യമാണ്. അത് ശീലിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന സാധനം എന്താണെന്ന് പോലും തിരിച്ചറിയുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഞാൻ അടക്കമുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവുന്നത് എപ്പോഴാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വതന്ത്ര ചിന്തയിലേക്കൊക്കെ വന്നതിന് ശേഷമാണ് ഓഹോ ഇതിങ്ങനെയാണല്ലേ എന്ന് തിരിച്ചറിയുന്ന പോലെ അപ്പോഴാണ്. അതുവരെ നമ്മൾ ധരിച്ചിരുന്ന എന്താണ്, ഓക്കെ മതേതരത്വം എന്നൊക്കെ പറയുന്ന സാധനം അത് കീപ്പ് ചെയ്യേണ്ട ബാധ്യത അപ്പുറത്ത് പാർലമെൻറ്റിൽ ഇരിക്കുന്ന ആൾക്കാണ്. ഡെമോക്രസി അത് ഇവിടെ ഇങ്ങനെ എഴുതി പിടിപ്പിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കേണ്ട ബാധ്യത അത് നമ്മുടെ നിയമസഭയിലുള്ള ആൾക്കാണ്. നമുക്കതിനകത്ത് പങ്കൊന്നുമില്ല എന്ന് വിചാരിച്ച് നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനും. പിന്നെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെയല്ല. ആ ജനാധിപത്യം അവിടെ നിലനിൽക്കണമെങ്കിൽ, ആ മതേതരത്വം അവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും അതിനകത്ത് ഒരു ബാധ്യതയുണ്ട്, അതിനകത്തൊരു പങ്കുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്താലേ ഇതെല്ലാം ഇവിടെ നിലനിൽക്കുള്ളൂ. അതിലൊരു പ്രധാന പങ്ക് വഹിക്കാനുള്ളത് ഇത്തരം സ്ഥാപനങ്ങൾക്കും കൂടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നു, ഇത് തടയാനുള്ള വഴി ഇതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ അത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവസാനം അൽ ഫിത്ര പോലും അല്ലെങ്കിൽ പീസ് സ്കൂള് പോലും മതേതര മൂല്യമാണ് ഉയർത്തി വെക്കുന്നത് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ നിർബന്ധിതരാകും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ വന്നാൽ തന്നെയാണ് മുസ്ലിങ്ങൾക്ക് ഇതിലൊക്കെ ഒരു എക്സ്പോഷർ കിട്ടാനും അവരെ കുറേയെങ്കിലും ഇതെന്താണ് ഈ സാധനം എന്ന് പഠിക്കാനുള്ളൊരു അവസരമായിട്ടെങ്കിലും ഇത് മാറ്റുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് ഇത് അത്രമാത്രം എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്, പക്ഷേ അത്ര ബുദ്ധിമുട്ടില്ല അവരിലേക്ക് അത് എത്തിക്കാൻ. കാരണം എന്താണ്, മതപരമായിട്ട് അതിനൊരു വിലക്കില്ല. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിലൊരു സർവേ നടത്തുക, 2 സർവേ നടത്തുക. ഒരു സർവേ ഓൾറെഡി നടന്നു കഴിഞ്ഞു നമ്മളുടെ കഴിഞ്ഞ ഇലക്ഷനോടനുബന്ധിച്ച്, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണോ എന്നൊരു സർവേ. അതിനകത്ത് പങ്കെടുത്ത ആളുകൾ ഭൂരിപക്ഷം ഹിന്ദുക്കളുള്ള സ്ഥലത്ത് പോലും അതിനകത്ത് 10 പേരോട് ചോദിച്ചപ്പോൾ അതിനകത്ത് 8 പേരടക്കം
പറഞ്ഞത് ഹിന്ദുരാഷ്ട്രമാകേണ്ട എന്നാണ്. എന്നാൽ UK അവിടെ വളരെ ന്യൂനപക്ഷം എന്നൊക്കെ പറയുന്ന മുസ്ലിങ്ങൾ അവരുൾപ്പെടുന്ന ആ പൊതുസമൂഹത്തിൽ ഇതുപോലെ ഒരു സർവേ നടത്തുന്നു, മുസ്ലിങ്ങളുടെ ഇടയിൽ നടത്തുകയാണ്. അതായത് നിങ്ങൾക്ക് ഈ UK ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് പത്തിൽ പകുതി പേരും പറയുന്നത് വേണം എന്നാണ്. എന്നുവെച്ചാൽ ഒരു 50-50 ആയിട്ട് അവിടെ നിൽക്കുന്നു. ഇതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇതുപോലൊരു സർവേ നമ്മുടെ ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ നിങ്ങൾ നടത്തി നോക്കൂ. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ധൈര്യമുണ്ടോ അങ്ങനെ ഒരു സർവേ നടത്തിയിട്ട് പുറത്തുവിടാൻ? ഹിന്ദു രാഷ്ട്രം വേണോ എന്ന് നിങ്ങൾ ഇവിടെ ഒരു സർവേ നടത്തിയ മാതിരി മുസ്ലിങ്ങളുടെ ഇടയിൽ ഇവിടെ ഇസ്ലാമിക രാഷ്ട്രമാക്കണോ എന്ന് നിങ്ങളൊരു സർവേ നടത്തുക. അതിൻ്റെ ഫലം ഞെട്ടിക്കുന്നതായിരിക്കുന്നതെന്ന് ഞാൻ പറയാം. കാരണം ഞാൻ പറയുന്നു, എൻ്റെ വീട്ടിലടക്കം, ഞാനുണ്ടായിരുന്ന എൻ്റെ വീട്ടിലടക്കം എനിക്ക് തോന്നുന്നു എൻ്റെ വാപ്പ അങ്ങനെ പറയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാനാണെങ്കിലും എൻ്റെ ഉമ്മയാണെങ്കിലും നമ്മളെ പെങ്ങളാണെങ്കിലും ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാകണമെന്ന് ചിന്തിച്ച് നടന്നിരുന്ന ആളുകളാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ 4 പേരുള്ളതിൽ 3 പേരും പറഞ്ഞിരുന്നത് ഒരു ഇസ്ലാമിക രാജ്യമാകണം ഇന്ത്യ എന്നാണ്. ഞാനതൊക്കെ വലിയ തോതിൽ സ്വപ്നം കൊണ്ട് നടന്നിരുന്ന ആളാണ്. ഇനി ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്ത്യയുടെ വിമോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ ജനാധിപത്യത്തിന് എതിരായിട്ട് ഒരു സാധനം. മതേതരത്വം അല്ല നമുക്ക് വേണ്ടത്, ഇസ്ലാമിക രാജ്യമാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ഈ ഇസ്ലാമിൽ ഉണ്ടാകുന്ന സംഗതി മതേതര മൂല്യങ്ങളെക്കാൾ എന്തോ മികച്ചതാണ് എന്നൊരു തെറ്റിദ്ധാരണയിലാണ് എന്ന് പോലും വരുന്നിടത്ത്. അതെന്താണ് ആ വ്യത്യാസം എന്ന് പോലും അറിയാതെ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ് ഇതെങ്ങാനും സംഭവിച്ചാൽ ഉണ്ടാകുന്ന പുകില് അതെന്തായിരിക്കും നിങ്ങൾ ആലോചിക്കൂ. അതാണ് ഇപ്പോൾ നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് കൂടുതൽ വന്നു പോകുന്നതും ഇങ്ങനെ എടുത്തെടുത്ത് പറയേണ്ടി വരുന്നതും ആവർത്തിക്കുന്നതും. അപ്പോൾ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഈ മഹല്ല് കമ്മിറ്റിക്കാർ വന്ന് പറഞ്ഞ ആ പറച്ചിൽ അത് നമ്മൾ കണ്ടു. ഞാനത് ആവർത്തിക്കുന്നില്ല. അവർ പറയുന്നൊരു മാപ്പ് പറച്ചിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് തെറ്റുപറ്റു പോയി എന്ന് പറയുന്നത്. ഞാൻ പറയുന്നു, മഹല്ല് കമ്മിറ്റിക്കാർ വന്ന് ഇടപെട്ട് ഇതിനകത്ത് മാപ്പ് പറയേണ്ട ഒരു ഗതികേട് അതിവിടെ ഉണ്ടായിരുന്നില്ല. അതിവിടെ നടത്തിയത് ഇവർ കാരണമാണ്, നമ്മളുടെ ഇവിടുത്തെ സർക്കാർ കാരണമാണ്. ഇനിയെങ്കിലും അത് ആവർത്തിക്കാതെ നോക്കണം, സർക്കാർ ഇനിയെങ്കിലും ഉണരണം എന്ന് തന്നെയാണ് എനിക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത്. ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് അവർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് വഷളാകും എന്ന് പറയുമ്പോൾ ഇതിനോടകം തന്നെ കാസയെ പോലെയുള്ള ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കാസ ക്രിസ്ത്യൻസിൻ്റെ ഇടയിലുള്ളൊരു സംഘടനയാണ്. കുറേ കാലങ്ങളായിട്ട് അവർ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള പല ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നൊക്കെ ഉണ്ട് അവരുടെ ആ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും എനിക്ക് ക്ലോസ്ലി അതിനെക്കുറിച്ച് കൂടുതൽ അതിൻ്റെ പ്രവർത്തന രീതിയൊന്നും അറിയില്ല. പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള വിഷയങ്ങൾ വരും. ഇപ്പോൾ ലവ് ജിഹാദ് വിഷയം, നാർക്കോട്ടിക് ജിഹാദ് വിഷയം, അതുപോലെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിസ്കാര ആവശ്യവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ഇതിലെല്ലാം വളരെ ശക്തമായിട്ട് അവരവരുടെ അഭിപ്രായം പറയുകയും അതിനുവേണ്ടി ഇടപെടൽ നടത്തുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അതിൽ ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ അവർ ആ നിലപാടുകൾ പറയാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട സംഘടനയായിട്ട് മാറുന്നു. എന്ന് വെച്ചാൽ ക്രിസ്തീയ സഭകളെ പോലും ഇളക്കി മറിച്ചുകൊണ്ട് അവരെ കൊണ്ട് പോലും പല കാര്യങ്ങളും പറയാനും പറയിപ്പിക്കാനും ഇവർക്ക് സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള ഒരു പാൻ ക്രിസ്ത്യൻ ഒരു അസോസിയേഷനായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. എന്നുവെച്ചാൽ ക്രിസ്ത്യാനികൾ മൊത്തത്തിൽ സഭാ വ്യത്യാസമില്ലാതെ തന്നെ നിലനിൽക്കുന്നു എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഞാൻ പല ആളുകളെയും പരിചയപ്പെട്ടപ്പോൾ അവർ പല ഡിനോമിനേഷനിലുള്ള ആളുകളും കാസയിൽ അതിനോട് ആഭിമുഖ്യമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിന് വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക. എന്തായാലും ഇവരുടെ ഇതിലുള്ള ഇടപെടൽ പോലും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. കാസ ഇടുക്കി ജില്ലാ നേതൃത്വം പൈരിങ്ങോട്ടൂർ സെൻറ്റ് ജോസഫ് സ്കൂൾ സന്ദർശിച്ചു, മാനേജ്മെൻറ്റിൻ്റെ നിലപാടുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇതാണ് നമ്മളവിടെ കാണുന്നത്. ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ, ഇതാണ് അവരുടെ ഫുൾ ഫോം കാസ. ഇനി സംസ്ഥാനത്തെ മതസൗഹാർദ്ദം തകർക്കും വിധം മൗലികവാദികൾ വിദ്യാലയങ്ങളിൽ നിസ്കാര ആവശ്യം ഉന്നയിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ മുഖ്യ പ്രതിപക്ഷവുമായ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ശബ്ദിക്കാത്തത്? ഇതാണ് ഇവർ ഉന്നയിക്കുന്ന ചോദ്യം. അതായത് ഗവൺമെൻറ്റും മിണ്ടുന്നില്ല, പ്രതിപക്ഷവും മിണ്ടുന്നില്ല എന്ന് വരുന്നിടത്താണ് ഇതിൻ്റെ ആ ഒരു വലിയൊരു പ്രശ്നം നമ്മളിവിടെ കാണുകയാണ്. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇതുപോലുള്ള വിഷയങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായപ്പോൾ ഹിന്ദു മതത്തിൻ്റെയൊക്കെ വിഷയം പ്രത്യേകിച്ച് കൂടെ ഉണ്ടായപ്പോൾ ചാടി വീണ് പാതിരാത്രിക്ക് പോലും അവരുടെ ആ ഒരു അനക്കം അവർ പ്രകടിപ്പിച്ചിട്ടുള്ള കൂട്ടരാണ്. അതിൽ നമുക്കറിയാം, മാനേജ്മെൻറ്റ് സ്കൂളിൽ കുട്ടികളെ ബാധിക്കാത്ത രീതിയിൽ അവരുടെ ബിൽഡിങ് അത് പൂജ കഴിപ്പിച്ചതിൻ്റെ പേരിലാണ് ഇവിടെ വലിയ ഒരു കോലാഹലം ഉണ്ടാക്കിയത്. എന്നിട്ട് അതിനെ നേരിട്ടത് എങ്ങനെയാണ്? അവർ KSR റൂൾസും KER റൂൾസൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള പൂജകളൊന്നും പാടില്ല എന്നൊക്കെ കണ്ടെത്തിയിട്ട് അതിനെ നിയമപരമായിട്ട് നീക്കുന്നു. നിങ്ങൾ എന്ത്
കുണ്ടാമണ്ടി കാണിച്ചിട്ടാണെങ്കിലും ശരി, ഏത് ഇതിനകത്ത് നിയമം കാണിച്ചിട്ടാണെങ്കിലും ശരി, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ കുട്ടികളുടെ ഈ ആവശ്യത്തിലേക്ക് ഇതേപോലെ ഈ ഒരു ശുഷ്കാന്തി ഇതിൻ്റെ ഒരു 10-1 കാണിച്ചിട്ട് ഈ കെയ്യാറോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഒന്ന് അവരെ പറഞ്ഞ് തിരുത്താത്തത് എന്താണ്? അതെന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? ഈ ഗവൺമെൻറ്റിൻ്റെ ശിങ്കിടികൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ഇനി ഇതിൻ്റെ റിപ്പോർട്ടിംഗ് അതിലേക്ക് വരുമ്പോൾ മാധ്യമങ്ങൾ ഇതിനെ കാണുന്നത്, അതിൽ ഏറ്റവും കാണേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള ചില പത്രങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വലിയ വാർത്ത കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ചർച്ചാ വിഷയമാക്കി ഇതെന്താണ് ഇതിൻ്റെ പ്രശ്നമെന്നും ഇത് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഇതിൻ്റെ റിപ്പർക്കഷൻസ് എന്നുള്ളതൊന്നും തന്നെ ചർച്ചയാക്കാനോ ഇത് അന്ത്യചർച്ച ആക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ഇവർ നടക്കുന്നില്ല, മുന്നോട്ട് വരുന്നില്ല എന്ന് കാണുന്നിടത്ത് ഇത് ചെയ്യുന്നതാരാണ്? കുറച്ച് കൃസംഗി ചാനലുകൾ, കുറച്ച് നമ്മളുടെ സംഘി ചാനലുകൾ, പിന്നെ നമ്മളെ മാതിരിയുള്ള മുസംഘി ചാനലുകൾ, ഇതുപോലെയുള്ള ചില സാധനങ്ങൾ മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നുള്ളൂ എന്നും കൂടി വരുമ്പോൾ സത്യത്തിൽ ഇത് പൊതുജനങ്ങളോട് ചെയ്യുന്ന ഒരു വലിയൊരു വഞ്ചനയല്ലേ? ഇതെന്തിനാണ് ഇതൊരു കൂട്ടം ആളുകൾ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാക്കി ഇതിനെ തളച്ചിടുന്നത്? എന്തുകൊണ്ടാണ് ഇത് പൊതുജന മധ്യത്തിലേക്ക് ഇത് ചർച്ചയാക്കാത്തത്? ഇതാണ് നമ്മൾ ചോദ്യം. ഇത് ശരിയാണോ? ഇത് തെറ്റാണോ? ഈ വിഷയം ഇങ്ങനെയുണ്ട്, ഇതിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താണ് എങ്കിലും നമ്മൾ അറിയണ്ടേ? എന്തായാലും നമ്മളുടെ ഈ പരിപാടിക്ക് ശേഷം പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഫോണിൻ പരിപാടി നമുക്കൊരു 10-15 കോളെങ്കിലും എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ടെക്നിക്കലി കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇതിന് ഈ പ്രസൻറ്റേഷൻ്റെ ഒടുവിൽ അതുണ്ടാവും. അപ്പോൾ ടപ്പേന്ന് പരിപാടി തീരും. അപ്പോൾ പൊതുജനങ്ങൾക്ക് ഇത് ചർച്ച ചെയ്യാനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കണം. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇത് ചർച്ച ചെയ്യുന്ന ആളുകളെ മുഴുവൻ നിങ്ങൾ ബാഡ് ചെയ്ത് മാറ്റുകയാണ്. സംഗീന്നും കൃസംഗീന്നൊക്കെ പറഞ്ഞ് മാറ്റുന്നു. അതല്ല, ഇതൊരു വിഷയമാണ്. ഈ വിഷയം നമുക്കറിയാം, നമ്മളുടെ UK നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം ഇപ്പോൾ നമ്മൾ കണ്ടു. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാപത്തിൻ്റെ പിന്നിൽ പോലും ഇത് മുസ്ലിങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. സംഗതി അത് ഒരു ഫോൾസ് അക്യൂസേഷനും അതിനകത്ത് തങ്ങളുടെ രാജ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വൈറ്റ് സുപ്രീമസിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഇറങ്ങി തിരിച്ചതും അതൊക്കെ നമ്മൾ മാറ്റിവെച്ചാൽ പോലും അവർക്ക് ആ തരത്തിലുള്ളൊരു വികാരം അത് ഉണർത്താൻ ആരാണ് അതിന് വഴിവെച്ചത്? അത് അവിടുത്തെ റെഫ്യൂജി പ്രോബ്ലവും അതിൽ വന്നിട്ടുള്ള മുസ്ലിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വലിയ തോതിലുള്ള പ്രശ്നങ്ങളുമായിരുന്നു അതിന് തുടക്കമിട്ടത്. അതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യണ്ടേ? അത് പറയാതിരുന്നുകൊണ്ട് ശരിയാവൂ? ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് നമ്മളുടെ കാസ ഇറക്കിയതാണ്. കോതമംഗലം സ്കൂളിലെ ആ നിസ്കാരമുറി ആവശ്യത്തിൽ അവർ വെച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് ജനം തന്നെയാണ് കേട്ടോ പുറത്തുവിടി. പഠനത്തെക്കാൾ വലുത് മതമാണെങ്കിൽ മദ്രസ വിദ്യാഭ്യാസം നൽകി വീട്ടിലിരുത്തണം. ഇതാണ് പറഞ്ഞത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നതിൻ്റെ ബാക്കി. അതായത് ഈ മതസ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങൾ ഇതുപോലെ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുന്നിൽ ഒരു ഓപ്ഷൻ വരികയാണ്. അതായത് നിനക്ക് പഠിക്കണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ലോകത്ത് ജീവിക്കണമെങ്കിൽ പഠിക്കണം. ഓക്കെ, ഞാൻ പഠിക്കാൻ തീരുമാനിക്കുന്നു. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? രണ്ടാമത്തെ ചോദ്യം എന്താണ്? എവിടെ പോയി പഠിക്കണം? 2 ഓപ്ഷനാണ് വീണ്ടും അവൻ്റെ മുന്നിൽ വരുന്നത്. ഒന്ന്, തൻ്റെ മതം അനുസരിച്ച് ജീവിച്ച് അത് അനുഷ്ഠിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു കോളേജ്, അത് തിരഞ്ഞെടുക്കുക. 2, അതൊന്നും ഇല്ലാത്ത നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന ഏതെങ്കിലും ഒരു റാൻഡമായിട്ടുള്ള ഒരു കോളേജിലേക്ക് പോകുന്നു. അവിടെ മതം ആചരിക്കാനും മതം അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിക്കൊള്ളുന്ന നിർബന്ധമൊന്നുമില്ല. അത് മതേതര ഇടമായിരിക്കാം. അപ്പോൾ ഇവൻ്റെ മുന്നിലുള്ള ഓപ്ഷൻ ഇതായി വരുമ്പോൾ എന്താണ് ഇവൻ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുക്കാം? ഇവനൊരു സാധാരണ ഒരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ നമ്മളുടെ ജാക്കിർ നായിക്കിനെ കേൾക്കാത്ത, MM അക്ബറെ കേൾക്കാത്ത, നമ്മളിപ്പോൾ ഇനി കേൾക്കാൻ പോകുന്നൊരു മദ്രസ പണ്ഡിതൻ ഉണ്ട്, ആ പണ്ഡിതനെ ഒന്നും കേൾക്കാത്ത അങ്ങനെയുള്ള വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ഓക്കെ നല്ലൊരു കോളേജ് കിട്ടി, ഓക്കെ അതിൽ പോകുന്നു, പഠിക്കുന്നു, ഇത്രയേ ഉള്ളൂ. അവിടെ അവർക്ക് നിസ്കരിക്കാൻ സ്ഥലം കിട്ടിയാൽ നിസ്കരിച്ചു. ഇനി പറ്റിയില്ല, അവന് ഇടയ്ക്ക് ഇങ്ങനെ തോന്നുകയാണ്, അപ്പോൾ ആ ക്ലാസ് മുറിയുടെ ഏതെങ്കിലും മൂലയിൽ നിന്ന് അവൻ നിസ്കരിച്ചോട്ടെ. ഇതിനൊന്നും ഒരു മാനേജ്മെൻറ്റ് ഇവിടെ തടസ്സം നിന്നിട്ടില്ല ഇതുവരെ, കാലം ഇത്രയും അത് നിന്നിട്ടില്ല. എന്നാൽ ഇവിടെ പ്രശ്നമാവുന്ന എപ്പോഴാണ്? ഞങ്ങൾക്ക് പ്രത്യേക ഇടം വേണം, ഞങ്ങൾക്ക് പ്രത്യേക സമയം അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞ് അത് ആ ഒരു അതോറിറ്റിയുടെ ആ ഒരു ഫങ്ഷനിങ്ങിൽ ഒരു മോഡിഫിക്കേഷൻ ആവശ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ അവിടെയാണ് ഈ വിഷയം വരുന്നത്. അതിനെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ ഇനി എന്ത് തന്നെ തലകുത്തി നിന്നാലും ആരും ഒന്നും പറയാൻ പോകുന്നില്ല. ഇവിടെ അതല്ല സംഭവിക്കുന്നത്. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ഇവൻ ഒന്നുകിൽ ഇതുപോലുള്ളൊരു പൊതു മതേതര ഇടമായ ഒരു സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? കൃത്യമായ മതം അത് അനുഷ്ഠിക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിച്ച് അതിലേക്ക് പോകേണ്ടി വരുന്നു. ഇതാണ് സംഭവിക്കുക. ഞാൻ പറയുന്നു, ഈ രണ്ടാമത്തെ ഈ ഒരു ഓപ്ഷൻ, മതം ആചരിക്കുന്ന സ്ഥലത്തേക്ക് പോവുക എന്ന് പറയുന്നത്
അത് വളരെ ദോഷകരമായിട്ട് ഭാവിക്കാൻ പോകുന്നൊരു വിഷയമാണ്. കാരണം അതാണ് നമ്മുടെ അൽ ഫിത്രയിൽ സംഭവിക്കുന്നത്, അതാണ് നമ്മളുടെ പീസ് സ്കൂളിൽ സംഭവിക്കുന്നത്, അതാണ് ഇത്തരത്തിലുള്ള പല ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കാണുന്ന പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നത്. അവിടങ്ങളിൽ ഇതുപോലെയുള്ള ഈ മറ്റു മതങ്ങളിലുള്ള ആളുകൾ വരാതെ അവർ മാത്രം, ഈ മതത്തിനുള്ളിലുള്ള ആളുകൾ മാത്രം ഇങ്ങനെ തിങ്ങി ജീവിക്കുന്നൊരവസ്ഥ വരുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഗെറ്റോയിസേഷൻ അവിടെ ഉണ്ടാവുകയും മറ്റു മതത്തിലുള്ള ആളുകളോട് ഒരു ഇടപഴകാനുള്ള ഒരു ബുദ്ധിമുട്ടും അത് അറിയാതെ വരികയും അവരെന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിലേക്കും അവരെക്കുറിച്ചൊക്കെ ഉള്ള വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വിദ്വാൻ വന്ന് പെട്ട് കഴിഞ്ഞാൽ ഈ കുട്ടികളെ മൊത്തത്തിൽ വിഷം കലക്കുന്നതിന് തുല്യമാകുന്ന രീതിയിലേക്ക് പോലും മാറ്റാൻ സാധിക്കുന്നു. നമ്മൾ അസ്കർ അലി പണ്ട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അസ്കർ അലിയുടെ വിശേഷം എല്ലാവരും ചോദിക്കാറുണ്ട്. വിശേഷം ആൾക്ക് സുഖമായിട്ടിരിക്കുന്നു, ആളുടെ ജോലിയും ആളുടെ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ആ ഒരു പണിയിൽ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് അധികം വരാത്തത്. മാത്രമല്ല ഇപ്പോൾ അദ്ദേഹം മുഖം കാണിച്ചൊക്കെ വന്നാൽ അദ്ദേഹത്തിന് വല്ലാത്ത മറ്റു പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് ഇതിലേക്കൊന്നും വരാത്തത്. എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ വരും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഈ അസ്കർ അലി എന്താണ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതായത് ദാറുൽ ഹുദയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിങ്ങൾ മാത്രം പഠിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ മതവിദ്യാഭ്യാസമുണ്ട്, അതുകൂടാതെ ഭൗതിക വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഓപ്പൺ സ്കൂളിംഗ് ഒക്കെയാണ്, ഒരു 5 പൈസയുടെ ഗുണമില്ലാത്ത സാധനമാണ് എന്ന് അസ്കർ അലി പറഞ്ഞു. എന്തായാലും ആ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അവർ ചില മാറ്റങ്ങളൊക്കെ വരുത്തി എന്നും അറിയാൻ കഴിയുന്നു. എന്തു തന്നെയായാലും അവിടെ പഠിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്, അവിടെ പഠിപ്പിക്കുന്ന വിഷയങ്ങളുടെ അവസ്ഥ എന്താണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അസ്കർ അലി അന്ന് നമ്മളോട് പറഞ്ഞത് ഇന്ത്യൻ സൈന്യത്തിൽ ചേരാൻ പാടില്ല എന്ന് അവിടെ വന്ന് പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് അതവിടെ വരുന്നത്? അത് അവരുടെ കിതാബുകളിലില്ല. പക്ഷേ അവിടെ പഠിപ്പിക്കാൻ വരുന്ന ഗസ്റ്റ് ലെക്ചേഴ്സായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ മാഷന്മാരായിട്ടൊക്കെ വരുന്ന ആളുകൾ അവർ എവിടെ നിന്നെങ്കിലുമൊക്കെ ഇത് പഠിച്ചു വെച്ചതിന് ശേഷം അവരുടെ മനസ്സിലുള്ള ഇത്തരത്തിലുള്ള ഫത്വകൾ, ഈ ഇന്ത്യൻ സൈന്യത്തിൽ ജോലി ചെയ്യാൻ പാടുണ്ടോ എന്നത് സംബന്ധിച്ച് ഫത്വകളുണ്ട്. പാടില്ല എന്ന് തന്നെയാണ് ഫത്വ. കാരണം എന്താണ്, നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടി വരിക പാകിസ്ഥാൻകാരാണെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല. അവിടെ പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമാണ്. അവർക്കെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പാടില്ല. മാത്രമല്ല അവരെന്തിനാണ് ഇന്ത്യക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നത്? ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ഈ കാശ്മീർ പ്രദേശം എന്നൊക്കെ പറയുന്നത് അത് അവരുടെ ഭാഗമാക്കാനും അവിടെ ഇസ്ലാമിക ഭരണം കൊണ്ടുവരാനുമാണ് അവർ നോക്കുന്നത്. എന്ന് വെച്ചാൽ അവർ ഫൈറ്റ് ചെയ്യുന്നതാണ് യഥാർത്ഥ ഒറിജിനൽ കോസ്, അതാണ് റൈറ്റിയസ് കോസ്. അപ്പോൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന നമ്മൾ കാഫിറുകളുടെ സ്ഥാനത്താണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൽ ചേരാൻ പാടില്ല എന്ന് പഠിപ്പിച്ച് നോക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള ഫത്വകളൊക്കെ നിങ്ങൾ ചുമ്മാ ഇൻ്റർനെറ്റിൽ അടിച്ചാൽ മതി. ക്യാൻ യു ജോയിൻ എൻ ആർമി ഓഫ് കാഫിർ കൺട്രി എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് കാണാം അതിൻ്റെ എന്താണ് അവിടെ ഫത്വ കൊടുത്തു വെച്ചത്. ഉസ്താദുമാർ വന്നൊന്ന് പ്രസംഗിക്കുന്ന നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ വരുന്നു, അത് കേൾക്കുന്നു. അത് കേട്ടപ്പോൾ അതിനകത്ത് ഒരു അസ്കർ അലി മാത്രമല്ലേ പുറത്ത് വന്ന് ഇത് നമ്മളോട് പറഞ്ഞോളൂ. ഇത് എന്തോ മോശം കാര്യമാണെന്ന് അസ്കർ അലിക്ക് തോന്നിയതുകൊണ്ടല്ലേ അസ്കർ അലി അവിടെ നിന്ന് പോകുന്നത്, അതുകൊണ്ടല്ലേ നമ്മളോടത് പറഞ്ഞത്. എന്നാൽ ഇത് കേട്ടിട്ട് വിഴുങ്ങിയിരിക്കുന്ന എത്ര ബാക്കിയുള്ള വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആരെങ്കിലും പുറത്ത് വന്നിട്ട് ഇത് പറഞ്ഞോ? നിങ്ങളിതിന് മുന്നേ എപ്പോഴെങ്കിലും ഇത് കേട്ടോ? കേൾക്കുന്നില്ല. അവിടെയാണ് ഇതിൻ്റെ അപകടം എന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വിഷയങ്ങൾ ഈ തരത്തിൽ മദ്രസ വിദ്യാഭ്യാസം നൽകി വീട്ടിലിരുത്തണമെന്ന് പറയുമ്പോൾ സംഗതി നമുക്കത് പറയാൻ എളുപ്പമാണെങ്കിലും നമ്മൾ പറയേണ്ടത് സത്യത്തിൽ എന്താണ്? ഇതല്ല. ഇത് പറയേണ്ട ഒരു ഗതികേട് നമ്മൾ വന്നു എന്നുള്ളത് സത്യമാണെങ്കിലും പറയേണ്ടത് ഇതല്ല എന്ന് തന്നെയാണ് ഞാൻ പറയേണ്ടത്. സത്യത്തിൽ ഇവിടെ വേണ്ടത് മതേതര സ്ഥാപനങ്ങളാക്കി ഇതിനെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. വിദ്യാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏത് മത ന്യൂനപക്ഷം നടത്തുന്നതായാലും അത് മതേതര സ്ഥാപനമായിട്ടേ നടത്താൻ പാടുള്ളൂ എന്ന ഒരു പൊതു നിയമം കൊണ്ടുവന്ന് അതിനെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ വില. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. നമ്മൾ കൃസംഖിയെ പോലെ എൻ്റെ ശബ്ദം ചേട്ടൻ്റെയും എൻ്റെ ശബ്ദം ഒരേപോലെ ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നാം. അല്ലെങ്കിൽ നിൻ്റെയും സംഖ്യയുടെയും ശബ്ദമൊക്കെ ഒരേപോലെ ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാം. അല്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ നമ്മളുടെ സഗരിയ സ്വലാഹി എന്ന് പറയുന്ന നമ്മളുടെ മരിച്ചുപോയ എൻ്റെയൊക്കെ ഒരു ഗുരുനാഥനായിട്ടുള്ള പഴയ സലഫിയാണ്. പുള്ളിയുടെ ഒരു ചെറിയ സംഭാഷണ ശകലം അത് നമുക്കൊന്ന് കേട്ട് കളയാം. എൻ്റെ മോള് +2 പഠിക്കുകയാണ്. രാവിലെ 7 മണിക്ക് പോകും, വൈകുന്നേരം 7 മണിയൊന്നും തിരിച്ചെത്തുമ്പോൾ. അപ്പൊ ക്രിസ്ത്യാനിയുടെ സ്കൂളായതുകൊണ്ട് 100 അസറൊന്നും നിസ്കരിക്കാൻ പറ്റൂല. മറ്റ് മുസ്ലിം വീടുകളൊന്നും അതിന്റെ അടുത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ എങ്ങനെ എന്നെ വീട്ടിൽ പോയി കരിക്കാൻ പറ്റൂല. എന്താ ചെയ്യേണ്ടത്? വല്ല ഇളവും കിട്ടുമെന്നറിയാൻ എന്നെ വിളിക്കുക.
ഞാൻ പറഞ്ഞു ഇന്ന് നിർത്തണം എന്റെ കുട്ടിയുടെ +2, ഇന്ന് നിർത്തണം. എന്താന്ന് ചോദിച്ചു. എടോ നിന്റെ കുട്ടിയെ +2 പഠിപ്പിച്ചോന്ന് അള്ള ചോദിക്കുക. നിന്റെ കുട്ടി ദൂരസ്കരിച്ചോ അസംസ്കരിച്ചോ നിന്നോട് ചോദിക്കും, നിന്റെ മകളോടും ചോദിക്കും. നിർത്തണം സ്കൂളിൽ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളെ ആളുകളെ നിലവാരം എവിടെ എത്തിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വെറും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ കുറച്ച് പൈസയും കൂടി ഉണ്ടായപ്പോ എല്ലാവരും കുട്ടികളെ ഡോക്ടർ എഞ്ചിനീയർ ആക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പൂതിക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇസ്ലാം ഒഴിവാക്കിയിട്ടുള്ള ഡോക്ടർ എഞ്ചിനീയർ നമുക്ക് വേണ്ട. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കേട്ടല്ലോ, ഇത് തന്നെയാണ് കാസക്കാരൻ പറഞ്ഞത് കേട്ടോ. അതായത് നിങ്ങൾക്ക് നിസ്കരിക്കണം എന്ന് വലിയ നിർബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ ഇയാൾ പിന്നെ കുറച്ചെങ്കിലും മാന്യനാണെന്ന് പറയാം. മറ്റേ ഉസ്താദിനെമാരി നിങ്ങൾ ആദ്യം 2 ആൾ നിസ്കരിക്കും, പിന്നെ 5 ആളാക്കും, അങ്ങനെ നമ്മൾ 150 പേരുടെ നിസ്കാരപ്പള്ളി ഉണ്ടാക്കും എന്ന് പറഞ്ഞൊരു പ്രസംഗം നമ്മൾ മുന്നേ കേട്ടു. ഇത് അതുക്കും മേലെ നിങ്ങൾ സ്കൂളിലേ പോകണ്ട, നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി. കാരണം എന്താ, നിങ്ങൾ മരിച്ചു എന്ന് കഴിയുമ്പോൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് അത് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ പറയാറുണ്ട് ഒരു അപ്പോകാലിപ്റ്റിക്കൽ റിലീജിയൻ ആണെന്ന് നമ്മൾ പറയാറുണ്ട്. മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള മാത്രം ആ കാര്യങ്ങൾ മാത്രമേ പറയൂ, വേറെ ഒന്നും പറയാനില്ല. ഇവിടെ അത് തന്നെയല്ലേ കണ്ടത്. നിങ്ങൾ ഡോക്ടറായോ എഞ്ചിനീയറായോ എന്നൊന്നുമല്ല പടച്ചവൻ ചോദിക്കുക, നിങ്ങൾ മദ്രസ വിദ്യാഭ്യാസം നേടിയോ എന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ എന്നും കൂടിയാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇത് തന്നെയാണ് ഈ കാസക്കാരും പറഞ്ഞത്. നിങ്ങൾക്ക് മതമാണ് വലുത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി അത് മദ്രസയിൽ ഇരുന്നാൽ മതി എന്ന്. പക്ഷേ ഇത് നമുക്ക് പൊതുസമൂഹത്തിലേക്ക് വെച്ചു കൊടുക്കാൻ പറ്റുന്നൊരു സാധനമാണോ? അല്ല, ഞാൻ വെച്ചു കൊടുക്കുന്നില്ല. അവിടെയാണ് ഇത് നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ പഠിക്കണം. കാരണം ഇവിടെ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം കൊണ്ടുവന്ന സമയത്ത്, ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്ന സമയത്തായാലും അതുപോലെ എഴുത്ത് പഠിപ്പിക്കുന്ന വിഷയങ്ങളായാലും എല്ലാം അതിനെല്ലാം തലതിരിഞ്ഞ് നിന്ന് മുഖം തിരിഞ്ഞ് നിന്ന് ഒരു ചരിത്രമാണ് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിനുള്ളത്. അതായത് ഇവിടുത്തെ സമസ്ത എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം. മാളിയേക്കൽ മറിയുമ്മയുടെ കഥ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഇംഗ്ലീഷ് പഠിച്ച ആദ്യത്തെ മുസ്ലിം വനിത എന്നാണ് പറയാം. അവർ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്ന ആ കാലത്ത് ആ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർ നടക്കുന്ന വഴിയിൽ കാർക്കിച്ച് തുപ്പുമായിരുന്നു ഈ കാക്കാമാർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതേപോലെ എഴുത്ത് പഠിപ്പിക്കുന്നത് അത് സ്ത്രീകൾക്ക് പഠിപ്പിക്കാൻ പാടില്ല എന്ന് ഫത്വ ഇറക്കിയിട്ടുള്ള നാടാണ് നമ്മൾ. സമസ്തയുടെ 1920കളിലൊക്കെ ആ ഒരു കുറിപ്പുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മളിവിടെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എന്താണ് സമസ്ത എന്ന താലിബാൻ, അങ്ങനെ കണ്ടാണ് വീഡിയോയുടെ ടൈറ്റിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതെല്ലാം എന്താ സൂചിപ്പിക്കുന്നത്? അതായത് ഇങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു ഇസ്ലാമിന് ഇവിടെ ഉണ്ടായിരുന്നത്, മുസ്ലിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. എങ്ങനെയാണത് മാറിയത്? ഇവിടെ സർക്കാരുകൾ, ഇവിടെ വന്നിട്ടുള്ള വിഷണറീസ് കാഴ്ചപ്പാടുകളുള്ള ആളുകൾ, അവർ വന്ന് ഇതിൽ വിദ്യാഭ്യാസത്തിന് വലിയ ഒരു മുൻതൂക്കം കൊടുക്കണമെന്ന് പറഞ്ഞു വെച്ചപ്പോൾ അത് എല്ലാവരും നേടുന്ന ഒരു ഘട്ടമെത്തിയപ്പോൾ, അതിൽ മുസ്ലിങ്ങൾ മാത്രം പിന്നോട്ട് പോകുന്നൊരു ഘട്ടമെത്തിയപ്പോൾ അവരും ഓക്കെ എന്നാൽ പിന്നെ ഇനി നമ്മളും പഠിക്കണം എന്ന് പറഞ്ഞു കൊടുത്ത് എത്തുന്നു. ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന എന്താണ്, നമ്മൾ സമസ്തയുടെ വേറൊരാൾ സമദ് പറയുന്ന കേട്ടു. എന്താണ്, നമ്മളുടെ പ്രാതിനിധ്യം സൈന്യത്തിൽ കുറവാണ്, പട്ടാളത്തിലില്ല, അതല്ലെങ്കിൽ ഇവിടെ ജുഡീഷ്യറിയിലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കിയിട്ട് ഇതിൽ നിന്നൊക്കെ വിരമിച്ച ആളുകളുടെ പ്രത്യേക നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാവരും ഇനി മുതൽ സൈന്യത്തിലേക്ക് നുഴഞ്ഞു കയറണം, നമ്മളെല്ലാവരും ജുഡീഷ്യറിയിൽ നുഴഞ്ഞു കയറണം എന്ന് പറയുന്നൊരു പ്രസംഗം പോലും നിങ്ങൾ കേട്ടു. അപ്പോൾ നമ്മളെന്താ പറയുന്നത്, സ്വാഭാവികമായിട്ട് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എവിടെ വേണേലും എത്താം എന്ന് പറയുന്നതും നമ്മൾ അവിടെ ഇല്ല ഇനി മുതൽ നമ്മൾ മാത്രമാകണം എന്ന് പറയുന്ന തലത്തിലേക്ക് പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം, ഇവിടെയാണ് ഈ പ്രശ്നം. അങ്ങനെ നിങ്ങൾ മാത്രം അവിടെ ആയാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും ചുരുക്കം പറഞ്ഞാൽ ഇന്ന് ഇന്ത്യ ഇവിടെ ഒരു മതേതര ജനാധിപത്യ രാജ്യമാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെപ്പോഴും പറയാറുള്ള ആ ക്ലീഷേ ഡയലോഗാണ്. എന്നാലും ഞാൻ പറയും. കാരണം എന്താണ്, ഇത് തന്നെയാണ് അവിടെ പറയാൻ ഒരു ഉത്തരവുള്ളൂ. അതുകൊണ്ട് അതിവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ മോദി ഭരണം അവിടെ പിടിച്ച സമയത്ത് 2 തവണ മൃഗീയ ഭൂരിപക്ഷം കിട്ടിയിട്ടാണല്ലോ ഇവിടെ ഭരണത്തിൽ വന്നത്. അവിടെ മോദിക്ക് BJPക്ക് കിട്ടിയ ആ ഭൂരിപക്ഷം ഇവിടുത്തെ മുസ്ലിം ലീഗിനോ ഇവിടുത്തെ SDP-ക്കോ ആണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കുട്ടിച്ചോറായിട്ടുണ്ടാവും, അഫ്ഗാനിസ്ഥാനേക്കാളും കുട്ടിച്ചോറായിട്ടുണ്ടാവും എന്നാണ് ഞാൻ പറയുക. പാകിസ്ഥാൻ്റെ കാര്യം നമ്മൾ പിന്നെ പറയണ്ട, ബംഗ്ലാദേശിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അതിനേക്കാൾ വഷളായിരിക്കും ഇവിടുത്തെ അവസ്ഥ. എന്നാൽ അവിടെയാണ് നിങ്ങൾ ഇതുപോലെ ഒരു മൃഗീയ ഭൂരിപക്ഷവും ഒരു ഭൂരിപക്ഷ ജനതയും ഇവിടെ ഉണ്ടായിട്ട്, ഭരണം മാത്രമല്ല ജനതയും അതേ കമ്മ്യൂണിറ്റിയിൽ ഹിന്ദു മതവിശ്വാസികളായിട്ട് പോലും ഇന്ത്യ ഇന്നും ജനാധിപത്യ മതേതര രാജ്യമായിട്ട് നിൽക്കുന്നു
എന്ന് വരുന്നിടത്താണ് നിങ്ങൾ ഈ അനാവശ്യ ഭീതി വ്യാപാരം നടത്തിയിട്ട് ഇതിനകത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആ പരിപാടി അത് നിർത്തണമെന്ന് നമ്മൾ പറയുന്നത്. അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ അപഹാസ്യരാകുന്നു സ്വയം. അതിനപ്പുറത്തേക്ക് അതിന് ഇനിയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതാണ് പറഞ്ഞു വെക്കാനുള്ളത്. അപ്പോൾ ഏതായാലും ഈ ഉസ്താദ് പറഞ്ഞ കാര്യം നിങ്ങൾ തമാശയ്ക്ക് എടുത്താൽ മതി, കാര്യമായിട്ട് എടുക്കരുത്. വിദ്യാഭ്യാസത്തിന് നിങ്ങൾ പോകണം, അതിന് നമ്മൾ പ്രേരിപ്പിക്കണം. പക്ഷേ ആ വിദ്യാഭ്യാസത്തിന് പോകുന്ന സമയത്ത് നമ്മൾ മുന്നിൽ വെക്കേണ്ടത് എന്താണ്? അത് ഇതുപോലെയുള്ള മൂല്യങ്ങൾ കൂടി ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത്. മതേതരത്വം എന്തെന്നും ജനാധിപത്യം എന്തെന്നൊക്കെ നമ്മൾ പഠിക്കണം. കാരണം ഞാൻ പറയുന്നു, ഈ രണ്ട് സാധനമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. ഇത് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയോട് പോലും നിങ്ങൾക്ക് ഇടപഴകാൻ കഴിയുള്ളൂ എന്ന് വരുന്നത് അവിടെയാണ്. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങളൊരു കൂട്ടുകാരനെ, എനിക്ക് ഇന്നലെ ഒരു സുഹൃത്ത് വാട്സപ്പിലാണോ ഇങ്ങനെ മെസ്സേജ് അയച്ചതാണ്. അവരുടെ ഒരു വലിയ വിഷമം എന്നോട് ഷെയർ ചെയ്തതാണ്. ആ ഷെയർ ചെയ്തതിൽ ഇങ്ങനെയാണ്, അവരെന്തോ ഇങ്ങനെ പ്രശ്നമുണ്ടായി കൂട്ടുകാരൊക്കെ. അപ്പം ഇതിങ്ങനെ ചർച്ചയായപ്പോൾ പറയണേ, എന്നോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് നീ കാഫിറുകളുടെ ഇതുപോലെ എന്നോട് എൻ്റെ ഉമ്മ വീട്ടിൽ പണ്ടേ പറഞ്ഞിട്ടുണ്ട് കാഫിറിൻ്റെ അടുത്ത് ഇതുപോലെ കൂട്ടുകൂടാൻ പാടില്ല, ഇപ്പം എനിക്ക് മനസ്സിലായി എന്ന് ഈ മുസ്ലിമായിട്ട് ഉള്ള കുട്ടി കൂട്ടുകാരനായിരുന്ന കാഫിറിനോട് പറഞ്ഞപ്പോൾ ഈ കാഫിറായ കൂട്ടുകാരൻ അത് വലിയ വിഷമമായി എന്ന് ഈ കാഫിറായ കൂട്ടുകാരൻ എനിക്ക് മെസ്സേജ് ചെയ്തു തരികയാണ്. അപ്പോൾ ഒരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുന്നിടത്ത് പോലും മതം ചകയുന്ന പരിപാടി, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതേപോലെ ഏത് വിഷയം നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ നടന്നു പോകുമ്പോൾ എതിരെ വരുന്നത് ഒരു ജൂതനോ ക്രിസ്ത്യാനിയോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവന് വഴി ഇടുക്കി കൊടുക്കണം, അവന് പ്രയാസം സൃഷ്ടിക്കണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ഇവർ പറയാറുണ്ട് മതസൗഹാർദ്ദമാണ്, ആനയാണ് ചേനയാണെന്നൊക്കെ. മണ്ണാങ്കട്ടയാണ്, അങ്ങനെയല്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇടുങ്ങിയ വഴിയിലൂടെ പോകുമ്പോൾ എതിരെ വരുന്ന ഒരാൾ, അത് നമ്മളെന്താ ചെയ്യുക? സാധാരണ അവിടെയും നമ്മൾ മതേതരത്വം തന്നെയാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. എന്താണ് അവിടെ നമുക്ക് മതം ഒരു വിഷയമല്ല, മതം നമ്മളവിടെ മാറ്റിവെക്കുന്നു. ആ വഴിയിൽ നമ്മൾ മതം കലർത്തുന്നില്ല, ആ സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ നമ്മൾ മതം കലർത്തുന്നില്ല. എന്നിട്ട് അവൻ എതിരെ വരുന്നവൻ ഒരു മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവന് നടന്നു പോകണം എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വഴി ഉണ്ടാക്കി കൊടുത്ത് എല്ലാവരും ഒരേപോലെ നടന്നു പോകുന്നു. ഇതല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതല്ല. എതിരെ വരുന്നത് ആ സഞ്ചരിക്കുന്ന ആ വഴിയിൽ നിങ്ങൾ ആദ്യം മതം കലർത്തിയിട്ട് അവൻ്റെ തുണി പൊക്കി നോക്കിയിട്ട് അവൻ ക്രിസ്ത്യാനിയാണോ ജൂതനാണോ എന്ന് തിരിച്ചറിയേണ്ട ഒരു അവസ്ഥ. ഇതാണ് അവിടെ. അവൻ കുരിശ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങനെയാണ് ക്രിസ്ത്യാനിയാണോ ജൂതനാണോ എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയുക? ജൂതൻ പിന്നെ ഉണ്ടാവില്ല, കണ്ട അപ്പം തന്നെ വെട്ടിക്കൊല്ലും. ക്രിസ്ത്യാനിയാണെന്ന് എങ്ങനെ മനസ്സിലാക്കുക? ക്രിസ്ത്യാനിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ പാക്ട് ഓഫ് ഉമർ ഒന്ന് വായിച്ചാൽ മതി. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ ചിഹ്നമൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചൊന്നും നടക്കാൻ പാടില്ല. അത് നിങ്ങൾ ചില അടയാളങ്ങൾ അണിഞ്ഞു വേണം നടക്കാൻ. മുസ്ലിങ്ങൾ അണിഞ്ഞു നടക്കുന്ന വേഷമൊന്നും നിങ്ങൾ ധരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വേഷവിധാനങ്ങൾ വരെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പാക്ട് ഓഫ് ഉമർ. അത് നിങ്ങളൊന്ന് വായിച്ച സംഗതി പിടികിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ, എതിരെ വരുന്നവൻ ഒരു ക്രിസ്ത്യാനിയാണ്, അപ്പോൾ നമുക്കൊന്ന് വഴി ഇടുക്കി കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇൻ ഹരിഹർ നഗറിൽ നമ്മളുടെ ജഗദീഷ് നടക്കുന്ന പോലെ ഒന്നിങ്ങനെ ഇടുക്കി കൊടുത്ത് അയ്യോ അമ്മാവ എന്ന് പറഞ്ഞിട്ടുള്ള ആ പരിപാടിയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഇനി ദീപികയിൽ വന്ന് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. നമ്മളിങ്ങനെ വീക്കെൻഡൊക്കെ ആയതുകൊണ്ട്, നാളെ സ്വാതന്ത്ര്യദിനം ആയതുകൊണ്ട് കുറച്ചിങ്ങനെ നീട്ടിപ്പരത്തി പറഞ്ഞു എന്നേ ഉള്ളൂ. നിർമ്മല കോളേജിലെ സംഭവത്തിൻ്റെ ആ പശ്ചാത്തലവും അതുപോലെ ഇപ്പോൾ നടന്നിട്ടുള്ള ഈ വിഷയവും എല്ലാം കൂട്ടി ഇണക്കിയിട്ട് ദീപിക അവിടെ ഒരു കിടുക്കാച്ചി എഡിറ്റോറിയൽ എഴുതിയതാണ് നമുക്കിവിടെ ഒന്ന് കാണാനുള്ളത്. അതിൻ്റെ ജസ്റ്റ് തുടക്കം, ഞാനതിൻ്റെ ഓഡിയോ അവർ തന്നെ ഇട്ടിട്ടുണ്ട്, അത് നമുക്കിവിടെ പ്ലേ ചെയ്ത് കേൾക്കാം. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: നിർമ്മല കോളേജിലെ സംഭവത്തിൻ്റെ ആദ്യ അടങ്ങും മുമ്പ് പൈങ്ങോട്ടൂർ സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിസ്കാരത്തിനിറങ്ങിയവർ പരത്തുന്നതെന്തോ അതാണ് ഇസ്ലാം ഫോബിയ, ശത്രു പുറത്തല്ല. ഇത് ഒരു നല്ലൊരു മെസ്സേജാണ്. അതായത് ഇസ്ലാമിനെക്കുറിച്ചുള്ള ആ ഭയം അതുണ്ടാക്കുന്നത് ആരാണ്? അത് പുറത്തുനിന്ന് ആരുമല്ല, അത് മുസ്ലിങ്ങൾ തന്നെയാണെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അതാണ് നമുക്കിതിൽ കേൾക്കാനുള്ളത്. അത് നമുക്കൊന്ന് കേട്ട് കളയാം. ഓക്കെ. ഓഗസ്റ്റ് 14 ബുധൻ 1199 കർക്കിടകം 30 ദീപിക എഡിറ്റോറിയൽ. പള്ളിയും പള്ളിക്കൂടവും വഖഫ് വകയല്ല.
യൂറോപ്യൻ രാജ്യങ്ങളിൽ കയറിക്കൂടിയ മുസ്ലിങ്ങൾ ശരീഅത്ത് നിയമം നടപ്പാക്കണമെന്നാവശ്യപ്പെടുന്നതും കേരളത്തിലെ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കരിക്കാൻ മുറിയും സമയവുമൊക്കെ ആവശ്യപ്പെടുന്നതും തമ്മിൽ ആളുകൾ താരതമ്യപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. അത്തരമൊരു ആവശ്യം നിലനിൽക്കില്ലെന്ന് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ക്രൈസ്തവ മുസ്ലിം നേതൃത്വം ഒന്നിച്ചു തീരുമാനമെടുത്തതൊന്നും അറിയാത്തവർ ഇനിയുമുണ്ട്. അവരിൽ ചിലരായിരിക്കാം എറണാകുളം ജില്ലയിലെ പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ക്ലാസ് മുറിയിൽ നിസ്കരിക്കാൻ ശ്രമിച്ചത്. വളച്ചുകെട്ടില്ലാതെ പറയാം, പൈങ്ങോട്ടൂർ എന്നല്ല കേരളത്തിലെ ഒരു കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനത്തിലും നിസ്കരിക്കാൻ മുറിയോ നിയമാനുസൃതമല്ലാത്ത സമയമോ അനുവദിക്കില്ല. പള്ളിയും പള്ളിക്കൂടവും ഒന്നും വഖഫ് ബോർഡിന്റെ വകയല്ലെന്ന് നിസ്കാരത്തിന്റെ പേരിൽ സ്വന്തം സമുദായത്തെ തന്നെ അവഹേളിക്കുന്ന കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും വിവരമുള്ളവർ പറഞ്ഞു കൊടുക്കണം. കോതമംഗലം രൂപതയിലുള്ള പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നിസ്കാരത്തിന്റെ പേരിൽ ചിലർ അസ്വസ്ഥത പടർത്തുന്നത്. മറ്റു പലയിടത്തുമെന്ന പോലെ ഇവിടെയും പെൺകുട്ടികളാണ് ക്ലാസ് മുറിയിൽ നിസ്കാരം തുടങ്ങിയത്. സ്കൂൾ നിയമങ്ങൾക്ക് അനുസൃതമല്ലെന്നും അനുവദിക്കാനാവില്ലെന്നും അധികൃതർ പറഞ്ഞതോടെ പെൺകുട്ടികൾ മാതാപിതാക്കളുമായി ആവശ്യം ആവർത്തിക്കുകയായിരുന്നു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കരിക്കാൻ മുറി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം വിദ്യാർത്ഥിനികൾ ആൺകുട്ടികളുടെ പിന്തുണയോടെ പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ചത് കഴിഞ്ഞ ജൂലൈ 26-നാണ്. നിസ്കാരമുറി അനുവദിക്കുന്ന പ്രശ്നമില്ലെന്ന് നിർമ്മല കോളേജിന്റെ മാനേജ്മെന്റ് പറഞ്ഞതുപോലെ സെന്റ് ജോസഫ്സിലും മാനേജ്മെന്റ് കർശന നിലപാടെടുത്തു. KER പ്രകാരം പൊതുവിദ്യാലയങ്ങളിൽ സർക്കാർ അനുവദിച്ചു തന്നിട്ടുള്ള പ്രാർത്ഥനാ സമയ ക്രമീകരണം വെള്ളിയാഴ്ചകളിലും ഈ സ്കൂളിലും അനുവദിച്ചിട്ടുണ്ട്. അടുത്തുള്ള മോസ്കിൽ പോയി അത് നടത്താവുന്നതുമാണ്. എല്ലാ ദിവസവും ഇത് അനുവദിക്കാനാവില്ലെന്ന സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാട് അംഗീകരിക്കുകയാണ് വേണ്ടത്. അച്ചടക്കത്തോടെ അധ്യയനം നടത്തുകയും ജാതി മതഭേദമില്ലാതെ എല്ലാ വിദ്യാർത്ഥികളെയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന കത്തോലിക്ക സ്ഥാപനത്തെ വിവാദ കേന്ദ്രമാക്കരുത്. മറ്റൊരു മതത്തിന്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന വിദ്യാലയത്തിൽ തങ്ങൾക്ക് അമ്പലമോ പള്ളിയോ പ്രാർത്ഥനാ സൗകര്യമോ സമയമോ അനുവദിക്കണമെന്ന് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആവശ്യപ്പെടാത്ത ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു മതത്തിൽപ്പെട്ടവർ മാത്രം പെരുമാറുന്നത് എന്തുകൊണ്ടാണ്? മതമൗലികവാദമല്ല ഇത്. ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമല്ലെന്നും ശരിയത്തല്ല ജനാധിപത്യ മതേതര ഭരണഘടനയാണ് ഇവിടെയുള്ളതെന്നും ഈ കുട്ടികളോട് ആര് പറഞ്ഞു കൊടുക്കും? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കരിക്കുന്നതിനെ കുറിച്ച് തീവ്ര ചിന്താഗതിയുള്ള മതനേതാക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇട്ടിരിക്കുന്ന വീഡിയോകൾ കണ്ടു പഠിച്ചിട്ടാണ് സ്ഥലകാല ബോധമില്ലാതെ കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് വരുന്നത്. ഒരു നേതാവ് പറയുന്നത് ക്രിസ്ത്യാനികളുടെ സ്കൂളിൽ നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ പഠിത്തം നിർത്തണമെന്നാണ്. മറ്റൊരാൾ പറയുന്നത് 1 or 2 പേർ നിസ്കരിച്ചു തുടങ്ങിയാൽ സാവകാശം എല്ലാവരും ഒറ്റക്കെട്ടായി വന്നുകൊള്ളുമെന്നാണ്. ഈ വിവരക്കേടൊക്കെ എന്തോ സ്വാതന്ത്ര്യ സമര പ്രഭാഷണമാണെന്നാണ് കുട്ടികൾ ധരിക്കുന്നത്. എല്ലാത്തരം ആളുകളുമായി ഇടപഴകി നല്ല പൗരന്മാരെ ജീവിക്കാൻ പരിശീലനം ലഭിക്കേണ്ട കാലത്താണ് ചിലർ വിദ്യാലയങ്ങളിലേക്കും മത തീവ്രവാദം ഒളിച്ചു കടത്തുന്നത്. ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നതല്ല മതേതരത്വമെന്ന് ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും തിരിച്ചറിയുന്നത് കേരളത്തിന്റെ ഭാവിക്ക് നല്ലതാണ്. ഇത്തരം വകതിരിവില്ലാത്ത മതപ്രകടനങ്ങൾ തങ്ങളുടെ സമുദായത്തെ കൂടുതൽ അന്യവൽക്കരിക്കുകയാണെന്ന് അതിലുള്ളവർ തിരിച്ചറിയണം. നിർമ്മല കോളേജ് സംഭവത്തിൽ മാപ്പ് പറയുകയും വിദ്യാർത്ഥികളെ തിരുത്തുകയും ചെയ്ത മുസ്ലിം നേതാക്കളുടെ നിലപാട് പൊതുസമൂഹം തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്തിരുന്നു. അത് സഹിഷ്ണുതയുടെ ഭാഗമാണ്. പക്ഷേ ആവർത്തിക്കുമ്പോഴൊക്കെ ഒറ്റപ്പെട്ട സംഭവമെന്ന് കരുതി തള്ളിക്കളയുന്നത് ആപത്തിന് നേർക്കുള്ള കണ്ണടയ്ക്കലാകും. അത് സാധ്യമല്ല. ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ ഹൈന്ദവ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകളിൽ ആരും നിസ്കരിക്കാൻ മുറി ചോദിച്ചതായി കാണുന്നില്ല. കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളിൽ ഇതൊക്കെ ചെലവാകുമെന്ന ധാരണ ഇനി ആർക്കും വേണ്ട. ക്ഷമിക്കുന്നതും സഹിക്കുന്നതും ദൗർബല്യമായി തെറ്റിദ്ധരിച്ചെങ്കിൽ തിരുത്താൻ സമയമുണ്ട്. നമുക്ക് സഹകരിച്ച് ജീവിച്ചാൽ മതി. സമ്മർദ്ദം കൊണ്ട് ആരെയും പൊറുതിമുട്ടിക്കേണ്ട. മറിച്ചായാൽ ഇസ്ലാമോഫോബിയ കെട്ടുകഥയാണെന്ന് പൊതുസമൂഹത്തെ ബോധിപ്പിക്കാൻ ഉടനെയൊന്നും സാധിക്കില്ല. ഓക്കെ, കാര്യം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മൾ ഇത്ര നേരം പറഞ്ഞ പല കാര്യങ്ങളും അതിനകത്തുണ്ട്, ഒരു കാര്യം ഒഴിച്ച് വഖഫ് ബോർഡിൻ്റെ കാര്യം. പക്ഷെ ഞാൻ പറയുന്നു അതവർക്ക് തെറ്റിയതാണെന്നാണ് പറയുക. അതായത് പള്ളിയും പള്ളിക്കൂടും വഖഫ് വകയല്ല, ശരിയാണ് നിലവിൽ. പക്ഷേ വഖഫിൻ്റെ നിലവിലെ വകുപ്പ് അനുസരിച്ച് അത് വകയാക്കാൻ ഉള്ള വകുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങളുടെ പള്ളിയും അമ്പലവും പള്ളിക്കൂടവും ഒക്കെ അത് വഖഫ് വകയാകും. അങ്ങനെ ആക്കാനുള്ള വകുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞെളിഞ്ഞിരിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ സ്ഥലം തന്നില്ലെങ്കിൽ നിങ്ങളുടെ മൊത്തം ആ സ്ഥലം ഞങ്ങൾ ഞമ്മടെ ആക്കി മാറ്റും, എന്നിട്ട് നമ്മളങ്ങ് പള്ളിയാക്കി മാറ്റും. അങ്ങനെയുള്ളൊരു വകുപ്പുണ്ട് കേട്ടോ വഖഫ് ബോർഡിൽ. അതാണല്ലോ നമ്മുടെ വിഷയം. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് നടന്നിട്ടില്ല. എന്തായാലും നോക്കട്ടെ, അടുത്ത ദിവസം എപ്പോഴെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാണ് വിഷയത്തിൻ്റെ ഒരു ഗൗരവം എന്ന് പറയുന്നത്. ഇനി ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഓടിച്ചൊന്ന് പറയുകയാണ്. അതായത് ഇതെന്തിൻ്റെ പേരിലാണ് ഈ ചോദിക്കുന്നത്? ഇപ്പോൾ ഈ സ്കൂളിൽ ഇത് വന്ന് ചോദിച്ചിരിക്കുന്നത് ആ വിദ്യാർത്ഥികളുടെ അച്ഛനും പാരൻസൊക്കെയാണെന്നാണ് പറയുന്നത്.
ഈ പാരൻസിനോ ബോധമില്ല. ഈ കുട്ടികൾക്ക് പിന്നെ പോട്ടെ, അവർ കുട്ടികളാണല്ലോ, അവർ നിസ്കരിച്ചില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയി അടിക്കുന്നതും ഇതേ പാരൻ്റ് തന്നെയാണ്. കാരണം 7 വയസ്സിൽ നിസ്കരിച്ചില്ല എന്നുണ്ടെങ്കിൽ ചീത്ത പറയണം, ശകാരിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം, അതും കഴിഞ്ഞിട്ട് നിസ്കരിച്ചില്ല അവനെ കൊല്ലണം എന്ന് വരെ മദ്രസയിൽ പഠിപ്പിക്കുന്നു. ഇതൊക്കെയാണ് മദ്രസയിലെ ഓരോ പരിപാടികൾ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഉസ്താദും പറഞ്ഞല്ലോ കാര്യം, അതായത് നിസ്കാരമാണ് പ്രധാനം, മതമാണ് പ്രധാനം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ ഹിജാബിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ ഇടയിൽ ആ കുട്ടികൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, എഡ്യൂക്കേഷൻ ഈസ് സെക്കൻഡറി, ഹിജാബ്, ഇസ്ലാം, റിലീജിയൻ ഈസ് പ്രൈമറി എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടു. അതുതന്നെയാണ് ഇസ്ലാമിൻ്റെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വലിയ പ്രശ്നമാണ് നിസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രെയിനിനകത്ത് നിസ്കരിക്കുന്നത് കാണുന്നത്. അതുപോലെ എയറോപ്ലെയിനിൽ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഇടയിൽ ഇതുപോലെ കക്കൂസിൻ്റെ മുന്നിൽ വേണേൽ പോലും ഇത് നിൽക്കുന്നത്, പിന്നെ ഇതുപോലെ അതിനകത്ത് നിസ്കരിക്കുന്നത്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, നിസ്കാരം ബാത്തിലാവുന്ന 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. നിസ്കരിക്കുന്ന ആളുടെ മുന്നിൽ കൂടെ കഴുതയോ പട്ടിയോ പെണ്ണോ നടന്നു പോയി കഴിഞ്ഞാൽ ആ നിസ്കാരം ബാത്തിലാവും. ഇവിടെ ഈ പെണ്ണ് നിന്നിട്ട് അവർ നിസ്കരിക്കുകയാണ്. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. നിങ്ങളുടെ നിസ്കാരം ബാത്തിലാണ്. എന്തായാലും ഇതുപോലെ ഈ സ്ഥലം കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ മുസല്ല വിരിച്ചിരുന്ന് നിസ്കരിക്കുന്ന ഈ പരിപാടി ചില സ്ഥലങ്ങളിലൊക്കെ അത് മൂട്ടിൽ അടിവരെ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ കിട്ടുന്നതിൻ്റെ കാരണം എന്താണ്? നിസ്കാരം അതിപ്രധാനമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ആ രീതിയിലാണ് നരകഭയം കുത്തി നിറച്ച് അവനെ അതിൽ തളച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ വിശ്വാസികൾ അങ്ങനെ കൊണ്ടു നടക്കുന്നൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഇതിനെങ്ങനെ നമുക്ക് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ മാറ്റാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വഴിയാണ് ഇതിലൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ. അതായത് നിങ്ങൾക്ക് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലത്തേക്ക് പോവുക, അതിനുള്ള വഴി ഒരുക്കുക. അതിന് നിങ്ങളുടെ പാരൻസ് എന്താണോ അതൊക്കെ നിങ്ങൾ ചെയ്തേക്കുക. പക്ഷേ ഇതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് മതേതര ഇടമായിട്ട് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ചർച്ച ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയം ഇത് രൂക്ഷമാകും. ഇത് വലിയ കുഴപ്പത്തിലേക്കാണ് എത്തുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ചിട്ടൊക്കെയുള്ള നിയമങ്ങൾ നടപ്പിലാക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പല സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ദുബായ് പോലീസ്, ഇത് ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ് കേട്ടോ, ഇഷ്യൂയിങ് ഫൈൻസ് ഫോർ പ്രേയിങ് ഓൺ ദ സൈഡ് ഓഫ് ദ റോഡ്സ്. ഇത് നമ്മൾ കണ്ടു. അതുപോലെ UAE സൗദിയിലാണെങ്കിലും ഒക്കെ നമ്മൾ കാണുകയാണ് പലതരത്തിലുള്ള മതങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ, അതായത് നിങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വലിയ കഷ്ടപ്പാടാണ്, നിസ്കാരം പോലും നടക്കുന്നില്ല എന്നൊക്കെ ഒരു പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഓപ്ഷൻ എന്താണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഹിജ്റ പോവുക എന്നാണ്. സംഘികളുടെ ഭാഷയെ പറഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് പോടാ എന്ന് പറയുന്നു. ഇനി ഒന്നും കൂടി വ്യക്തമാക്കാൻ നമ്മളുടെ ഷംസുദ്ദീൻ പാലത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ്? കാഫിറിൻ്റെ വീട്ടിലെ വെളിച്ചം പോലും ഹറാമാണ്. കാഫിറിൻ്റെ എന്തോ സാധനം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാഫിറിൻ്റെ അബ്ദുള്ള ബാസിലിൻ്റെ നുണയൊക്കെ പിടിച്ചിട്ടുണ്ട്. സമയം കിട്ടാത്തതുകൊണ്ടാണ്, ഇതൊക്കെ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും പറയാണ്, ഷംസുദ്ദീൻ പാലത്തിനൊന്ന് കേട്ടാൽ മതി, ബാസിലിൻ്റെ സംശയം തീരും. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? കാഫിറിൻ്റെ വീട് തൊട്ടയൽവക്കത്തുണ്ടെങ്കിൽ ആ വീട്ടിലെ പ്രകാശം അടിക്കുന്നത് പോലും നിങ്ങൾക്ക് ഹറാമാണ് എന്ന് പഠിപ്പിക്കുന്ന ആളാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നുകിൽ അവനെ പിടിച്ച് എത്രയും പെട്ടെന്ന് മുസ്ലിം ആക്കണം, അല്ലെങ്കിൽ കൊന്നുകളയുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിജ്റ പോവുക. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യണമെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്താ? എന്തായാലും ഇവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ നിങ്ങൾ മുസ്ലിം ആക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. ആ പരിപ്പ് വേവിക്കാനുള്ള വെള്ളം മാറ്റി വെച്ചേക്ക്. അതിവിടെ വേണ്ട. പിന്നെ നിങ്ങൾക്കുള്ള ഓപ്ഷൻ എന്താണ്? അത് പാകിസ്ഥാനിലേക്ക് പോവുക എന്നത് തന്നെയാണ്. അത് നിങ്ങൾ പോകണം എന്നാണ് ഞാൻ പറയുക. എങ്ങനെയാണോ എവിടെയാണോ നിങ്ങൾക്ക് ഈ നിയമങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുക, ഈ കുട്ടികൾക്ക് ഫ്രീ ഒരു ടിക്കറ്റ്, ഞാൻ പറയാം, ഇവിടുത്തെ ക്രിസ്ത്യൻ കാസയൊക്കെ മുൻകൈ എടുത്തിട്ട് ഈ കുട്ടികൾക്ക് ഒരു 4 ടിക്കറ്റ് അങ്ങ് കൊടുക്കുക അഫ്ഗാനിസ്ഥാനിലേക്ക്. ഇന്നാ മക്കളെ പോയി പഠിച്ചോളി എന്ന് പറയും. ആ പെൺകുട്ടികൾ അവിടെ പോയി പഠിക്കണത് പോയിട്ട് നിസ്കാരം പോയിട്ട് അവിടെ സ്കൂളിൻ്റെ പടി പോലും കാണില്ല, പിന്നെയല്ലേ നിസ്കാരം. ഇതാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. മലാല യൂസഫ്സായി എന്താണ് അവർക്ക് സംഭവിച്ചതെങ്കിൽ ഈ കുട്ടികളൊന്ന് അറിഞ്ഞാൽ മതി. അതായത് മതം 4 നേരം തിന്ന് വിഴുങ്ങി നടക്കുന്ന ആളുകളാണ് ഈ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും. അവർ സ്ത്രീകളുടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവിടെ വലിയ തോതിൽ എഴുതുകയും ഒക്കെ ചെയ്തിരുന്നൊരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിക്ക് അവിടെ വെടി ഏറ്റത് ആര് കാരണമാണ്? അത് അവിടുത്തെ തീവ്രവാദികൾ, ഇസ്ലാമിക തീവ്രവാദികൾ കാരണമാണ്. എന്താണ് ആ പെൺകുട്ടി ചെയ്ത തെറ്റ്? ആ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്നൊന്ന് പറഞ്ഞു, അതിനാണ് വെടികൊണ്ടത്. അത്രയും ഞാൻ ചെയ്തുള്ളൂ. അതിനാണ് ഇവരന്മാരെല്ലാവരും കൂടി എന്നെ വെടിവെച്ചത്. ഇതാണ് നമ്മളുടെ അൽ രേവതി പറഞ്ഞത്, മലാല യൂസഫ്സായി. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, യഥാർത്ഥത്തിൽ ഇസ്ലാമിക നിയമം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് നിസ്കാരം 5 നേരമല്ല 15 നേരവും നിങ്ങൾക്ക് നിസ്കരിക്കാം. പക്ഷേ നിങ്ങൾക്ക് വിദ്യാഭ്യാസം നേടാൻ കഴിയില്ല. വിദ്യാഭ്യാസം നേടുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് നിസ്കാരം വേണമെന്നാണ് നിങ്ങൾ പറയുന്നതെന്നുണ്ടെങ്കിൽ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് തന്നെയാണ് ഞാനും പറയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പരിപ്പ് ഒന്ന് വാങ്ങി വെക്ക്. നിങ്ങൾ വിദ്യാഭ്യാസം നേടുക. എന്നിട്ട് ആ സമയങ്ങളിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ നിസ്കരിക്കാം. ഇപ്പം ഞാനും
സ്കൂളിലൊക്കെ അല്ല കോളേജിലൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് പഠിച്ചിരുന്ന സമയത്ത് നമ്മളും എപ്പോഴും ഒന്നും നമുക്ക് നിസ്കരിക്കാൻ പറ്റിയിരുന്നില്ല. എന്നാലും നമ്മൾ പരമാവധി നിസ്കരിക്കും. ലോഹറൊക്കെ നമ്മൾ പോയി നിസ്കരിക്കും. അസർ പലപ്പോഴും പറ്റില്ല. കാരണം വിടുന്ന സമയവും ഹോസ്റ്റലിലെത്തുന്ന സമയവും അതിൻ്റെ ഇടയിൽ പലപ്പോഴും മിസ്സാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കലാവ് വീട്ടുക എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ. സംഗതി ഇസ്ലാമിലില്ല, പക്ഷെ എന്നാലും അതുണ്ട് എന്നാണല്ലോ പറഞ്ഞു വെക്കുന്നത്. പോട്ടെ, അങ്ങനെയെങ്കിലും ചെയ്ത് നിങ്ങൾ തൽക്കാലം ഇതൊക്കെ ഒന്ന് മാറ്റിപ്പിടി എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുക. അപ്പോൾ മുസ്ലിങ്ങൾ ഈ മതം ഇതുപോലെ പൊക്കിക്കൊണ്ട് നടന്നാൽ നിങ്ങൾ ഒന്നുകിൽ ഹിജറ പോവുക, അതല്ല എന്നുണ്ടെങ്കിൽ നിയമത്തിന് വഴങ്ങിക്കൊണ്ട് നിങ്ങൾ ഇതിൽ ചെയ്യാൻ സാധ്യമാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കുപോക്കുകൾ, മതത്തിലെ നിയമങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ സ്വയം തയ്യാറാവുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു വെക്കുന്ന കാര്യം സമൂഹത്തിൽ ചർച്ചയാകും. അതിൻ്റെ പേരിൽ നിങ്ങൾ തന്നെയാണ് അപരവൽക്കരിക്കപ്പെടുക, നിങ്ങൾ സ്വയമാണ് അപരവൽക്കരിക്കപ്പെടുന്നത്. നിങ്ങൾ ഇങ്ങനെ പൊക്കി വെക്കുന്ന മതം അതുപോലെ എല്ലാവരും പൊക്കി വെക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുന്ന അവസാനമായിട്ട്. അപ്പോൾ മുസ്ലിങ്ങൾ ശ്രദ്ധിക്കണം. മതം നിങ്ങൾ ഇങ്ങനെ ചാർജ് ചെയ്യുന്ന പരിപാടി, ഈ മതേതരമായി മതരഹിതമായിട്ട്, മതവിശ്വാസികളാണെങ്കിൽ പോലും മതരഹിതമായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. ആ സമൂഹത്തിന് നിങ്ങൾ ഇതേപോലെ മതം കൊണ്ട് ചിന്തിക്കുന്ന തലത്തിലേക്ക് മാറ്റുന്ന പണി, അത് ഇവിടുത്തെ കാക്കാമാരുടെ സ്ഥിരം പണിയാണ്. അതാണ് ഇപ്പോൾ നമ്മളിവിടെ ആവർത്തിച്ച് ഓരോ സ്കൂളും കോളേജും കേന്ദ്രീകരിച്ച് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ പുനഃപരിശോധിക്കണം, അത് നിങ്ങൾ നിർത്തണം, ആ യന്ത്രം നിങ്ങൾ ഓഫാക്കണം. ഇതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് പറയാനുള്ളത് അത്രയേ ഉള്ളൂ. ഇനി ഞാനിതിൽ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയതുപോലെ 2 വഴികളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്നുകിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഈ സംഗതി അടിച്ചു തീരും. ഇവിടെ ഒരു കുരിശുയുദ്ധം തന്നെയാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്. സംഖ്യകളൊക്കെ അങ്ങ് മാറി നിൽക്കേണ്ടി വരും. ഇതാണ് സംഭവിക്കുക. നമ്മൾ യൂറോപ്പിൽ കാണാൻ പോകുന്നൊരു കാര്യമാണ്. കാരണം എങ്ങനെയാണോ പണ്ടൊരിക്കൽ ഈ കുരിശുയുദ്ധം തുടങ്ങി വെച്ചത്, സംഗതി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു യൂറോപ്യൻ ഇൻവേഷൻ അത് നടന്ന് അവിടെയുള്ള ക്രിസ്തീയ സംഗതികളെ മുഴുവൻ തച്ചുടച്ച് ഒരു മുന്നേറ്റം, അവിടുത്തെ ഇസ്ലാമിക് ഇൻവേഷൻ നടന്നപ്പോൾ അതിനുള്ള ഒരു പ്രതിരോധം എന്ന രീതിയിൽ അന്ന് ക്രൂസൈഡ്സ് അവിടെ തുടങ്ങി വെക്കുന്നു. അത് വലിയ തോതിൽ ചർച്ചയായി. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷേ നമുക്കറിയാം അതിനും ഒരു മതപരമായ ഒരു പരിവേഷം കൊടുത്തുകൊണ്ട് അതിൽ പങ്കെടുക്കുന്നത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും ഒരു മോക്ഷം കിട്ടുന്നൊരു തലത്തിലേക്കൊക്കെ അത് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ട്. എന്ത് തന്നെയായാലും ഒരു ക്രിസ്തീയ ജിഹാദ് അന്ന് അവർ നടത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ആരുടെയും വീട്ടിൽ കയറിയിട്ട് പെണ്ണുങ്ങൾ അടിച്ചുകൊണ്ട് പോകാനോ പൊട്ടിത്തെറിക്കാനോ വേണ്ടിയിട്ടല്ല, അവരെ സ്വയം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതായിരുന്നു അന്ന് അവരവിടെ ചെയ്തു തുടങ്ങിയത്. അത് അവർ നേടി, അവിടെ അവർ നിർത്തി. ഇന്ന് നിങ്ങളത് കേട്ടിട്ടില്ല, കേൾക്കുകയില്ല. പക്ഷേ ഇനി നിങ്ങൾ വീണ്ടും അത് കേൾക്കാൻ പോകുന്ന അവസ്ഥയിലേക്കാണ് യൂറോപ്പിനെ കൊണ്ടെത്തിക്കുന്നത്. വീണ്ടും ആരാണ് അത് കൊണ്ടെത്തിക്കുന്നത്? അത് വീണ്ടും നമ്മളുടെ ഇതേ മുസ്ലിങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ, ഫ്രാൻസിലും ജർമ്മനിയിലും പല സ്ഥലങ്ങളിലും. അത് നമ്മൾ ഇനിയും കാണാൻ പോകുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് അവിടെയാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? എല്ലാ മതങ്ങൾക്കും ചെറപറ മതേതരമാക്കാനോ നിങ്ങൾക്ക് സാധിക്കില്ല. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതേ സ്കൂളുകൾക്ക് കോളേജുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നിങ്ങൾ എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള അമ്പലവും ചാപ്പലും രാവിലെ തന്നെ മണി അങ്ങോട്ട് അടിക്കുന്നതോടുകൂടി ഹല്ലേലൂയ, അതല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങുന്നേ. പിന്നെ പല സാധനങ്ങളുണ്ടല്ലോ, താമസോമ ജ്യോതിർഗ, എന്തൊക്കെ പാട്ടാണോ എന്തൊക്കെ പാടുക എല്ലാം അങ്ങനെ നടത്തി ഒരു ആംബിയൻസ്, നമ്മളുടെ എന്താണ് ഭക്തി നിർഭരമായ ഒരു ആംബിയൻസ്, നമ്മളുടെ മണിച്ചിത്രത്താഴിൽ പറയുന്ന പോലെ ആ ആംബിയൻസിലിരുന്ന് വേണം നമ്മൾ ഈ വിദ്യാഭ്യാസം എന്ന ഈ ഒരു നാഗവള്ളിയെ നമ്മളിങ്ങനെ മെരുക്കിയെടുക്കാൻ. അതുപോലെ അങ്ങോട്ട് ആക്കി മാറ്റുക. ഇതാണ് നടക്കുന്നത്. പക്ഷേ ഒറ്റ കണ്ടീഷനുള്ളൂ, ഞങ്ങൾ ഡിങ്കഭക്തരെ വെറുതെ വിടരുത്. ഞങ്ങൾക്കുമുള്ള സ്ഥലം വേണം. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആചാര്യന്മാരുണ്ട്, രവിചന്ദ്രൻ സിയെ പോലെയുള്ള ആളുകൾ, ജബ്ബാർ മാഷെ പോലെയുള്ള ആളുകൾ, ഇതുപോലെയൊക്കെയുള്ള ആളുകളുടെയൊക്കെ ചില പ്രസംഗങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ഒരു അരമണിക്കൂർ നേരം എല്ലാ ദിവസവും അരമണിക്കൂർ കോളേജിൽ സ്കൂളിലൊക്കെ എന്തായിരിക്കും രസം. അപ്പോൾ അടുത്തത് ഞാൻ പറയും, നമ്മളൊരു ട്രോളായിട്ടെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം, നിർമ്മല കോളേജിൽ ഞങ്ങൾ ഡിങ്കഭക്തർക്ക് ഇതുപോലെ ഈ വെള്ളിയാഴ്ച വേണ്ട, നമുക്ക് പറ്റിയ ദിവസം ഏതാണ്? ചൊവ്വാഴ്ച ദിവസം രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു 10-15 മിനിറ്റ് ഒരു പ്രസംഗം എന്നൊക്കെ പറയുമ്പോൾ മിനിമം ഒരു അരമണിക്കൂർ ഉണ്ടാവില്ലേ? ഓക്കെ, അരമണിക്കൂർ കേൾക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം നമുക്ക് അനുവദിച്ചു തരണം. അത് ലൈബ്രറിയിൽ ഞങ്ങളായിരിക്കും ആ സമയത്ത്, അല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടം കൂടിയിട്ട് സ്വതന്ത്ര ചിന്തകരായിട്ടൊക്കെ ഉള്ള മതമില്ലാത്ത കുട്ടികളെല്ലാവരും കൂടി ഒരു അരമണിക്കൂർ നേരം പ്രസംഗമൊക്കെ കേൾക്കുക. അടിപൊളിയായിരിക്കില്ലേ? അപ്പോൾ ഇത് സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകൾ ഈ നിർമ്മല കോളേജിലുണ്ടെങ്കിൽ, സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകൾ ഇവിടെ ഇപ്പോൾ പൈങ്ങാട്ടിരി ഈ സ്കൂളിലുണ്ട് എന്നുണ്ടെങ്കിൽ, അവിടെ നിങ്ങളുടെ മക്കൾക്ക് അവിടെ പഠിക്കുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പോയിട്ട് ഇതേ മാനേജ്മെൻ്റ് അടുത്ത് ഒരു പരാതി ഒരു ആവശ്യം നിങ്ങൾ ഉന്നയിക്കുക.
എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചയ്ക്ക് 1:30-ക്ക് 2-ൻ്റെ ഇടയിൽ ഒരു അരമണിക്കൂർ നേരം ഞങ്ങൾക്ക് ഡിങ്ക ഭഗവാനെ അവിടെ സ്മരിക്കുന്നതിന് വേണ്ടിയിട്ട് അരമണിക്കൂർ അനുവദിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ഇത് നിങ്ങൾ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ആദ്യം ഒരാളിരുന്ന് ഇത് കേൾക്കുക. അപ്പോൾ അടുത്ത ദിവസം നിങ്ങൾക്ക് വീണ്ടും ഒരു 2 ആൾ കേൾക്കുന്ന നിങ്ങളുടെ പിന്നാലെ കൂടും. അങ്ങനെ നമുക്കൊരു 150 പേരുടെ ഒരു വലിയൊരു ജമാഅത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒരു ലിറ്റ്മസ് നമുക്ക് ഏതെങ്കിലും നിർമ്മല കോളേജിൽ തന്നെ അങ്ങനെ നടത്തിക്കളയാം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നമ്മളും ചെറിയ ആളുകളല്ല എന്നും കൂടി ഒന്ന് പറഞ്ഞു വെക്കണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കോളേഴ്സിലേക്ക് പോവാം. അപ്പോൾ കോൾസ് ഓരോന്നായിട്ട് വന്നോട്ടെ. സോ ഹിയർ വി ഗോ. യാ, കോൾ വരട്ടെ. കോളില്ലേ? ആരുമില്ലേ? 10, 9, 8, 7, 6, 5, 4, 3. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും ആരെങ്കിലും. ഇന്നെന്താ ആർക്കും ഒരു ഉഷാറില്ലാത്ത? വിളിച്ചിട്ട് കിട്ടാത്തതാണോ? അങ്ങനെ വല്ലതും ഉണ്ടോ? ആ യെസ്. യാ. ഓ ഓക്കെ, കേൾക്കാവോ? കേക്കാം. പറയൂ, പേര് പറയൂ. ജോബി. ഹലോ. ആ, ഉറക്കെ പറയൂ. ജോബി. ആ, ഉറക്കെ പറയൂ. കേക്കുന്നില്ലേ? ആ, പറഞ്ഞോളൂ. നമ്മള് ഈ സ്കൂളുകളൊക്കെ മതരഹിതമാക്കുമ്പോഴില്ലേ, അവിടുത്തെ ഓണവും ക്രിസ്മസും പോലുള്ള ആഘോഷങ്ങളൊക്കെ നിർത്തേണ്ടി വരത്തില്ലേ? അതൊരു ഡീമെറിറ്റ് ആയിട്ട് തോന്നില്ലേ? ഇതിനകത്ത് എക്സെപ്ഷൻസ് നമുക്ക് വെക്കാം. ആഘോഷങ്ങൾ, മതപരമായിട്ടുള്ള ആഘോഷങ്ങൾക്ക് ഒരു മതേതര മുഖം കൊടുക്കാമല്ലോ. അതിനകത്തുള്ള മതേതരമായ ആഘോഷങ്ങൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കാമല്ലോ. നമ്മള് സുപ്രീം കോടതിയിലെ ഹിജാബിന്റെ വിധി കണ്ടപ്പോഴേ, ഹിജാബ് നിരോധിക്കുകയാണെങ്കിൽ പൊട്ട് നിരോധിക്കണം. അപ്പം ഒരു മതത്തിന്റെ ഒരു ഇത് നിരോധിക്കുമ്പോൾ മറ്റ് എല്ലാ മതചിഹ്നങ്ങളും നിരോധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നില്ലേ? അപ്പൊ ഈ ഒരു മതരഹിതമാകുമ്പോ എഡ്യൂക്കേഷൻ സെക്ടറൊക്കെ ഒരു മതരഹിതമാകുമ്പോ ആഘോഷങ്ങളും നിരോധിക്കേണ്ടി വരത്തില്ലേ? അതാ ഞാൻ പറഞ്ഞേ. ഇപ്പോൾ നമ്മളൊക്കെ പഠിച്ചിരുന്ന സ്കൂള് ഒരു ഇസ്ലാമിക് സ്കൂളായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്കൂളിൽ നമുക്ക് അവിടെ നമ്മൾ ആഘോഷിച്ചിരുന്നത് മെയിനായിട്ട് ഇപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കും, ക്രിസ്മസ് ഫ്രണ്ട്, ക്രിസ്മസ് ഗിഫ്റ്റ് പരിപാടി, അങ്ങനത്തെ ഉള്ള ചില പരിപാടികൾ. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ആഘോഷം എന്ന് പറയാം, ഇതൊരു കുഴക്കുന്നൊരു പ്രോബ്ലം ആണ് കേട്ടോ, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മത ആചാരത്തെയാണ് നമ്മൾ ലിമിറ്റ് ചെയ്യാൻ പറയുന്നത്. ആഘോഷങ്ങൾ ആചാരത്തിൻ്റെ ഭാഗമാണോ? ആചാരം. നിങ്ങൾ ക്രിസ്മസിന് എന്താണ് നിങ്ങളുടെ ആചാരം? നമ്മൾ കേക്ക് മുറിക്കുക. കേക്ക് മുറിക്കുന്നത് ആചാരമാണോ? അത് ആഘോഷമാണോ? ആഘോഷം. അത് ചെയ്തുകൂടെ? നിങ്ങൾ ആചാരത്തിന്റെ ഭാഗമായിട്ട് കുർബാനയ്ക്ക് കൂടുതലല്ലേ ചെയ്യല്? അപ്പോൾ കുർബാന നിങ്ങൾ സ്കൂളിലല്ലല്ലോ ചെയ്യുന്നത്, അത് പള്ളിയിലല്ലേ? അത് നിങ്ങൾ പള്ളിയിൽ ചെയ്യാം. കേക്ക് മുറി നിങ്ങൾ സ്കൂളിലായിക്കോ. പെരുന്നാളിന് നിങ്ങൾ പള്ളിയിൽ പോക്ക്, നിങ്ങൾ പള്ളിയിൽ പോവും. ഇവിടെ വന്നിട്ട് ബിരിയാണി വിളമ്പ്. എന്താ പ്രശ്നം? അല്ല, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നല്ല, അങ്ങനെ ഒരു ഡീമെറിറ്റ് അവിടെ ഉണ്ടാവും. അത് ഡീമെറിറ്റ് അല്ല. അവിടെ നമ്മളൊരു ഒരു ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ഏത് കാര്യത്തിലെയും നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എടുക്കുക, മതേതരമായ എലമെൻറ്റ്സ് നമ്മൾ എടുക്കുക, അത് പ്രോത്സാഹിപ്പിക്കുക, അതിലെല്ലാവർക്കും പങ്കെടുക്കാനുള്ളൊരു അവസരം കൊടുക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ചെയ്തുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സിംസാറുൽ ഹക്ക് ഹുദവിയെ പോലെയുള്ള ആളുകൾ വന്നിട്ട് ഓണം ഹറാമാണെന്ന് പറയുമ്പോൾ അത് വിലപ്പോവില്ല. സ്കൂളുകളിൽ അത് വില പോവാതെ വരും, അതാണ് ഉണ്ടാവുക. കോളേജുകളിൽ അത് വില പോവാതെ വരും. ഇപ്പോൾ അതല്ല അവസ്ഥ. ഇപ്പോൾ അത് കേട്ടിട്ട് സ്കൂളുകളിൽ അത് വിട്ടു നിൽക്കാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം അതുണ്ട്. കാരണം എന്താണ്? അത് നിങ്ങൾ വേണമെങ്കിൽ പങ്കെടുത്താൽ മതി എന്നുള്ളൊരു ലെവലിലേക്ക് വരികയാണ്. അപ്പോൾ ആഘോഷങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച് ഇന്ന പോലെയാണ് നമ്മൾ ആഘോഷിക്കുക എന്നുള്ളത് പറഞ്ഞ് അത് ആ സ്കൂളിന് ഫിക്സ് ചെയ്യാൻ കഴിയും. ഇന്ന പോലെയാണ് നമ്മൾ ആഘോഷിക്കുക, ഇന്ന പോലെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുക, അതിലെല്ലാവരും പങ്കെടുക്കണം എന്ന് നമുക്ക് പറയാൻ കഴിയും. അത് നമ്മൾ ചെയ്താൽ മതി. That's not a big complication. എനിക്ക് 3 ചോദ്യങ്ങളായിരുന്നുള്ളത്. ഒന്ന് ഇതായിരുന്നു. പെട്ടെന്ന് ചോദിക്കും. നിങ്ങൾ കുറച്ചുകൂടി ഉച്ചത്തിൽ പറയൂ കേട്ടോ. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ടെക്സ്റ്റ് ബുക്കുകളിലെല്ലാം മതപരമായ
ഇതുണ്ട് സ്റ്റോറീസും പാഠങ്ങളും എല്ലാം ഉണ്ട്. ഉം. ഇപ്പം ഹിന്ദി തന്നെ ടൂട്ടാ പഹിയ എന്ന് പറഞ്ഞൊരു പാഠമുണ്ട്. അഭിമന്യു ചക്രവ്യൂഹത്തിൽ പെടുന്ന ഒരു കഥയാണ്. ഉം. അപ്പം ഈ എഡ്യൂക്കേഷൻ സെക്ടർ വീണ്ടും ഉടച്ചു പറക്കണം. മന്ദിരഹിതമാണെന്ന് പറയുമ്പോ ഈ ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റണം. ഈ ഒരു സ്റ്റോറിയൊക്കെ എടുത്തു മാറ്റുമ്പോൾ യെസ്. കുട്ടികൾക്ക് മോറൽ വാല്യൂസ് എങ്ങനെ കിട്ടും? മോറൽ വാല്യൂ കൊടുക്കാൻ എന്തിനാ മതം? ഞാനപ്പോ ചോദിക്കുന്നത്, ഉം. ഇപ്പം എമ്പതി എന്ന് പറയുന്ന ഒരു വികാരം ഉം. അത് ഇൻബോണായിട്ട് കിട്ടത്തില്ലല്ലോ. നമ്മൾ കിട്ടുമല്ലോ. സൊസൈറ്റി, കൂട്ടുകാര് എല്ലാം വേണ്ടേ കൊടുക്കാൻ, പേരൻസ്. എമ്പതിയും ഇതുപോലുള്ള അനുകമ്പ എന്നൊക്കെ പറയുന്നത് മനുഷ്യന് അവന് ജന്മന നമ്മളെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ്. അതെ അതെ. ഉം. അപ്പം ഞാൻ പഠിക്കുമ്പോഴായാലും മോറൽ സയൻസ് എന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ അതില്ല. ഉം. അപ്പം ഇതേ കണക്കത്തുള്ള റിലീജിയസ് സ്റ്റോറിയിൽ നിന്നൊക്കെ നമുക്കത് കിട്ടുന്നുണ്ട്. ഉം. അതൊക്കെ അങ്ങോട്ട് മാറ്റി കഴിയുമ്പോ ഫുൾ മാത്രമല്ലല്ലോ. നിങ്ങൾ കുറച്ചുകൂടി ഒച്ചത്തിൽ പറയൂ കേട്ടോ, ആളുകൾക്ക് കേൾക്കുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ പഴയ ശബ്ദത്തിലാണ് പറയുന്നത്, ഉറക്കെ പറയൂ. നമ്മൾ ഈ സയന്റിഫിക് ടെമ്പറില്ലേ, സയന്റിഫിക് ടെമ്പർ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ പോരല്ലോ. എന്താ പിന്നെ കൊടുക്കണ്ടേ അവർക്ക്? അല്ല, അതും വേണം. അതെ, എന്താ പിന്നെ കൊടുക്കണ്ടേ? അവർക്ക് കുറച്ച് മോറൽ ആയിട്ടുള്ള വാല്യൂ. എന്താണ് മതത്തിലെ മോറൽ വാല്യൂ എന്താണ് പറയൂ. ഇപ്പൊ നമുക്ക് റിലീജിയസ് ആയിട്ടുള്ള സ്റ്റോറി പഠിക്കുന്ന വഴി അവർക്ക് കുറച്ച് മോറൽ വാല്യൂസ് കിട്ടത്തില്ലേ? ഏതാണ് പറയൂ, ഏത് മോറൽ വാല്യൂവിനാണ് നിങ്ങൾ മതം പഠിപ്പിക്കേണ്ടി വരുന്നത്? ഇപ്പൊ എമ്പതി എന്ന് പറയുന്ന ഒരു വാല്യൂ ഒരു പാഠം പഠിക്കുന്ന വഴി കിട്ടത്തില്ലേ? കിട്ടുമോ? കാഫിറിനെ കണ്ടെടുത്ത് വെച്ചാൽ വെട്ടിക്കൊല്ലണം എന്ന് പറയുന്നിടത്ത് അതിൽ നിന്ന് എന്താണ് മോറൽ വാല്യൂ? എമ്പതി എവിടെയാ? ഞാൻ സിലബസിലുള്ള ഒരു പാഠം വെച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത്, നമ്മൾ കപ്പലണ്ടി പെറുക്കി, നിങ്ങൾക്ക് കപ്പലണ്ടി തിന്നണമെങ്കിൽ നിങ്ങൾ 10 രൂപ കൊടുത്ത് കപ്പലണ്ടി കടയിൽ പോയിട്ട് കപ്പലണ്ടി വാങ്ങി തിന്നാം. ഈ മതം എന്ന് പറയുന്ന ആ ബീച്ചിൽ കറങ്ങി നടന്നിട്ട് ആ മണലിൽ നിന്ന് വീണ് കിടക്കുന്ന കപ്പലണ്ടി പെറുക്കി തിന്നേണ്ട ഗതികേട് നമുക്കില്ല. ഓക്കെ, എമ്പതി പഠിക്കാൻ വളരെ വേറെ ഒരുപാട് വഴികൾ വേറെ ഉണ്ട്, അത് നമ്മൾ ഉപയോഗിക്കാം. ഓക്കെ, മതമൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ടെക്നിക്സ് ആണ്, അതൊന്നും ഇന്ന് ആരും ഉപയോഗിക്കാറില്ല, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അടുത്ത പോയിന്റ് പറയൂ, ടപ്പേന്ന് ഒച്ചത്തിൽ പറയൂ. മറന്നുപോയി. ഓക്കെ, അപ്പോൾ അടുത്ത ആളിലേക്ക് പോവാണ്. താങ്ക്സ് ഫോർ കോളിംഗ്. ഹലോ പറയൂ. അതെ, പറയൂ, ഉറക്കെ പറയൂ, പെട്ടെന്ന് പറയൂ. എന്നാ പിന്നെ വിളിക്കൂ. ഓക്കെ. ഹലോ പറയൂ. പറയൂ. ഹലോ. പെട്ടെന്ന് പറയൂ. അതെ, ലൈവാണ്. എന്നാ പിന്നെ വിളിക്കൂ കേട്ടോ. ഹലോ. പറയൂ. പറയൂ, കേൾക്കാം. പറയൂ. കുറെ നേരം കണ്ടു, അപ്പൊ ആ സമയത്ത് ഞാൻ വിളിച്ചപ്പോ ഈ നമ്പറിന് കിട്ടിയില്ല. പറയൂ, വിഷയത്തെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് പറയൂ. വിഷയം എന്താണെന്ന് അറിയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, അത് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ അടുത്ത ആളേക്ക് പോവാണ്. ഹലോ. പറയൂ. അതെ, ഉറക്കെ പറയൂ, പെട്ടെന്ന് പറയൂ. പറയൂ. കേൾക്കുന്നില്ല, ഉറക്കെ പറയൂ.
അല്ല, ഇവിടുന്ന് എറണാകുളത്താണ് വിളിക്കുന്നത്. ആയിക്കോട്ടെ. ആ, വിഷയത്തിൽ എന്താ പറയാനുള്ളത്? ആക്ച്വലി വിഷയം എന്താണെന്നുള്ളത് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. ഞാനിപ്പോ നോക്കിയിട്ട് വരൂ കേട്ടോ. ഓക്കെ. ഹലോ. ആ ഓക്കെ, പറയൂ. അപ്പൊ ഞാൻ കണ്ടു ഇനി കുരിശ് യുദ്ധം ഇതാണോ? നിങ്ങൾ വിഷയം നോക്കിയിട്ട് വരൂ. നമ്മൾ 1 മണിക്കൂർ നേരം പറഞ്ഞ വിഷയം ഇനിയിപ്പോൾ നിങ്ങളോട് വീണ്ടും 1 മണിക്കൂർ പറയാൻ പറ്റുമോ? ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. സാറിന്റെ വീഡിയോ എല്ലാം കാണുന്ന ഒരാളാണ്. അതെ. ആ ഞാൻ ചോദിക്കുന്ന അതാണ്. ഹലോ. ഹലോ. കോളേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ് ഇപ്പോൾ, അത് കാരണം. ഹലോ. ആ, പറയൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ആ, ഇപ്പൊ നമ്മൾ സംസാരിച്ചത് നിങ്ങൾ എക്കോ വരുന്നുണ്ട്. ആ, ഞാൻ പറയുന്നത് നിർമ്മല കോളേജിന്റെ കുറിച്ചായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾ ശബ്ദം ഉറക്കെ പറയൂ കേട്ടോ. ഞാൻ ഉറക്കെയാണ് പറയുന്നത്. ഓക്കെ. ആ, പറയൂ. ഇപ്പൊ നിർമ്മല കോളേജിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആ, ഇതിപ്പോ എന്താ പ്രശ്നം? ഞാൻ പറയുന്നത് എനിക്ക് തന്നെ ആയിട്ട് വരുവാണ്. ഓ ഓ, അത് ശരി. അത് കാരണം എനിക്ക് ഡിസ്റ്റർബൻസ് ആണ്. എന്തായാലും ഞാൻ സംസാരിക്കുവാണ്. ഞാൻ കണ്ടിന്യൂ ചെയ്ത ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ആ, ഇപ്പോ നിർമ്മല കോളേജ് നമ്മള് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കണ്ടു. അതിനുശേഷം ഈ ആഴ്ച പൈങ്ങോട്ടൂര് കണ്ടു. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ആഴ്ചയിൽ അതിന്റെ മുമ്പിലത്തെ ആഴ്ചകളിലേക്ക് ഇന്നത്തേക്കാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അതിനു മുമ്പ് ഒരു വർഷവും ഈ കഴിഞ്ഞ വർഷവും അതിന് മുമ്പിലത്തെ വർഷവും ഒക്കെ നടന്നത് നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? അത് എല്ലാം എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യൻ സ്ഥാപനം, അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ളത്. എല്ലാം ഈ പറയുന്ന ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു. അതായത് കഴിഞ്ഞ വർഷവും അതിന് മുമ്പിലത്തെ വർഷവും ഒക്കെ ഉണ്ടായത് ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ആയിരുന്നു. ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഇപ്പൊ നിസ്കാരമായിട്ട് വന്നിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വേറൊരു കാര്യം കൂടി, ഇപ്പോ നമ്മളൊക്കെ എവിടെയെങ്കിലും പോയിട്ട് ഇപ്പോ കമന്റുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് കമന്റ് ഇട്ടണമെങ്കിൽ നമ്മുടെ അടിയിലോട്ട് ആദ്യമേ ഇവർ വരുന്നത്, നിങ്ങൾ UP-യിൽ കണ്ടില്ലേ, മണിപ്പൂർ എന്നാണ് കാണിക്കുന്നത്, ക്രിസ്ത്യാനികളെ അരിഞ്ഞു വീഴ്ച മറ്റത മറിച്ചാണ്. പക്ഷെ ഇവരോട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ പിന്നെ അവർ നമ്മളെ വേറെ രീതിയിലാണ് സംസാരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ ലോകത്ത് മൊത്തം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന കാര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ വിഷയമായിട്ട് കേരളത്തിൽ സംഭവിക്കുന്ന ഒന്നും ഇതെന്തുകൊണ്ടാണ് ഇത് സത്യം പറഞ്ഞാൽ ശാരീരികമായിട്ട് UP-യിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോ ശരിക്കും ഇപ്പൊ കേരളത്തിൽ സംഭവിക്കുന്നത് ശാരീരികമായിട്ടല്ലെങ്കിലും ഇത് മറ്റൊരു രീതിയിലുള്ള ഒരു ഉപദ്രവമല്ലേ? എനിക്ക് അറിയാൻ വേണ്ടി ചോദിച്ചു. ആരിഫ് ബ്രദറിന്റെ എല്ലാ വീഡിയോ ഞാൻ കാണാറുണ്ട്. അപ്പോ കുറിച്ച് ഇത് പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പോ ഇടുക്കിയിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഇടുക്കിയിലെ സംഭവമല്ല, ഈ ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ്. ഇപ്പോ കോൺഗ്രസ് പറഞ്ഞേക്കണ അടുത്ത പ്രാവശ്യം 7 ജില്ലകൾ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും, ഇത് നിങ്ങളുടെ ആവശ്യമില്ല. അപ്പൊ ഇതിനകത്ത് നിന്നൊക്കെ 7 ജില്ലകളിൽ ഞങ്ങള് ഭൂരിപക്ഷമായി, ഈ കോൺഗ്രസിന്റെ ആവശ്യം. ഇപ്പൊ ഇതൊക്കെ എത്തുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് ആൾക്കാർ വളർന്നു വരുന്നുണ്ട്. അപ്പൊ ഇതിലോട്ട് ഇപ്പൊ സംഘി എന്നുള്ള രീതിയിലോട്ട് ഇത് അധികം താമസിച്ച് ഏറ്റവും പെട്ടെന്ന് ഇവര് തന്നെ കൊണ്ട് എത്തിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. തീർച്ചയായിട്ടും. അതാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞതും. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യം. അതെ, അത് ഞാൻ കേട്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ പോയിന്റ്. ഇത് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന കാര്യമുള്ളൂ. പക്ഷേ നമ്മളുടെ ഇവിടുത്തെ വലിയ സാംസ്കാരിക ബുദ്ധിരാക്ഷസന്മാർക്ക് ഇത് മനസ്സിലാവുന്നില്ല. ഇതിൽ അവസാനം പഴി മുഴുവൻ കാസയ്ക്കും പഴി മുഴുവൻ സംഘിക്കും ആയി മാറും. അതാണ് ഉണ്ടാവുക. പക്ഷെ ഇതിപ്പോ ഒരു മനുഷ്യന് പോലും, അതായത് ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഞാൻ നമ്മുടെ KC വേണുഗോപാലിന്റെ പോസ്റ്റ് അന്ന് മഹല്ല് കമ്മിറ്റി അവിടെ പോയിട്ട് അഭിനന്ദിച്ചതിനെ വലിയ ഇതായിട്ടുണ്ട്. പുള്ളി ഭയങ്കര ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു അന്ന്. അതായത് നമ്മുടെ നിർമ്മല കോളേജ് വിഷയം നടന്നപ്പോ. പക്ഷെ ഈ വിഷയത്തിൽ ഇങ്ങോട്ട് നടന്ന സംഭവത്തിൽ പോലുമില്ല ഈ ഒരു വിഷയം. കമ്മിറ്റിക്ക് ഏറ്റവും കൂടുതൽ കാരണം അവിടെ ഈ മഹല്ല് കമ്മിറ്റി ചെന്നത് എന്തിനാണ്? നമ്മുടെ പിള്ളേർ തെറ്റില്ല. ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ പിള്ളേർ തെറ്റിയാൽ അവർക്കിതൊരു നടപടി ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടി അവർ ചെന്നേക്കാണ്. 100% ഉറപ്പാണ്. അതായത് അത് തെറ്റായ ഒരു കീഴ്വഴക്കമായി പോയി എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അത് ശരിയല്ല. അതെ, ഞാൻ ചർച്ച കണ്ടായിരുന്നു ബ്രോയുടെ. ഞാൻ ചർച്ച
ഓ ഓ ഓ ശ്രദ്ധിച്ചോ, പൂഞ്ഞാറിൽ ആ വിഷയം ഉണ്ടായപ്പോൾ ആ. പൂഞ്ഞാറിൽ എന്താണ് അവരുടെ പിള്ളേരെ സംരക്ഷിക്കാൻ ആവശ്യമുള്ളത്. അതെ. അന്ന് അത് അല്ലെങ്കിൽ ശരി, നിർമ്മല കോളേജിന്റെ അവിടെ അവർ സമ്മതിച്ചു, അതും തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല, ലക്ഷ്യം തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല, ലക്ഷ്യം ശരിയാണ്, മാർഗം തെറ്റായെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതെ അതെ ഓക്കെ. അപ്പോ ഇത് ഒരിക്കലും മീഡിയ പോലും തെറ്റാണെന്ന് സംഭവിക്കില്ല. കാരണം ഇതിപ്പോ ആർക്കും ഇത് ചെന്നെത്തിക്കാൻ പോണത് ഉറപ്പായിട്ടും വേറെ രീതിയിലുള്ള ഒരു ക്ലാസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെയുള്ള ആ ക്ലാസ്സിലോട്ടാണ് സംഭവിക്കാൻ പോണത്. വളരെ അപകടം പിടിച്ചാണ്. സംഖ്യകളെ പെരുകും, സംഖ്യകൾക്ക് കൂടുതൽ സന്തോഷവും ഉന്മേഷവുമാകും. അതായത് ഇടുക്കിയിലിപ്പോ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയില്ല ആര് ഉള്ളത്, അത് ഈ സംഭവം നിങ്ങൾക്ക് നോക്കി ഉറപ്പായിരിക്കും. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, പറയൂ. ഹലോ, അഗൈൻ രമേശ് പാലക്കാട്. ആ പറയൂ. ഇത് ഒരു വടിയാണ്, മിഞ്ഞാന്ന് വടിയിലാണ് നിർത്തിയത് നമ്മുടെ ഇറാഖ് വിഷയത്തില്. ഇത് നിങ്ങൾ അപ്പോഴേ പറഞ്ഞ പോലെ ഇത് കുഴപ്പം പിടിച്ച പരിപാടി തന്നെയാണ്. ഇത് അങ്ങനെ പെട്ടെന്നൊന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. ആകെ പറയാനുള്ള ഇപ്പൊ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉപരി ഞാനൊരു ബിസിനസ്മാനാണ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പോലും ഞങ്ങൾ എന്നുള്ള ഒരു സംഭവം ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഒരു മതം ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറ്റി സൈഡിലേക്ക് ആക്കിയെന്നല്ല, അത് മതം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ യമുവായ താങ്കൾ ചിലപ്പോ പറയായിരിക്കും, പക്ഷെ ആസ് എ നമ്മളത് പറയാൻ പാടില്ല. അപ്പൊ ഇവരൊന്നും ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഒരു ബിസിനസ് സ്ഥാപനം, ഒരു കട, ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ, മുസ്ലിംസിന്റെ സ്ഥാപനത്തിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ, അത് ഡെലിവറി ചെയ്യുന്ന അല്ലെങ്കിൽ ലോഡ് ചെയ്യുന്ന അവിടുത്തെ സ്റ്റാഫ്, ഡെലിവറി ചെയ്യുന്ന ആള് എല്ലാവരും മുസ്ലിംസ് ആയിരിക്കും. ആ ഒരു ചിന്താഗതി ഇവരൊന്ന് മാറ്റി വെച്ചാൽ മതി. ഇതേ ചിന്താഗതി ഒരു ഹിന്ദുവും ക്രിസ്ത്യനും എടുക്കുകയാണെങ്കിൽ, അതായത് ഹിന്ദുവിന്റെ കടയില് അവർക്ക് പണി കിട്ടും. അവർ ഇത് ചിന്തിക്കുന്നില്ല. ഇത് കേൾക്കുന്ന മുസ്ലിംസ് ഒന്ന് ദയവ് ചെയ്ത് കേൾക്കണം. ഞാനൊക്കെ എല്ലാ സ്ഥാപനങ്ങളിലും പോയി സാധനങ്ങൾ, കൺസ്ട്രക്ഷൻ ഫീൽഡാണ് എനിക്ക്. പല സ്ഥാപനങ്ങളിൽ പോയി നമ്മൾ നോക്കാതെ, ബോർഡ് നോക്കാതെ, ആള് നോക്കാതെ സാധനം വാങ്ങിക്കുന്ന വ്യക്തിയാണ്, ഒരു സംഖ്യയായിട്ട് കൂടെ. ഇനി അത് നോക്കും. അല്ല, നമ്മൾ നോക്കുന്നില്ല. നോക്കാൻ തീരുമാനിച്ചാൽ ഇവർക്ക് പണി കിട്ടും. അത് നമ്മൾ ചെയ്യാറില്ല. അത് ഈ ചെയ്യിക്കുകയാണ് ഇവര്. ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ ഹിന്ദു ആണ് മുസ്ലിംസിന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ ഇവരുടെ വരുമാനത്തിന്റെ ആളുകൾ, തീർച്ചയായിട്ടും. പക്ഷെ നമ്മളത് എടുക്കാത്ത എന്താ വെച്ചാൽ, നമ്മൾ ഇപ്പോഴും ഒരു മതേതര കാഴ്ചപ്പാടിൽ പോകുന്ന ആൾക്കാരാണ്. സംഘി എന്ന് പറഞ്ഞ ഉടനെ മുസ്ലിംസിനെ വിഴുങ്ങാനോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ വിഴുങ്ങാനോ നടക്കുന്ന ആൾക്കാരല്ല. എല്ലാവരും ഒരുമിച്ച് പോകണം എന്ന് പറഞ്ഞ ആൾക്കാരാണ്. പക്ഷെ ഇവരെന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അതിന്റെ കാരണമാണ് ഇപ്പൊ തൊട്ട് മുന്നേ വിളിച്ച ആളും താങ്കളും ഉന്നയിച്ച ചോദ്യം. അത് ഇവരെ നയിക്കുന്നത് ഈ വിക്ടിം കാർഡാണ്. ഓക്കെ, അല്ലാതെ ഒരു നല്ല നാളെ എന്ന് പറഞ്ഞിട്ടല്ല. അവരുടെ ലക്ഷ്യം ഇസ്ലാമിക ഭരണമാണ്. ഇസ്ലാമിക ഭരണത്തിൻ്റെ തടസ്സം ഹിന്ദു രാഷ്ട്രമാണ്. അപ്പോൾ ഹിന്ദു രാഷ്ട്രത്തെ തടയുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഈ വിശ്വാസികളെ, ഈ മുസ്ലിങ്ങളെ പറഞ്ഞ് പറ്റിക്കാൻ പോകുന്ന കാര്യം, അല്ലെങ്കിൽ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകും എന്ന് പറയുന്ന ഒരു നറേറ്റീവാണ്. അത് ആദ്യം എടുത്ത് കളയണം. അതാണ് നമ്മൾ പറയുന്നത്. ഈ നറേറ്റീവ് പറയും തോറും ഇവിടെ ഇപ്പുറത്തെ ഈ കൂട്ടം തീവ്രവാദികൾക്ക് ഫങ്ഷൻ ചെയ്യാനുള്ള ഒരു വേദി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ തരത്തിലുള്ള തീവ്രവാദം ഇവരെ, ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വഴിതെറ്റിക്കുന്നതിൽ വലിയ പങ്ക് ഇവിടുത്തെ മതേതര സമൂഹത്തിനുണ്ട്. അത് ഇതുപോലെ ഹിന്ദു രാഷ്ട്രമാകും എന്ന് പറഞ്ഞ് നടക്കുന്ന ആ പറച്ചില് തന്നെയാണ്. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചർ കിടക്കുന്നത്. അതെ, അതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഈ കോളേജിൽ വന്ന നിസ്കാരം മുറി വിഷയം 3 പേര് വിചാരിച്ചാൽ സംഭവം തീരാവുന്നേ ഉള്ളൂ. ഫസ്റ്റ് പിണറായി വിജയൻ, സെക്കൻഡ് വി ഡി സതീശൻ, 3 തങ്ങള്. 3 പേര് വിചാരിച്ചാൽ എന്താവും? സുരേന്ദ്രൻ അടക്കം സപ്പോർട്ട് ചെയ്യും. ഞാനൊരു BJP കാരനാണ്. ഞാൻ പറയുന്നത് കെ സുരേന്ദ്രനും ഇതിന് സപ്പോർട്ട് ചെയ്യും. അതാണ് വേണ്ടത് ഇപ്പൊ. പക്ഷെ ഇതിൽ ആദ്യം കെ സുരേന്ദ്രൻ പറയും, അതോടുകൂടി ബാക്കിയുള്ളവർക്ക് അതിന് എതിര് നിൽക്കും. അതാണ് ഉണ്ടാവാൻ പോണത്. അപ്പോൾ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കാണണം. സൊല്യൂഷൻ ഇത്രയേ ഉള്ളൂ, ഗവൺമെന്റ് ഇടപെടണം. അത് പിണറായി വിജയൻ ഇടപെടണം എന്നല്ല നമ്മൾ പറയുന്നത്, ഗവൺമെന്റ് ഇടപെടണം എന്നാണ് നമ്മൾ പറയുന്നത്. നിയമമുണ്ടല്ലോ ഇവിടെ, അതാണ് വേണ്ടത്.
അതല്ലാതെ നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് അപ്പോഴേ പറഞ്ഞ പോലെ കുരിശ് യുദ്ധത്തിലേക്ക് പോകും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതിൽ സംഭവിക്കാനുള്ള മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഈ കുട്ടികൾ കോടതി പോവും, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് ഞങ്ങൾക്ക് ഇത് അനുവദിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് കോടതി എടുത്ത് വാരിയിട്ട് അലക്കും. അതാണ് ഉണ്ടാവാൻ പോണേ. അത് വന്നാലും മതി. വാരിയിട്ട് അലക്കാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ കോടതി വരെ ചിലപ്പോൾ പല സ്ഥലങ്ങളിലും അത് കുറച്ച് ബോധം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ. അത് അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല. വിൽ സി, കാണാം. എനിക്ക് തോന്നുന്നില്ല. കേരളമാണ് ഇത് കേരളമാണ്, അതുകൊണ്ട് എന്തും സംഭവിക്കാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഹലോ ഹലോ, അവിടെ മ്യൂട്ട് ചെയ്യൂ കേട്ടോ. അവിടെ മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണേ. ഹലോ. ഹലോ, യെസ് പറയൂ. എനിക്ക് ഈ സബ്ജക്റ്റിൽ സംസാരിക്കാനുള്ളത്, ഞാൻ ഒരു എന്റെ മോളെ 1ാം ക്ലാസ് ചേർക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മെന്റൽ സ്ട്രെസ് അനുഭവിച്ചു. കാര്യം ഇതേപോലെ ഞാനൊരു ഫ്രീ തിങ്കർ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് നിബന്ധനകൾ ഉണ്ടായിരുന്നു. അതായത് ഈ ദൈവത്തിനെ കുറിച്ച് ഈ പ്രീച്ച് ചെയ്ത്, അതായത് ദൈവം വലിയവനാണ്, ആ ഒരു ചിന്താഗതി എന്റെ മോളുടെ തലയിലോട്ട് കൊണ്ടുവരുത്തത് എന്നൊരു ആഗ്രഹം എനിക്കുള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് അന്വേഷിച്ച് അങ്ങനെ ഒരു സ്കൂളുണ്ടെന്ന്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കിട്ടിയില്ല. കാര്യം ഇപ്പൊ ഏതൊക്കെ രീതിയിൽ ഇപ്പൊ നമ്മളിപ്പോ മോളുടെ ഇപ്പൊ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പോലും സ്കൂളിൽ ചേർക്കാനാണെങ്കിൽ പോലും നമ്മള് റിലീജിയൻ കാസ്റ്റ് നില്ലായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഞാനിപ്പോ ഒരു വിശ്വാസമല്ല, ആ ഒരു രീതിയിൽ പോകുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണ് ആക്ച്വലി. ഇപ്പം ഏത് മാനേജ്മെന്റ് ആയിക്കോട്ടെ, കുട്ടികൾ പഠിക്കുമ്പോ അവരറിയാതെ തന്നെ അവർ ഉള്ളിലോട്ട് കയറ്റിവിടുന്ന ഒരു സാധനമുണ്ട്. അപ്പം ഞാൻ മോളോട് പറയും, ഇപ്പൊ കഴിഞ്ഞ കുറെ കോൾസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു, അതായത് നമ്മൾ കുറെ എത്തിക്സിനെ കുറിച്ചും ഇതൊക്കെ മതം പഠിച്ചാലേ കിട്ടത്തുള്ളൂ എന്നൊക്കെ, മോറൽ വാല്യൂ. അപ്പൊ ഞാൻ എന്റെ മോളെ പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് മോളെ ഇത് ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമ്മള് സിമ്പിൾ ഒരു കാര്യം പറയാം, അതായത് ഒരു ചോക്ലേറ്റ് തൊലിച്ചിട്ട് ആ കവർ തറയെ കളയാൻ പാടില്ല. അത് ഞാൻ പറഞ്ഞു കൊടുക്കാം, മോളെ അത് പാടില്ല. അഥവാ വേറെ പുറത്ത് നിൽക്കണേ അതെടുത്ത് പോക്കറ്റിൽ ഇടുക, വേസ്റ്റ് ബോക്സ് ഉണ്ടെങ്കിൽ അത് ഇടുക, ഇല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് വേസ്റ്റ് ബോക്സ് ഇടുക. ആ മോറൽ വാല്യൂ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എനിക്ക് ഒരു മതം പഠിക്കേണ്ട ആവശ്യമില്ല. അതെ. അപ്പൊ ഞാൻ ഈ കാര്യം ഞാൻ ആക്ച്വലി ഒരു മെന്റൽ സ്ട്രെസ്സിലാണ് ശരിക്കും പോകുന്നത്. കാര്യം എനിക്ക് മോള് വന്ന് അവരും സ്ട്രെസ്ഡ് ആണ് ആക്ച്വലി. ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, മോളെ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അതായത് നമ്മൾ ഫ്രീ തിങ്കർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കുറെ കാര്യങ്ങൾ മോൾക്ക് പറഞ്ഞു കൊടുക്കും, മോളെ ഇങ്ങനെയാണ്. അപ്പൊ തിരിച്ചവള് മോള് സ്കൂളിൽ വിട്ട് വരുമ്പോ, അച്ഛാ ടീച്ചർ പറഞ്ഞു ദൈവം ഉണ്ടെങ്കിലേ ദൈവം പിണങ്ങും. 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് അങ്ങനെ മതം പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ ടീച്ചർമാർക്കാണെങ്കിൽ. ദൈവം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ മോക്ക് തോന്നുന്നു ഈ ടീച്ചറിന് ഒന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. അപ്പൊ അത് കേൾക്കുമ്പോ എനിക്ക് സമാധാനമുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു തലമുറ വളർന്നു വരാൻ എനിക്ക് ബേസ് കൊടുക്കാൻ പറ്റും. ഞാൻ ആരെയും വെറുക്കാനൊന്നും ഞാൻ പറയത്തില്ല. കാരണം എല്ലാവരും വളർന്നു വരാൻ സാഹചര്യത്തിലാണ് ഈ മതം എന്നുള്ള സംഭവം തലയിൽ കയറണം. എനിക്ക് എന്റെ മോള് വലുതായി വരുമ്പോഴും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ എനിക്ക് ഐ ആം വെരി ഹാപ്പി. അതിനുള്ള ഞാൻ ശ്രമിക്കും. എല്ലാരും സ്നേഹിക്കാൻ പഠിക്കുക, ആരെയും വെറുക്കരുത്. അത് മാക്സിമം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പോകും. പിന്നെ ഞാൻ എപ്പോഴും ഞാൻ എക്സ്റ്റൻസിന്റെ ഒരു പരിപാടി ഇത് വരുമ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഈ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ ഒരു എസെൻസിന്റെ ആ ഒരു വാല്യൂ അനുസരിച്ച് സ്കൂൾ സിസ്റ്റം പോയിരുന്നെങ്കിൽ അത് വലിയൊരു കാര്യമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. മാതാപിതാക്കൾ ഫ്രീ തിങ്കേഴ്സ് മാതാപിതാക്കൾ ടെൻഷൻ എടുത്തില്ല. കാര്യം ഞാൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് തുടങ്ങാന്നേ, നമ്മളെ മനസ്സിൽ അങ്ങനെയുള്ള ഒരു പദ്ധതിയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ വേണ്ടത് ഞാൻ പറയാണ് സാന്ദർഭികമായിട്ട്. ഇപ്പോൾ നമ്മളിവിടെ ഒരു ക്യാമ്പയിൻ നമ്മൾ തുടങ്ങി വെച്ചിരുന്നു വയനാട് ആളുകൾക്ക് വേണ്ടിയിട്ട്. അതിലേക്കൊരു 10 ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടി നമ്മളിവിടെ ഒരു പിരിവ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ്. അതിന് നമുക്ക് കിട്ടുന്ന ആ ഒരു NRC തുടങ്ങി വെച്ചാണ്. ഓക്കെ, ഇത്ര ദിവസമായിട്ടും നമുക്കതിൽ കിട്ടിയിരിക്കുന്നത് 73 പേരെയാണ്. അപ്പം നമ്മൾ കുറ്റം പറയല്ല. അപ്പം നമ്മളുടെ ആളുകളുടെ പ്രയോറിറ്റീസ് എന്താണെന്നുള്ളതാണ്. അവർ കുറേ ആളുകൾ അവർ ഇതിലേക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്, CMDRFലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ ഇത് കാണുന്ന ആളുകൾ അത് ചെയ്യുക,
അത് അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരണം. അപ്പോഴൊക്കെ തന്നെ ഇത് മുന്നോട്ട് പോവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡൊണേഷൻസ് അതിലേക്ക് ചെയ്യാം. യെസ്, താങ്ക് യു. അപ്പോൾ എന്തായാലും ഒരുപാട് ആളുകൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ടാവുന്ന ഒരു ചെറിയ തുക അതിൽ റൈസ് ചെയ്ത് അതിലേക്ക് എത്തിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരു വീട്, ഒരു കുടുംബത്തിന് ഒരു വീട് പണിയാന്നുള്ളതാണ്. നമുക്ക് ശ്രമിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. യെസ്. ഹലോ. യാ, പറയൂ. നമസ്കാരം. നമസ്കാരം. പേര് പറഞ്ഞോളൂ. ഇന്നലെ ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ലായിരുന്നു. പറയൂ, പേര് പറയൂ. എനിക്ക് കിട്ടിയതാണ്. എന്റെ പേര് നിധി എന്നാണ്. ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളത്? തമിഴ്നാട്ടിൽ നിന്നാണ്, കന്യാകുമാരി നിന്നാണ് സംസാരിക്കുന്നത്. ഓക്കെ. നിങ്ങളെ വീഡിയോസ് ഞാൻ ലാസ്റ്റ് 1 month ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളതെന്ന് പറയൂ. ഈ വിഷയത്തില് എനിക്ക് ക്ലിയർ ആയിട്ട് ഈ വിഷയത്തിൽ ഞാൻ കേട്ടില്ല. കേട്ടിട്ട് വരും. വിഷയത്തിൽ എനിക്ക് പറയാൻ കുറച്ചുണ്ട്. കേട്ടിട്ട് വരും. ഇതിപ്പോ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഹലോ. യെസ്, പറയൂ. ഇന്നത്തെ സബ്ജക്ട് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത്. മനസ്സിലായി. പറയൂ, എന്താ നിങ്ങളുടെ അഭിപ്രായം? സ്കൂളിൽ വേറെ സ്ഥലം വേണം, ഇതാണോ സംഭവം? അതെ. അതിനെ കുറിച്ച് പ്രത്യേക അഭിപ്രായമൊന്നുമില്ല. ഓക്കെ, എന്നാ പോയിട്ട് വരും. നമുക്ക് പിന്നീട് ചിന്തിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ അത് നമുക്ക് പിന്നീട് സംസാരിക്കാം കേട്ടോ. അപ്പൊ ഇതിനെ പറ്റി പറയട്ടെ. നമ്മൾ ഓൺ കോൾ, ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം കളയാനില്ല. അത് വേറെ ദിവസം നമുക്ക് പറയാം. ഓക്കെ. യെസ്, പറയൂ. ഹലോ. ഹലോ. യെസ്, ഹലോ. വിളിക്കുന്ന ആളുകൾ ദയവായിട്ട് ഇതൊന്ന് എന്താ പറയുക. ഹലോ. യാ, പറയൂ. പറഞ്ഞോ. ഞാനേ ആക്ച്വലി ഇതില് ഞാൻ മൂവാറ്റുപുഴ പഠിച്ചത്. ശരി. ഈ സ്കൂളിലാണോ? അല്ല, സ്കൂളിലല്ല, ഞാൻ ബിടെക്കിന് പഠിച്ച അവിടെയാണ്. അവിടെ നമ്മൾ ഇവിടെ തൃശ്ശൂരിനാ ബേസിക്കലി. അപ്പൊ നമുക്ക് ഇതിന്റെ തീഷ്ണത അറിഞ്ഞിരുന്നില്ല. അവിടെ ചെന്നപ്പോ ഞാൻ ഇതില് ഇപ്പൊ പൊട്ടിത്തെറിക്കുന്ന പറയുന്ന സാധനല്ലേ, ഇവറ്റങ്ങളൊക്കെ കണ്ടിരുന്നു. ഇപ്പോഴും നമ്മൾ ഏത് മതവിശ്വാസിയാ? എത്തിസ്റ്റ് ആണ്. 99%. ഒരു സമയം ഇടയ്ക്ക് ദൈവത്തിനെ വിളിക്കുക എപ്പോഴാന്ന് പറയാം, കള്ളത്തരം ചെയ്യുമ്പോൾ മാത്രം. ശരിക്കും പറഞ്ഞാൽ 100% വ്യത്യസ്ത. ഏത് മതത്തിൽ നിന്നാണ് വിട്ടത്? വിട്ടത് അത് ഞാൻ ഹിന്ദുവാണ്. ഇതില് പിന്നെ നിങ്ങൾ പറയുന്നതിൽ ഒരു കാര്യം എനിക്ക് ഇടയുള്ളത്, നിങ്ങളെ എന്താന്ന് വെച്ചാല് നിങ്ങള് മതം വിട്ടപ്പോ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിക്കാം, ഞാൻ ആക്ച്വലി 7ാം ക്ലാസ്സിൽ നിരീശ്വരവാദിയതാ. എന്താന്ന് വെച്ചാല് 7ാം ക്ലാസ്സിൽ ടീച്ചർ ചോദ്യം ചോദിച്ചു, ഭൂമി സൂര്യനാണോ ചുറ്റണ്, സൂര്യൻ ഭൂമിനെയാണോ ചുറ്റണ്? ഞാൻ എനിക്കൊന്ന് ഒരു ഡൗട്ടും ഇല്ലാണ്ട് പറഞ്ഞു സൂര്യൻ ഭൂമിനെ ചുറ്റണം. കാരണം ഞാൻ തലേസം ജയ് ഹനുമാൻ കണ്ടിട്ട് പോയതാ, 7 കുതിരയായിട്ട് ആള് ചുറ്റണ്. അപ്പൊ എനിക്ക് ഡൗട്ടിന്റെ ആവശ്യമില്ല. അപ്പൊ ടീച്ചർ എന്നെ നോക്കി, ഇതൊന്ന് തെറ്റാണ് പറഞ്ഞത് പറഞ്ഞു. അപ്പൊ എനിക്ക് ആകെ ഡൗട്ടായി, ഇതെന്താ സംഭവം, തലേദിവസം ഞാൻ കണ്ടിട്ടല്ലേ വന്നേ. പിന്നെ അവിടെ നിന്ന് തുടങ്ങി അപ്പൊ ഇതായി. അപ്പൊ പിന്നെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഒരു ദിവസം കയറാണ്ടിരുന്നു. അപ്പൊ അമ്മമ്മ ഒന്ന് അച്ഛനോട് പറഞ്ഞു, ഇവൻ അമ്പലത്തിൽ കയറില്ല, എന്താ ധൈര്യം ആലോചിക്കുന്നു. അപ്പൊ അന്ന് അച്ഛൻ പറഞ്ഞതാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത അമ്മയും രണ്ടാളും കൂടി ഒരുമിച്ച് പറഞ്ഞ, അവന്റെ വിശ്വാസങ്ങളുണ്ട്, അവനെങ്ങനെ ശരിയായ ദിശയിലേക്ക് നടക്കട്ടെ എന്ന്. പക്ഷെ നിങ്ങൾക്ക് ആ പ്രിവിലേജ് കിട്ടിയില്ല. ഇത് എത്ര മുസ്ലിം കുടുംബങ്ങളില് കൊടുക്കാൻ പറ്റും? അതാണ് അതാണല്ലോ ഇപ്പൊ ഇന്നലെ നമ്മളൊരു എന്താണ് ഡേഞ്ചർ കോയ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നില്ല, അതിൽ പറയുന്നുണ്ട് കഴുത്തുവെട്ടം എന്നാണ് പറയുന്നത്. യെസ്, ഞാൻ ഇന്നലെ അയാൾ പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്. ഇത് നമ്മൾ പറയുമ്പോൾ ആളുകൾ എക്സാജറേഷൻ ആയിട്ട് പറയും, ഇതാണ് വീടുകളിൽ നടക്കുന്നത്. നമ്മളൊക്കെ എത്ര ആളുകൾ വിളിക്കുന്നു, എത്ര ആളുകൾ ഇത് ഷെയർ ചെയ്യുന്ന എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള വീടുകളിൽ അവർ സൈലന്റ് ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ രീതിയിൽ മതം ആണ് വീടുകളിൽ അവർ ഫേസ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ നിസ്കാരത്തിന് ഈ സ്ഥലം ചോദിക്കുന്നത് പോലും. അതാണ് നമ്മൾ ഈ പറഞ്ഞു വെക്കുന്നത്.
ഇതില് ആ നിസ്കാരത്തിന് സ്ഥലം ചോദിക്കുന്നത്, ഇതില് നമുക്ക് ഈ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ പള്ളി വരെ കയറാൻ പറ്റില്ല എന്ന് കുറെ ഏതൊക്കെയോ ഇതില് എനിക്കറിയാം. പക്ഷെ ഇവരെന്താ അവിടെ ചോദിക്കാണ്ട് ഇവിടെ കാര്യമില്ല അത്. പിന്നത്തെ ഒരു കേസ്, ഇത് നന്നാവണമെങ്കിൽ, മുസ്ലിം മതം നന്നാവണമെങ്കിൽ മുസ്ലിം വീട്ടിലെ പെണ്ണുങ്ങൾ എന്നെ തല്ലുണ്ടാക്കണം. അവരെന്നെ ഫസ്റ്റ് ചോദ്യം ചോദിക്കണം, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം. ഞാൻ എന്തിനു തലമറയ്ക്കണം? ആദ്യത്തെ ചോദ്യം ചോദിക്കണം. ആദ്യം നമ്മള് ഗാന്ധി ഉപ്പ് സത്യാഗ്രഹത്തിൽ വന്ന് തുടങ്ങിയ പോലെ ചെയ്യണം. ഏറ്റവും ചെറുത് നമ്മൾ ഫസ്റ്റ് ചെയ്യണം. അതുപോലെ പിന്നെ ഒരു ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയി. ആക്ച്വലി ഞാൻ കോൾ കിട്ടുന്ന. താങ്ക്സ് ഡോക്ടർ. ഓക്കെ, താങ്ക്സ്. ബൈ. ഹലോ. ഹലോ. യെസ്, പറയൂ. പേരെന്താണ്? അനൂപ് തിരുവനന്തപുരം. പറഞ്ഞോളൂ, വിഷയത്തിൽ എന്താ പറയാനുള്ളത്? വിഷയത്തിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ സംസാരിക്കണം. അതിനാദ്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് സെക്ടറുകൾ ഒരുപാടുണ്ട്. അതിൽ ഒരുപാട് മേഖലകളിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് കമ്പനിയുണ്ട്, അറിയാവുന്നവരുണ്ട്, പോയിട്ടുമുണ്ട്. അവിടെ ഞാൻ ചെല്ലുമ്പോഴത്തേക്കും ഈ ക്രിസ്ത്യൻസിന്റെ കുറച്ച് വിഭാഗത്തിലുള്ള ആൾക്കാര്, പിന്നെ മുസ്ലിംസ്, ഹിന്ദുക്കൾ, എല്ലാവരും ഒരു കമ്മ്യൂണിറ്റിയായിട്ട് വർക്ക് ചെയ്യുന്നതിനോട് എനിക്ക് വളരെ താല്പര്യമുണ്ട്, വളരെ സന്തോഷമാണ്. അവർ എല്ലാ ഫംഗ്ഷനിലും നമുക്ക് പങ്കെടുക്കാം. പക്ഷെ നേരെ തിരിച്ച് കമ്പനികളിൽ വരുമ്പോഴത്തേക്കും ഇവർ ഇതിനകത്ത് വെച്ച് തന്നെ ഈ ഒരു ആചാരങ്ങൾ ചെയ്യുന്നുണ്ട്, ഈ ബിംബാരാധന. അതിനെ കുറിച്ചിട്ട് എനിക്ക് അത്ര വലിയ ഒരു നല്ല ഒരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, അതുപോലെ തന്നെയാണ് ഈ സ്കൂളുകളിൽ രാവിലെ ഈ വീട്ടിൽ നിന്ന് നമ്മൾ പിള്ളേരെ പറഞ്ഞു വിടുന്നത് പഠിക്കാൻ കരുതിയിട്ടാണ് പറഞ്ഞു വിടുന്നത്. അവിടെ പോയി ചെന്നിട്ട് മുട്ടപ്പായൽ പ്രാർത്ഥിക്കുക, മറ്റ് എല്ലാം, ഇപ്പൊ ഹിന്ദു മതത്തിലാണെന്ന് ചെയ്യുന്നത്, ക്രിസ്ത്യൻ മതത്തിലാണെന്ന് ചെയ്യുന്നത്, ഈ സെക്ടർ, ഈ പബ്ലിക്, ഇത് നമ്മുടെ പബ്ലിക് സെക്ടറാണ്. ഇത് എല്ലാവരുടെയും കാശ് എടുത്തിട്ട് അങ്ങോട്ട് റോൾ ചെയ്തിട്ടുണ്ട്. എല്ലാം റോളിങ് ആണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഇപ്പം 10 ക്രിസ്ത്യൻസ് വരുണ്ടെങ്കിൽ ഇപ്പൊ ഹലോ ഓക്കെ, സ്കൂളല്ലേ. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു പോം വഴി, നേരത്തെ ഒരാൾ സംസാരിക്കണ്ടായി, അതുപോലെ എന്തെങ്കിലും ഒരു പോം വഴി നമുക്ക് ഇത് ചെയ്തേ പറ്റുള്ളൂ. കാരണം നമ്മൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലാണ് ഇതിൽ മെയിൻ ആയിട്ട് നടക്കുന്നത്. പ്രൈവറ്റ് സെക്ടർ നമുക്ക് ഇവിടെ അതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം പ്രൈവറ്റ് ആണ്. വേണമെങ്കിൽ താല്പര്യമുള്ള ഇയാളെ വേണമെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും പ്രൈവറ്റ് അങ്ങനെയല്ല. ഞാൻ ഇവിടെ കൊല്ലത്ത്, ഞാൻ വൈഫിന് വയ്യാതെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ, കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുപോയി. ഡിസ്ട്രിക്റ്റിൽ ഒന്നാതെ തലപ്രാന്ത് പിടിച്ചിട്ട് കൊണ്ടുപോവേണം, എന്തെങ്കിലും ഇത് എത്രയും പെട്ടെന്ന് റെഡിയായി നോക്കിയപ്പം അവിടെ മൊത്തവും ഹിന്ദു പാട്ട്, ചെന്ന് കാര്യം തൊട്ടേ പാട്ട്. ഇത് കേൾക്കുമ്പോ ഇത്തിക്കൂടി ഭ്രാന്ത് പിടിക്കുകയാണ്. കാരണം അവൾ തീരെ വയ്യാതെ കിടന്ന് അവളെ ഇനി വിളിക്കാത്ത ദൈവങ്ങളൊന്നും കാണൂല. എനിക്കിതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ടാബ്ലറ്റ് കഴിച്ചാലേ അസുഖം മാറുള്ളൂ, സഡേഷൻ കൊടുത്താലേ നിനക്ക് സർജറി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അവിടെ ദൈവത്തിന്റെ അല്ലെങ്കിൽ ഒരു ചരടോ എന്തെങ്കിലും നമുക്ക് കിട്ടിയിട്ട്. നിങ്ങൾ വിശ്വാസിയാണോ? ഇല്ല, ഞാൻ മുമ്പായിരുന്നു. ഓക്കെ, ഇപ്പൊ മുമ്പായിരുന്നു. അത് ഇപ്പൊ വ്യത്യസ്തമാണ്. ഐ എം ബ്ലഡി എത്തിസ്റ്റ്. രവിചന്ദ്ര സാറിന്റെ ബ്ലഡി എത്തിസ്റ്റ്. നമുക്ക് ഇതിനോട് എന്തെങ്കിലും നമുക്കൊരു വരുന്നേ. ഇതിൽ ആദ്യം വേണ്ടത് ഈ നിയമങ്ങളിലെ മാറ്റങ്ങളാണ് ആദ്യം വരേണ്ടത്. അതാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ഗവൺമെന്റ്, നമ്മുടെ ഗവൺമെന്റ് തന്നെ എല്ലാരെയും വോട്ട് മേടിച്ചിട്ട് അവരവിടെ അധികാരത്തിലേറിയിട്ട് അതിലേക്കൊക്കെയാണ് ഇത് എത്താൻ പോകുന്നത്. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോംവഴി, അത് നമുക്ക് നല്ലൊരു ഫെയർ ആയിട്ടുള്ള കേസ് അല്ല എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, താങ്ക്സ് ഫോർ ഷെയറിംഗ്. ഓക്കെ. ഹലോ. പറയൂ. പറയൂ, ലൗഡായിട്ട് പറയൂ കേട്ടോ, ശബ്ദം കൂട്ടി. എക്കോ ഇല്ലല്ലോ? ശബ്ദം കുറച്ച് കൂട്ടിയാൽ മതി. ഓക്കെ, പറയൂ. അപ്പോ ഇപ്പൊ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്, പറഞ്ഞോളൂ, ഉറക്കെ പറഞ്ഞോളൂ. ഓക്കെ, അപ്പോ ഇതുപോലുള്ള കാര്യങ്ങളില് ഇത് കഴിഞ്ഞ തവണ നിർമ്മല കോളേജ് കഴിഞ്ഞു, അടുത്തത് ഈ സ്കൂളിലേക്ക് വന്നു. ഇനി ഇത് നിൽക്കാൻ പോകുന്നില്ല. ഇനി ഗവൺമെന്റ് സ്കൂളുകൾ, ഗവൺമെന്റ് കോളേജുകൾ എന്ന് പറഞ്ഞിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കും. ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞത് ആർക്കുമായി കുറെ തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിന് പരിഹാരം കണ്ടെത്തേണ്ട ആളുകൾക്ക് പേടിയാണ്.
അതെ, സർക്കാരിന് പേടിയാണ്, പ്രതിപക്ഷത്തിന് പേടിയാണ്, ഈവൻ സംഘികൾക്ക് പോലും പേടിയാണ്. പേടി മാത്രമാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം സമസ്ത ഇപ്പം ഇന്ന് അപ്പിയിടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ അപ്പിയിടുണ്ടാവില്ല. അത്രത്തോളം പേടിയാണ്. അത് വി.ഡി. സതീശനാണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങളിപ്പോ പുറത്തല്ലേ? ഇപ്പൊ സംഘികൾ വന്നിട്ട് അതേ പുറത്താണ്, വേറെയിലാണ്. അവിടെ എങ്ങനെയാണ് ഈ സ്കൂളുകളിലൊക്കെ? സ്കൂളുകളിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സെപ്പറേറ്റ് ആണ്. മിക്സഡ് സ്കൂളുകളുണ്ട്, ഇന്ത്യൻ സ്കൂളുകൾ. പിന്നെ ബഹ്റൈൻ ഒരു മുസ്ലിം ഈ നിയമത്തിൽ പോകുന്ന കൺട്രിയാണ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ വളരെ ലിബറൽ ആയിട്ട് കേരളം എങ്ങനെയാണോ അതേപോലെ പോകുന്ന ഒരു കൺട്രിയാണ്. ഫ്രീഡവും കാര്യങ്ങളൊക്കെ ഏറ്റുന്ന ഒരു കൺട്രിയാണ്. അങ്ങനെ വസ്ത്ര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ലാത്തൊരു കൺട്രിയാണ്. അങ്ങനെ നടക്കുന്നവർക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാം. അപ്പൊ അധികം വൈകാതെ അവിടെ ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാം. പൊട്ടിത്തെറി ബഹ്റൈനിൽ പ്രതീക്ഷിക്കാം എന്ന് കരുതുന്നില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിലായാലോ, കാരണം ബ്രിട്ടന്റെ യുദ്ധക്കപ്പലൊക്കെ വന്ന് ഹോൾഡായത് ബഹ്റൈനിലാണ്. പക്ഷെ ഇതൊന്നും പുറത്തോട്ട് ആരും പറയുകയില്ല. അല്ല, അങ്ങനെ പറഞ്ഞു നടന്നിരുന്ന ആളാണ് ഒമാൻ. അവിടെ വെടി പൊട്ടി കഴിഞ്ഞ മാസം. അടുത്തത് ബഹ്റൈനാണ്. ഇവിടെ ഭൂരിപക്ഷം ഷിയാക്കളാണ്. അപ്പൊ എന്തായാലും പൊട്ടും. ഓക്കെ, പൊട്ടൂല എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. പൊട്ടാൻ സാധ്യതയില്ല അവിടെ. അവിടെ ഒരു പൊട്ടിത്തെറി നടന്നതാണ്, അത് അടിച്ചവർത്തുകയും ചെയ്തതാണ്. എനിവേ, താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പൊ ഇത് കാണുന്ന ആളുകൾക്ക്, ഈ ചാനൽ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാത്ത മറ്റു മതസ്ഥരുണ്ട്. ഇങ്ങനെയാണ് ഇവർ ചിന്തിക്കുന്നത്, അല്ലെ ഇതിനൊരു പ്രതിരോധം തീർക്കണം അറിയാത്ത ആളുകളുണ്ട്. അപ്പൊ അവര് ഈ ചാനല് അല്ലെ ഇതുപോലുള്ള ചാനലുകൾ കണ്ടിട്ട് ഇതിനെപ്പറ്റി അറിയുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും. മറ്റ് അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പിന്നെ മുസ്ലിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒന്നും ചെയ്യാതെ വെറുതെ ഫ്രീ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഹിന്ദു എന്ന് പറഞ്ഞ, ഞാൻ ഒരു ഹിന്ദുവാണ്, ഹിന്ദു എന്ന് പറഞ്ഞ ഒരാളുകൾ ഒരു വിഭാഗം ഒരിക്കലും നമ്മൾ ഇങ്ങനെ പറയുന്നത് പോലെ ഭയങ്കര ഐക്യത്തോട് കൂടിയിട്ട് പോകാനൊന്നും പറ്റില്ല. ഇത് നമ്മുടെ നാട്ടില് ഒരു മതവും നമ്മളെ കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മതവും ഭൂരിപക്ഷമായിട്ട് കൂടുതലായിട്ട് നിൽക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സോഷ്യലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം തൊട്ടടുത്ത് കർണാടകയിൽ പോയി കഴിഞ്ഞാല് ജാതിയുടെ അടിസ്ഥാനമായിട്ട് തന്നെ പഴയതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. തമിഴ്നാട്ടിലും അങ്ങനെയാണല്ലോ. ജാതി മാറി കല്യാണം കഴിച്ചാൽ കൊല്ലുന്നു. തമിഴ്നാട്ടിലും അങ്ങനെയാണല്ലോ. ഹലോ, തമിഴ്നാട്ടിലും അങ്ങനെയാണ്. എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. മറ്റ് നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് പറയുക. അപ്പൊ ഇതിന് ചെയ്യാനുള്ളത് മുസ്ലിങ്ങൾക്ക് ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നും ചെയ്യാതെ പൈച്ചാറ് കഴിക്കുക, വെറുതെ ഇരിക്കുക, ഡു നത്തിങ് എന്ന് പറഞ്ഞ പോലെ ഒന്നും ചെയ്യാതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ ജാതിന്റെ പേര് പറഞ്ഞ് ഹിന്ദുക്കൾ തമ്മിൽ അടിച്ചു കഴിച്ചു. കാരണം പക്ഷെ മുസ്ലിങ്ങൾ ഈ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് ഭയങ്കര ഐക്യപ്പെടുകയാണ് ചെയ്യുന്നത് ഹിന്ദുക്കള്. കാരണം എവിടെയോ ഒരു തീവ്രവാദി ഭരിച്ച് ഇവിടെ ഇങ്ങനെ പ്രകടനം നടത്തി പോകുന്നതാണ് വരും അവരും ഐക്യപ്പെടുകയാണ്. ഇവിടെ ഹിന്ദുക്കൾ അയ്യോ ഹിന്ദു ഉടരണം എന്നൊരു കോമഡി ആയിട്ട് പറഞ്ഞ സ്ഥലത്തുണ്ട് ശരിക്കും ഹിന്ദുക്കളെ കേടുന്നൊക്കെ ഉണർന്ന് പല്ലൊക്കെ തേച്ച് തുടങ്ങിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹിന്ദു മാത്രമല്ല ക്രിസ്ത്യാനിയും ഉണർന്നു തുടങ്ങി. ക്രിസ്ത്യാനി ആ ഭാഗത്തേക്ക്, നമ്മള് മലബാറിലാണ്, കോഴിക്കോടാണ്. അപ്പൊ ഒരു താഴോട്ട് ഉണർന്നോട്ടെ. അതെ, ഓക്കെ, നമ്മൾ അടുത്ത ആളിലേക്ക് പോട്ടെ. പക്ഷെ പിന്നേക്ക് ഇനി ഇത് മുന്നോട്ട് പ്രശ്നമാണ് വരിക. അവരെ അടിക്കാൻ വരുന്ന സമയത്ത് അതെ, മനസ്സിലായി. പാമ്പിന് കൊടുത്തു പാല് കൊടുത്ത പോലെയാവും. ഓക്കെ, താങ്ക് യു. ഓക്കെ, വിളിക്കുന്ന ആളുകൾ വീഡിയോ കണ്ടിട്ട് വിഷയം മനസ്സിലാക്കിയിട്ട് വിളിക്കുക. വിഷയം നമ്മളെ കൊണ്ട് ആവർത്തിപ്പിക്കരുത് പ്ലീസ്. ഓക്കെ. ഹലോ, പറഞ്ഞോളൂ. പറയൂ. പേര് അമ്പത്തൂർ സിംഗം. എന്റെ ഒരു അനുഭവം പറയാൻ വേണ്ടിട്ടായിരുന്നേ. ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ നോമ്പ് സമയം ഉണ്ടാവുമല്ലോ, അപ്പൊ ഈ ഹോസ്റ്റലില് ഞങ്ങൾക്ക് ഭക്ഷണം രണ്ടാണ്. അതായത് അവരുടെ സമയത്തിനും കാര്യത്തിനനുസരിച്ച് വേറെ ഭക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ സമയത്തിനും കാര്യത്തിനനുസരിച്ചും വേറെ ഭക്ഷണം. അപ്പം നല്ല ഭക്ഷണമായിരിക്കും അവരുടെ. ഞാനിത് ഒരു സംശയം പോലെ ചോദിക്കുകയാണ്. നല്ല കിടിലം ഭക്ഷണമായിരിക്കും അവിടെ. അപ്പൊ ഞാൻ ഇത് കണ്ട് ഞങ്ങളെല്ലാവരും അവസാനം ഈ മെനുവിലേക്ക് മാറേണ്ടി വന്നു. ആരിഫ് ഖാന്റെ അഭിപ്രായം എന്താണ് ഇത്? അതായത് ഞങ്ങൾ ആ ഒരു ഇതിലേക്ക് വരാനുള്ള സാഹചര്യം ഒരുക്കി തരികയാണോ ചെയ്യുന്നത്? അത് എന്റെ ഒരു സംശയമാണ്. അത് നിങ്ങൾ ഏത് ഭക്ഷണം കഴിച്ചിരുന്നത്? ഞങ്ങൾ നോർമൽ ഭക്ഷണമായിരിക്കും. പക്ഷെ ഈ നോമ്പ് സമയത്ത് എന്തായാലും നല്ല ഭക്ഷണം കാണുമായിരിക്കുമല്ലോ.
അപ്പൊ ആ ഭക്ഷണം ആ മെനു ചേഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് ഈ മെനുവിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക്. അതെ, നിങ്ങൾ മെനു ചേഞ്ച് ചെയ്താൽ പോരെ, പൈസ കൂടുതൽ കൊടുത്താൽ മതി. മെനു ചേഞ്ച് ചെയ്താൽ പോരെ, അതിന് മതം ചേഞ്ച് ചെയ്യണം എന്തിനാ? മതം ചേഞ്ച് ചെയ്യുന്ന വെച്ചാൽ ഞാൻ എന്നിട്ട് ഒരു പ്രാവശ്യം അതിന് വേണ്ടിയിട്ട് നോമ്പ് എടുക്കുകയും ചെയ്തു. കാരണം പള്ളിയിലൊക്കെ പോയി, പള്ളിയിലൊന്നും പോയില്ല, നോമ്പ് എടുക്കുക, ആ ഒരു ഭക്ഷണ രീതിയിലേക്ക് മാറി. ശരി, എന്തായാലും ആത്മഹത്യാപരമായിരുന്നു ആ തീരുമാനം. കൊള്ളാം. പക്ഷെ നല്ല ഭക്ഷണം കിട്ടിയല്ലോ. ഭക്ഷണം കിട്ടും, അത് ഞാൻ പറയുന്നതാണ്. നിങ്ങൾക്ക് നല്ല ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ അതിനെവിടെ കുറവുള്ളത്? ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും നല്ല റെസ്റ്റോറൻറ്റ്സ് ഇല്ല, അവിടെ പോയിട്ട് കഴിച്ചാൽ പോരെ. അല്ല, ഹോസ്റ്റലിൽ ഞങ്ങളെ പോലുള്ളവർക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അതെ, അപ്പോൾ ഹോസ്റ്റലിലൊക്കെ ആകുമ്പോൾ നല്ല ഫുഡ് കിട്ടുന്ന ഹോസ്റ്റൽ നോക്കി പോകണം. ഓക്കെ ഓക്കെ, അത് വേണ്ട. ഓക്കെ, ഹലോ. ഹലോ, പറയൂ. സാർ, ഞാൻ കഴിഞ്ഞൊരു ലൈവിന് വിളിച്ചിരുന്നു. ഞാൻ വിളിച്ചു നോക്കുകയാണ് ചെയ്തത്. ഞാൻ വിളിക്കുന്നത് അറബ് കൺട്രി UAE നിന്നാണ്. അപ്പോ എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് നാട്ടിൽ നിൽക്കുമ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി പറയൂ, അല്പം ലൗഡായിട്ട് പറയൂ. ഓക്കെ, കേൾക്കാമോ? കേൾക്കാം, കുറച്ചുകൂടി ശബ്ദം കൂട്ടിയാൽ മതി. ഓക്കെ, ഞാനിവിടെ UAE വന്നതിന് ശേഷം നമുക്ക് അങ്ങനെ ആളുകളോട് യാതൊരു വേർതിരിവുകളോ കാര്യങ്ങളോ തോന്നിയിട്ടില്ല. നമ്മൾ അങ്ങനെ ആരോടും നമുക്കൊരു ഫീലിംഗ് ആരോടും അവര് വേറെ നമ്മൾ വേറെ തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷെ ശരിക്കും ഇവിടെ വന്നിട്ട്, ഇവിടെ ഞാൻ ഇതിനു മുൻപ് വർക്ക് ചെയ്ത കമ്പനിയിൽ നോമ്പുതുറയുടെ ടൈമിലാണെങ്കിലും നമുക്ക് ഈവനിങ് ഷിഫ്റ്റ് ആകുമ്പോൾ, ഞാൻ മെഡിക്കൽ പ്രൊഫഷനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളാണ് അവർക്ക് നോമ്പുതുറയ്ക്കുള്ള പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് പോയിട്ട് നമ്മൾ അവരുടെ കൂടെ കഴിക്കുന്നു, അവരുടെ കൂടെ ഷെയർ ചെയ്യുന്നു, എല്ലാം നമ്മൾ അവരുടെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കേരളത്തിൽ നിന്നുള്ള ആൾക്കാരല്ല, ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേഡി ഉണ്ട് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. ആളിങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മളിങ്ങനെ വേർതിരിവ് കണ്ടുകൊണ്ടിരിക്കും. ഞാൻ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നതാണ്. ഞങ്ങളാകെ 2 പേരുണ്ടായിരുന്നു ആ കമ്പനിയില്, ഞങ്ങളുടെ മതത്തില്. പിന്നീട് ഞാൻ ഇങ്ങനെ കേട്ടു, ഹിന്ദു മതത്തിൽ നിന്ന് ആ കമ്പനിയിലുള്ളവര് ആളുകളെ ഹയർ ചെയ്യാൻ തന്നെ വളരെ ഹെസിറ്റേറ്റഡ് ആണെന്ന് ഞാൻ കേട്ടു. ഹിന്ദു മതത്തിൽ നിന്ന്? ഹിന്ദു മതത്തിൽ നിന്ന്. അത് ക്രിസ്ത്യൻസിനെ എടുക്കും, മുസ്ലിംസിനെ എടുക്കും. അപ്പൊ കോവിഡ് വന്ന ഒരു ടൈമില് എന്റെ എക്സ്പീരിയൻസും പിന്നെ അവർക്ക് സ്റ്റാഫിന് അത്രയ്ക്ക് ആവശ്യമുള്ളത് കൊണ്ടും ആ ഒരു സ്റ്റാഫ് ഡിമാൻഡിങ്ങിന്റെ ടൈമിലാണ് എനിക്ക് അവിടെ ജോബ് കിട്ടുന്നത്. അപ്പൊ അവിടെ ചെന്നിട്ട് ഈ ലേഡി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ കാര്യത്തിലും നമ്മളെ ഇങ്ങനെ ഒരു മതത്തിന്റെ കാര്യം പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ പുഷ് ചെയ്യാണ്. അപ്പോ അവിടെയുള്ള ഫിലിപ്പിനോസ് ഉണ്ടാവുമല്ലോ, ഫിലിപ്പിനോസിനൊക്കെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യണം. നിങ്ങൾ നോമ്പെടുക്കൂ, നിങ്ങൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ അതാണ് ഗുണം, ഇതാണ് ഗുണം, നിങ്ങൾ ഇങ്ങനെ ചെറിയ സ്കേർട്ട് ഒന്നും ധരിക്കരുത്, മിനി സ്കേർട്ട് ധരിക്കരുത്, അത് നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ്. അതായത് ഞാൻ ഒരു ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഫ്രീ ടൈം കിട്ടുന്ന ടൈം ഫുള്ള് ഇതേക്കുറിച്ചാണ് ലെക്ചർ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നത് തൊട്ടാൽ പൊള്ളുന്ന ഒരു വിഷയമാണെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മൾ അത് എന്തെങ്കിലും പറഞ്ഞു. വിഷയത്തിലേക്ക് വരൂ കേട്ടോ, ഡ്രിഫ്റ്റ് ചെയ്ത് പോവാണ്. ടപ്പെന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ നോമ്പിന്റെ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവന്നവരുടെ നോമ്പ് തുറന്നു കഴിയുമ്പോഴും ഇവര് നമ്മളെ ഇവരുടെ വീട്ടിൽ നോമ്പ് തുറയും കാര്യങ്ങളും ഇവര് അറേഞ്ച് ചെയ്തു. ഓക്കെ, അതിൽ ഞങ്ങളെ രണ്ട് ഹിന്ദു ലേഡീസ് ആണ് ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നത്. ഈ ഞങ്ങളെ 2 പേരെ അവർ ഇൻവൈറ്റ് ചെയ്തില്ല, നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നില്ല. അപ്പൊ മറ്റുള്ളവർ ഇൻവൈറ്റ് ചെയ്തു എന്ന് അറിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചോദിക്കുമ്പോ എന്ത് പറ്റി ഞങ്ങളെ വിളിക്കാന്ന് ചോദിച്ചപ്പം ഉടനെ ഈ ലേഡി പറഞ്ഞത്, നിങ്ങൾ ഹിന്ദുക്കളല്ലേ, നിങ്ങൾ വരില്ലല്ലോ എന്ന്. സോ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, അത് നമ്മൾ വാങ്ങിക്കൊണ്ട് പോവാണ് ഫുഡ്, അവർ നമ്മുടെ കൂടെ കഴിക്കുന്നു എടുക്കുന്നു, അപ്പോഴൊന്നും നമ്മളെ അവർ വേറെ ഒന്നും പറയുന്നില്ല. പക്ഷെ അവരുടെ വീട്ടിലേക്ക് ഒരു നമുക്ക് പോകാനോ കഴിക്കാനോ ആഗ്രഹം ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെ അത്രയും സ്റ്റാഫുകളെ അവർ ഇൻക്ലൂഡ് ചെയ്യുമ്പോ ഈ ഒരു ടൈമിൽ പോലും അവർ നമ്മളെ ഒരു ഇൻക്ലൂസീവ് ആയിട്ട് കാണുന്നില്ല എന്നുള്ളത് ആക്ച്വലി ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇതുപോലെ ഒരുപാട് വിഷമങ്ങൾ ഇനിയുണ്ട് പങ്കുവെക്കാൻ തോന്നുന്നു അല്ലേ? നമുക്കൊരു ദിവസം വിശദമായിട്ട് പങ്കുവെക്കാം. ഇന്നെന്തായാലും അതിനുശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഈ ഒരു വേർതിരിവ് അങ്ങനെ ഒരു മതിൽക്കെട്ട് അവിടെ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളൊരു റിയാലിറ്റി ഞാൻ റിയലൈസ് ചെയ്തു. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി പോയി. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഓക്കെ, താങ്ക് യു. ഇത് പറഞ്ഞു വരുമ്പോൾ എല്ലാവർക്കും ഇതേപോലെ ഓരോന്ന് പറഞ്ഞു വരാനുണ്ട്. ഇതാണ് അവസ്ഥ. അപ്പോൾ വിഷയത്തിൽ ഒതുങ്ങി നിന്ന് സംസാരിക്കൂ, എന്നാലാണ് ഇത് വിജയിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ യന്ത്രം പരിപാടി നമ്മൾ വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, പറയൂ.
ഹലോ. ഓക്കെ ആരിഫ് ബ്രോ. ആ പറയൂ. ഇന്നത്തെ സബ്ജക്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, എന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാല് ഈ ഒരു കാര്യത്തിൽ മറ്റു മതത്തിലുള്ള യാതൊരുവിധ കുട്ടികളും ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. എന്നിട്ടും ഇവർക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണ് എന്റെ ഒരു ചോദ്യം. ഇവരെന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല? അതെന്താ വെച്ചാല് ഇവരുടെ ആ ചിന്ത അത് മുഴുവൻ റിവോൾവ് ചെയ്യുന്നത് മതത്തിലാണ്. അതുകൊണ്ട് സ്വയം ഒരു കാഴ്ചപ്പാട്, സ്വയം ഒരു ചിന്തപ്പാട് ഇവർക്കുണ്ടാകണ്ടേ? അതായത് ഇപ്പോൾ വിദ്യാഭ്യാസം പോലും വേണ്ടാന്ന് വെക്കും ഇതിൻ്റെ പേരിൽ. അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഉള്ളത്, ഇവരുടെ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മറ്റുള്ളവർക്ക് ഇവരൊരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നില്ല. മറ്റു മതത്തിലുള്ള ആളുകൾക്ക് അത് ഒരുക്കി കൊടുക്കുന്നില്ല എന്നല്ല, അതാരും ചോദിച്ചിട്ടില്ല. അതെ അതെ, അതുകൊണ്ടാണ് ചോദിച്ചു കഴിയുമ്പോൾ അറിയാം. ചോദിച്ചു കഴിയുമ്പോൾ അറിയാം. അത് മാത്രമല്ല, അവർ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ സ്ഥാപനത്തിൽ അവർ വന്ന് ഒരു ഇത് ചോദിച്ചാൽ നമ്മൾ കൊടുക്കില്ലല്ലോ എന്നവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നിടത്താണ് ഇവർക്ക് ഇങ്ങനെ ഒരു ആവശ്യം ഇവർ ഉന്നയിക്കുന്ന ഇവർക്ക് വേണമെന്ന് വാശി പിടിക്കുന്നത്. അതെ, ഇതൊക്കെയാണ് ഇതിലെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഓൾറെഡി ഇവിടെ വൺ സൈഡ് പരിപാടികളല്ലേ ഇതൊക്കെ? തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. ഓക്കെ, എന്നാ മറ്റു വേറെ കോളിലോട്ട് പോട്ടെ. ഞാൻ വീഡിയോസ് എല്ലാം കാണാറുണ്ട്, വളരെ ഇഷ്ടപ്പെടുന്നു. കാര്യങ്ങൾ നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതേപോലെ വളരെ ചുരുക്കി ആളുകൾ അഭിപ്രായം പറഞ്ഞു വെക്കുക, എന്നാലേ നമുക്കത് വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. നിങ്ങളുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വെള്ളിയാഴ്ച രാത്രിയുണ്ട്. വിഷയം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സംസാരിച്ചാൽ അത്രയും നല്ലത്. പറയൂ. ഹലോ. ഹലോ. യാ, കേൾക്കുന്നില്ല? പറയൂ, കേൾക്കാം. ഞാൻ ഈ ഇതിനെ പറയാം, നേരത്തെ ഞാൻ വിളിച്ചായിരുന്നു. പെട്ടെന്ന് പറയൂ. അതല്ല സാർ, ഒറ്റയടിക്ക് പെട്ടെന്ന് ഫോൺ കട്ട്. നമ്മളിത് ആളുകൾ വെയിറ്റിംഗ് ആണെന്നേ, നമുക്കിത് സംസാരിച്ച് കളയാൻ സമയമില്ല, അതുകൊണ്ടാണ്. നമുക്കും പറയണ്ട സാറേ ചില കാര്യങ്ങള്. നിങ്ങൾ വിഷയത്തിൽ പറയൂ. വിഷയത്തിൽ മീൻസ് വേറെ എന്താ പറയാ, നിസ്കാരത്തിന് വേറെ സ്ഥലത്തിന് ഈ സംഭവത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഷെയർ ചെയ്യൂ. 2 minutes. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒരു എന്താ പറയാ, അതിനെ കുറിച്ചൊന്നും പ്രത്യേക ഒരു അഭിപ്രായം ഇല്ല. എന്നാൽ നമുക്ക് ബാക്കി നമ്മളുടെ കുശലാന്വേഷണമൊക്കെ നമുക്ക് പിന്നീടാവാം. താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, യെസ്. നിങ്ങൾ ദയവായിട്ട് വിഷയത്തിൽ നിന്ന് സംസാരിക്കാനുള്ള ആളുകൾ മാത്രം വിളിക്കുക, ബാക്കിയുള്ള ആളുകൾക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, കോള് ഡിസ്കണക്ട് ചെയ്യുന്നതിൽ നിങ്ങൾ പരിഭവം വിചാരിച്ചിട്ട് കാര്യമില്ല, ബിക്കോസ് അതർവൈസ് ഇത് മുന്നോട്ട് പോകില്ല. പറയൂ. ഹലോ. യാ, എനിക്കിതിൽ ഈ ഒരു കാര്യത്തിൽ പറയാന്ന് വെച്ചാൽ, ഇതിപ്പോ ഇതിൽ നടക്കുന്നത് മാനേജ്മെന്റ് സ്ഥാപനങ്ങളെയും മതസ്ഥാപനങ്ങളും നടത്തുന്ന അല്ലെങ്കിൽ മതങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്കൂളുകളിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. നമ്മളിതിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുക തന്നെയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. കാരണം ഇത് ഇവരുടെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് വെക്കുമ്പോഴുള്ള ഇവർക്ക് തോന്നിവാസം ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നേരത്തെ വിളിച്ച ഒരാള് പറഞ്ഞ് ഒരു എത്തിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകൾക്ക് പറ്റിയ രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളത് അത് വളരെ നല്ലൊരു അഭിപ്രായമാണ്. അങ്ങനത്തെ ഒരു മൂവ്മെന്റ് നമ്മുടെ നാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതൊരു പരിധി വരെയുള്ള നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതായത് ഗവൺമെന്റ് സ്കൂളുകൾ, ഞാൻ ഗവൺമെന്റ് സ്കൂളുകളിൽ മാത്രം പഠിച്ച ഒരാളാണ്. ഞാൻ പഠിച്ചിരുന്ന സ്ഥലത്ത് എനിക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളെല്ലാവരും കണ്ടിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വെള്ളിയാഴ്ച ഒരു ദിവസം ഉച്ചയാകുമ്പോ പോകും. ചിലപ്പോ നമ്മളും കൂടെ പോകും, അവരുടെ കൂടെ പോകും. നമ്മൾ ഈ പാടത്തൊക്കെ കറങ്ങി ചൂണ്ടക്കിട്ട് അല്ലെങ്കിൽ മാവുമ്പോ കല്ലൊക്കെ എറിഞ്ഞ് ഇങ്ങോട്ട് പോരും. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇനി ഇത് നമ്മൾ ചർച്ചയാകുന്നതാണ് ഇനി കേൾക്കാനിരിക്കുന്നത്. ചർച്ചയാവും, പക്ഷെ അതിന് പ്രതിരോധിക്കാൻ മാർഗങ്ങൾ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നല്ല, അതിന് നമുക്കിവിടെ നിയമങ്ങൾ കൃത്യമായിട്ട് പറയാം. പക്ഷെ ഇവിടെ ഒരു പ്രൈവറ്റ് സ്ഥാപനമാകുമ്പോ അവിടെ നിയമങ്ങൾക്കും അവർക്ക് ഇപ്പൊ ഈ ന്യൂനപക്ഷമൊക്കെ ആകുമ്പോ അവർക്ക് അവരുടേതായ പ്രത്യേക നിയമങ്ങളും അവർക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആകുമ്പോ അവർക്ക് അവരുടെ എന്താ പറയാ അവരുടെ മതത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. അത് ആർക്കും ഇല്ലാണ്ടാവുമ്പോഴാണ്, അതായത് ഒരാൾക്കും അവകാശം അല്ല. ഇവിടെ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിർമ്മല കോളേജ് 10-70 വർഷമായിട്ട് നിന്നിട്ട് അവരുടെ ആ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവുന്നത്. അത് വേറെ ആരും ഇത്ര നാളും ഉന്നയിച്ചിട്ടില്ല. അത് വന്നിരിക്കുന്നത് ഇസ്ലാം മത വിശ്വാസികളുടെ ഭാഗത്തു നിന്നാണ്. ഇപ്പോൾ ഈ സ്കൂളിലെ വിഷയം വന്നിരിക്കുന്നത് ഇസ്ലാം മത വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ
ഇത് മറ്റു മതങ്ങളിൽ ഇല്ലേ അവർക്കും കൊടുക്കണ്ടേന്ന് പറയുമ്പോൾ പോലും അത് നമ്മൾ അവരെയും കൂടിയും ഇതിന് ചോദിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന പോലെയാണ് ആവുന്നത്. സത്യത്തിൽ അത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. നാളെ ഇതിന് ഈ പറഞ്ഞ പോലെ നാളെ ചോദ്യം. അതെ, അപ്പൊ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ അതെ നമ്മൾ പറയുന്നത് ഇതിൽ ഗവൺമെന്റ് ഇടപെട്ട് ഇത് മതേതര ഇടങ്ങളായിട്ട് ഇതിനെ നിലനിർത്തേണ്ട ബാധ്യത അത് അവിടെ ഊട്ടി ഉറപ്പിക്കുകയാണ് വേണ്ടത്. ഇത് ആദ്യം ചെയ്യേണ്ട ഗവൺമെന്റ് തന്നെയാണ്, അല്ലാതെ മാനേജ്മെന്റിന്റെ കയ്യിലേക്ക് കൊടുക്കാണ്ട് ആദ്യം ഗവൺമെന്റ് പറയണം. ഇത് പറ്റില്ല. ഇത് മാനേജ്മെന്റ് പോലും അല്ല, ഇത് സഭകളാണ് കയ്യിൽ എടുക്കുന്നത്. മഹല്ല് കമ്മിറ്റിയും സഭയും ഒക്കെയാണ് എടുക്കുന്നത്. അത് വളരെ തെറ്റായിട്ടുള്ള നിലപാടാണ്. പക്ഷെ ഈ വിഷയം അവരുടെ കയ്യിലല്ല. ഈ വിഷയം ഒരു പൊതു പ്രശ്നമാണ്. നമ്മുടെ ഗവൺമെന്റ് കൈകാര്യം ചെയ്തില്ല. കാരണം ഗവൺമെന്റ് ഇതിനകത്ത് പ്രശ്നമാണ്. ഗവൺമെന്റ് വോട്ട് വേണ്ടേ, എന്നാലും എല്ലായിടത്തോളം വീണ്ടും ഭരിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. ബൈ. യെസ്, പറയൂ. ഹലോ. യാ, പറഞ്ഞോളൂ. ഹലോ, ആരിഫ് ഹുസൈൻ. അതെ, പേര് പറയൂ. ഞാൻ രാജീവ് എന്നാണ്. എന്താണ് വിഷയത്തില് നിങ്ങളുടെ അഭിപ്രായം? അതായത് ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാനിത് ഇത് വളരെ ഇൻട്രസ്റ്റീവ് ആയിട്ട് നിങ്ങളുടെ അവതരണമൊക്കെ വളരെ നന്നായിരുന്നു. പിന്നെ ഇത് വളരെ പറഞ്ഞോളൂ, കേൾക്കാം. അതായത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കൂ, കോളിൽ ശ്രദ്ധിക്കൂ, വീഡിയോയിൽ ശ്രദ്ധിക്കല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഷുവർ, ഓക്കെ. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചങ്ങനാശ്ശേരിയിൽ എനിക്ക് എന്റെ പിള്ളേര് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ പഠിക്കുന്നതാണ്. അപ്പൊ ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്, മതം പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ മതപരമായ ക്ലാസ് ഒക്കെ ഉണ്ട് ഇടയ്ക്ക്, ആഴ്ചയിലൊരിക്കലൊക്കെ. ഇപ്പം അവിടെ മുസ്ലിം കുട്ടികളും ഒക്കെ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ അവർക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർക്ക് അതൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നാറുണ്ട് ഇത് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ മാനേജ്മെന്റും ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഇതിനൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും. തീർച്ചയായിട്ടും. ഇപ്പൊ ആരിഫ് ഹുസൈൻ പറഞ്ഞാണ് വളരെ കറക്റ്റ്. ഗവൺമെന്റ് ഇടപെട്ട് ഇതിനൊക്കെ ഒരു റെഗുലാരിറ്റി ഉണ്ടാക്കണം. അപ്പം ഇതിനൊക്കെ ഒരു അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇതുപോലുള്ള ഇഷ്യൂസ് പല സ്ഥലത്തുനിന്ന് വീണ്ടും വീണ്ടും ഉണ്ടാവും. അപ്പൊ പിന്നെ ഇഷ്യൂ സോൾവ് ചെയ്യാനുള്ള ഒരു ഏറ്റവും നല്ല മെത്തേഡാണ് ഗവൺമെന്റ് ഇടപെട്ട് ഇതിനൊരു യൂണിഫോം ആയിട്ടുള്ള ചില സജഷൻസ് കൊണ്ടുവരിക. അത് എല്ലായിടത്തും ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഇതാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അത് നല്ല ഒരു റീഇൻഫോഴ്സിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. താങ്ക് യു. ഓക്കെ, ബൈ. യെസ്, പറയൂ. ഹലോ. യാ, പറഞ്ഞോളൂ. ഇതില് എന്റെ ഒരു അഭിപ്രായം ആരിഫായി, ഇത് നിസ്കരിക്കാനുള്ള സ്ഥലം മാത്രമല്ല കൊടുക്കേണ്ടത്, കുറച്ചും കൂടി കഴിയുമ്പോൾ അവർക്ക് അവിടെ ശവം അടക്കേണ്ട സ്ഥലം കൂടി കൊടുക്കണം എന്ന് അവർ പറയും. ഭാവിയിലേക്ക് ഇതാണ് പോകുന്നത്. കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഇതാണ്. ഈ CPM എന്ന് പറഞ്ഞൊരു പാർട്ടി ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ ന്യൂനപക്ഷ പീഡനം കൊണ്ട് സംഭവിക്കുന്നത് നമ്മുടെ കേരളം ഭീകര അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇത് ഇന്ന് തിരിച്ചറിയില്ല. വരും കാലഘട്ടങ്ങളും നമ്മുടെ അടുത്ത തലമുറക്ക് ഇത് പക്ക ക്ലിയർ ആണ്. അടുത്തൊരു അഫ്ഗാനിസ്ഥാനോ താലിബാനോ ഈ പറഞ്ഞ പാലസ്തീൻ ഇതൊക്കെയായി മാറാൻ പോവാണ് കേരളം. നിങ്ങളെ ഭയമാണ്. ഇതാണ് തീർച്ചയായിട്ടും. ഭയം എന്നല്ല, ഇത് ഭയന്നല്ല. ഇനിയിപ്പോ ഇന്ന് നിസ്കരിക്കാൻ പറഞ്ഞ നാളെ ഇപ്പം ശരി ഈ പറഞ്ഞ ഹിന്ദുക്കളും ഈ പറഞ്ഞ ക്രിസ്ത്യൻസും ഈ പറഞ്ഞ എല്ലാവരും ഇത് വന്ന് അവിടെ അമ്പലങ്ങ് പണി, ഇവർക്ക് 365 ഹിന്ദുക്കൾക്ക് മണി കൂട്ടി കൊടുക്കണം, ഇവർക്ക് പഠിക്കാൻ പറ്റുമോ? അവിടെയാണ് കേട്ടോ ഇതിന്റെ വിഷയം വരുന്നത്. എവിടെയാണ് ഇതിന്റെ വിഷയം വരുന്നത്? അതായത് നിർമ്മല കോളേജ് 70 വർഷമായിട്ട് ഇവിടെ ആരും ഇത് ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്ലാം മത വിഭാഗമാണ്. ഈ സ്കൂളിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുസ്ലിങ്ങളാണ്. ലോകമെമ്പാടും ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളല്ല, ക്രിസ്ത്യാനികളല്ല, ജൂതന്മാരല്ല, വേറെ ആരുമല്ല. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ മതേതര മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ആളുകളും മതേതര മൂല്യം ഉയർത്തിപ്പിടിക്കാത്ത ആളുകളും എന്ന വേർതിരിവാണ് നമ്മളിവിടെ കൊണ്ടുവരേണ്ടത്. അതിന് പകരം ഹിന്ദുക്കൾ കൊണ്ടുവരും, ക്രിസ്ത്യാനികൾ കൊണ്ടുവരും എന്ന് പറയുന്ന ആർഗ്യുമെന്റ് ഇവിടെ വെക്കുമ്പോൾ അത് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് വഴിതെറ്റി പോവുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഒരിക്കലും തീർച്ചയായിട്ടും ആരിഫായി പറഞ്ഞത് 100% കറക്റ്റ് ആണ്. ഒരിക്കലും ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഇത് കൊണ്ടുവരണമെന്നല്ല പറഞ്ഞത്. ഇതൊരു അജണ്ടയാണ് ആരിഫായി. ഇത് ഈ സമുദായത്തിന്റെ അജണ്ടയാണ്. ഇത് അവർക്ക് പ്രാർത്ഥിക്കാൻ ഒരു മുറിക്ക് വേണ്ടിയുള്ള ഒരു അജണ്ടയല്ല ഇത്. ഈ അജണ്ട എന്ന് പറയുമ്പോഴേ അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പോയി പ്രിൻസിപ്പാളിനെ കണ്ട് ആവശ്യപ്പെട്ട വ്യക്തിയാണ് ഞാൻ. അപ്പം എൻ്റെ മനസ്സിലുള്ള അജണ്ട എന്താണ്?
എൻ്റെ മനസ്സിലുള്ള അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസം എനിക്ക് പ്രകടിപ്പിക്കാനുള്ളൊരു അവസരം, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഘട്ടത്തിൽ നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു മൂല്യമുണ്ട്. ആ മൂല്യം എന്ന് പറയുന്നത് ഈ സ്ഥലം ഇതിനുള്ളതല്ല, ഇത് ഒരു മതേതര ഇടമാണ് എന്നുള്ളൊരു ബോധം എനിക്കില്ലായിരുന്നെന്ന്. ആ ബോധം അന്ന് എനിക്ക് എൻ്റെ പ്രിൻസിപ്പാളും തന്നില്ല. അന്ന് പുള്ളിയും പറഞ്ഞത് നിങ്ങൾക്കിപ്പോൾ സ്ഥലം തന്നാൽ ക്രിസ്ത്യാനികൾ വന്ന് ചോദിക്കും, ഹിന്ദുക്കൾ വന്ന് ചോദിക്കും, ഇത് പറഞ്ഞാണ് എന്നെ തിരിച്ചയക്കുന്നത്. മനസ്സിലാക്കി തന്നില്ല. യെസ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇപ്പം ഇതിനകത്ത് ഇതുപോലെ വിമർശിക്കപ്പെടുന്ന ഇസ്ലാം മത വിശ്വാസികൾ, മുസ്ലിങ്ങൾ, അവർക്ക് ഈ പ്രശ്നം എന്താണെന്ന് പിടികിട്ടില്ല. അവരിപ്പോഴും അത് വിശ്വാസത്തിൻ്റെ പ്രശ്നമായിട്ട് എടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൽ ചർച്ച ചെയ്യേണ്ടത് ഈ മതേതര ഇടത്തെ മതവൽക്കരിക്കുന്നതിനെതിരെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ആൾക്കാർക്ക് ബോധം വരുന്നതായിരിക്കും. അടുത്ത ആളിലേക്ക് നമുക്ക് പോവാം. അതായിരിക്കും. അതെ, ഓക്കെ, താങ്ക് യു. ശരി, ബൈ. കേൾക്കാവോ? പറയൂ. ഓക്കെ, എന്റെ പേര് രണ്ണെന്നാണ്. അപ്പോൾ ഈ വിഷയത്തില് ഇത് അത്ര നിഷ്കളങ്കമാണ് തോന്നുന്നില്ല. ആ പള്ളിമുറ്റത്തുണ്ടായ ഒരു ഇഷ്യൂ അറിയാലോ. അന്ന് നമ്മളതിനെ ഒരു കുട്ടികളുടെ ഒരു അറിവില്ലായ്മ എന്ന് വിചാരിച്ചു. പക്ഷെ ഇതിന്റെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും പിന്നെ ഇതേ വിഷയത്തില് പണ്ഡിതരായെന്ന് പറയുന്ന ആൾക്കാരുടെ പ്രസംഗവും ശ്രദ്ധിച്ചാലും ഇത് നിഷ്കളങ്കമല്ല. ഇത് വെൽ പ്ലാൻഡ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറയുന്നതല്ല. പക്ഷെ ഇത് ഒട്ടും നിഷ്കളങ്കമാണെന്ന് തോന്നുന്നില്ല ഈ ഇഷ്യൂസ്. അതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, യെസ്. ഇപ്പം എന്തായാലും ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഇത് നിഷ്കളങ്കമാണ് എന്ന് തോന്നുന്നില്ല എന്ന് പറയെങ്കിലും ഞാൻ പറയുന്നത് ഇത് ഇൻറ്റൻഷനൽ അല്ല. അത് തന്നെയാണ് ഞാൻ പറയാം. ഇൻറ്റൻഷനൽ ആണ് എന്ന് പറയുന്ന കൂട്ടരാണ് ഇവിടെയുള്ള കാസയാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾ. ഞാൻ പറയുന്നത്, ഞാനൊരു എക്സ് മുസ്ലിം എന്നുള്ള നിലയ്ക്ക് പറയുന്നത് ഇത് ഇൻറ്റൻഷനൽ അല്ല. ഇത് ഇസ്ലാം മത വിശ്വാസികൾ, അവർക്ക് ഈ ജനാധിപത്യം, മതേതരത്വം എന്ന് പറയുന്ന സാധനം പുല്ലുവിലയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം മതം പഠിപ്പിക്കുന്ന സാധനം ഇതിനൊക്കെ വിരുദ്ധമാണ്. അതങ്ങനെ പറഞ്ഞുമല്ല പഠിപ്പിക്കുന്നത്. അതാ രസം. ഇപ്പോൾ നമ്മൾ കാണുന്നു, ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുന്നു ജനാധിപത്യം വേണമെന്ന്. ഇന്ത്യക്ക് വെളിയിൽ പോയാൽ പറയും ജനാധിപത്യം ക്യാൻസറാണെന്ന്. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണത്. അപ്പോൾ ഈ ഒരു ചിന്താരീതി, ഈ ഒരു അധ്യാപന രീതി അതോടുണ്ട്. അപ്പോൾ ഈ സാധനത്തെ അട്ടിമറിക്കണം എന്നുള്ളതല്ല, ഈ മൂല്യബോധം നമുക്ക് തരുന്ന ഒരു കാര്യമുണ്ട്, ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതൊരു റോങ് അണ്ടർസ്റ്റാൻഡിങ് ആയതുകൊണ്ട് തന്നെ ഇതിനെ വില കൽപ്പിക്കണമെന്നുള്ളൊരു സംഗതിയില്ല. നമ്മളെന്തിനാണ് ഇതിനൊക്കെ പോണേ? നമ്മളിപ്പോൾ ഒരു ട്രാഫിക് നിയമം അനുസരിക്കുന്ന കാര്യം പോലും നിങ്ങളെടുക്കുക, അതിനെ പോലും വയലേറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് കാര്യം? കാരണം അപകടം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാഫിക് റൂൾ വയലേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടില്ല, പടച്ചോൻ വിചാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഇടില്ല, പകരം ബിസ്മിയൊക്കെ ചെല്ലിയിട്ട് വണ്ടി ഓടിക്കും. ഇതാണ് ഉണ്ടാവുക. എന്താ കാര്യം? പടച്ചോൻ നോക്കിക്കോളും, തവക്കൽത്തു അലല്ലാ, ഇതാണ് പറയുക. ഇത് വിശ്വാസം കൂടി, വിശ്വാസം നമ്മളെ നയിക്കുമ്പോൾ പ്രാക്ടിക്കലി നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണിത്. ഈ പ്രശ്നം പൊതുസമൂഹത്തിൽ ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് മാറുന്നു, ഒരു സോഷ്യൽ മെനസായിട്ട് മാറുന്നു. അപ്പോൾ നമ്മളത് ചർച്ച ചെയ്യുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ പൊട്ടിത്തെറിക്കാൻ പോകുന്ന ആളുകൾ അവരുടെ അജണ്ടയൊന്നുമല്ല. അവരെന്തിനാണ് ഇറങ്ങിത്തിരിക്കുന്നത്? അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജിഹാദ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ആ ജിഹാദി നീക്കത്തിൽ അവർ പോയി പൊട്ടിത്തെറിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു കർമ്മം ചെയ്തു. പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടായി. അപ്പോഴാണല്ലോ നമ്മളതിനെ ടെററിസം എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെയാണ് ഓരോ വിഷയം. ഈ നിസ്കരിക്കാൻ വേണ്ടി കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു അറിവുകേട് പോലെ ആണെങ്കിലും പക്ഷെ ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പ്രസംഗങ്ങൾ കേൾക്കാനുണ്ട്. അതെ, ആ പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസപരമാണ്, അത് അജണ്ടപരമല്ല. അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ആളുകൾക്ക്, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഈ വിശ്വാസത്തിലെ പ്രശ്നമാണ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. അതിനെന്താ വേണ്ടത്? രണ്ട് കാര്യമാണ്. ഒന്ന്, ഇവിടെ ബ്ലാസ്ഫമി നിയമങ്ങളെടുത്ത് ഒഴിവാക്കിയിട്ട് മതവിമർശനം വ്യാപകമാക്കുക, എല്ലാ മതങ്ങളെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഈ മതേതര ഇടങ്ങളെ മതേതര ഇടമായിട്ട് നിലനിർത്താനുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ആദ്യം ഇടിച്ചു കയറാൻ പോകുന്നത് ഈ ഒട്ടകം തന്നെയായിരിക്കും, ഒരു സംശയം വേണ്ട. ഓക്കെ. പക്ഷെ മറ്റ് ഹിന്ദുക്കളുടെ പേരിലുള്ള ഒരു സ്കൂളുകളിലും ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നില്ല. അതും നമ്മൾ ഈ വിഷയത്തിൽ ഹിന്ദുക്കൾ അമ്പലം ചോദിക്കും, ക്രിസ്ത്യാനികൾ ചാപ്പൽ ചോദിക്കുമെന്ന് ചോദ്യം പോലും ഞാൻ ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നാളും അവർ ഒരു തവണ പോലും ചോദിച്ചിട്ടില്ല.
അപ്പോൾ പിന്നെ അവർ ചോദിക്കും എന്ന് പറയുന്നത് അത് ശരിയല്ല. അത് നമ്മൾ മാനേജ്മെന്റില് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നില്ല. ഒരുപക്ഷെ അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടായിരിക്കും നടക്കുന്നില്ല. ഇറ്റ്സ് ഹാപ്പനിങ് വിത്ത് ക്രിസ്ത്യൻസ്. ഇതിപ്പോ സംഭവിക്കാൻ കാരണം ആ പ്രദേശങ്ങളിലുള്ള മുസ്ലിം ഡോമിനേഷൻ ഉള്ളതുകൊണ്ടാണ്, പോപ്പുലേഷൻ വൈസ്. അത് പറയുമ്പോഴും കേൾക്കുമ്പോഴും കുത്തിരിപ്പായിട്ട് തോന്നുന്നത് റിയാലിറ്റി ആയതുകൊണ്ട് ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഒരു മോശം ഇന്റൻഷനോട് പറഞ്ഞല്ല. താങ്ക് യു. ഓക്കെ, ബൈ. അപ്പോൾ ഇത് നമ്മളുടെ അവസാനത്തെ കോളറായിരുന്നു. സോ നമ്മൾ ഒരുപാട് നീണ്ടുപോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. സോ നമ്മളത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കോൾ നമുക്കിനി അടുത്ത വിഷയത്തിൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും നിങ്ങളിലേക്ക് നമുക്ക് വരാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും വളരെ മികച്ച രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ നമ്മൾ ഫേസ് ചെയ്തൊരു പ്രശ്നം അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു വെക്കുകയാണ്. ഈ വീഡിയോ രണ്ടാമത് കാണുന്ന സമയത്തും ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിപ്പാണ്. ഫോൺ ഞാൻ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. അത് ഇന്ന് വേറെ ചില തിരക്കുള്ളതുകൊണ്ട് ഈ ഫോൺ എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഈ അനൗൺസ് ചെയ്യുന്ന സമയത്ത് മാത്രം അത് നിങ്ങൾ വിളിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാത്ത സമയത്ത് വിളിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഇങ്ങനെ 24 മണിക്കൂർ തന്നെ സംസാരിക്കലല്ലോ നമ്മുടെ പണി. നമുക്ക് വേറെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, ജോലി എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് മാത്രം നിങ്ങൾ വിളിക്കുക, അതാണ് അതിലെ സമയം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അതുകൂടാതെ വിളിക്കുന്ന ആളുകൾ വിഷയം ഒന്ന് മനസ്സിലാക്കിയിട്ട് വിളിക്കുക. നമ്മൾ പറഞ്ഞ വിഷയം എന്താ വിഷയമെന്ന് ചോദിച്ചിട്ട് 1 മണിക്കൂർ പറഞ്ഞ കാര്യം വീണ്ടും പറയിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു പാതകമാണ്. ബാക്കിയുള്ള ആളുകളുടെ സമയത്തിന് നിങ്ങൾ അല്പം വാല്യൂ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സമയത്തിന് കൊടുത്തില്ലെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമുക്ക് മറ്റൊരു വിഷയത്തിൽ ഇതുപോലെ വീണ്ടും നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഒരു ഇന്ത്യൻ ഫ്ലാഗ് വെക്കാത്തതിൽ വലിയ പരാതിയാണ് ആളുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. സോ അത് നമ്മൾ ഫൈനലി ആമസോണിൽ ഓർഡർ ചെയ്ത് നമ്മളിവിടെ വരുത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ബാക്കിലുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ നാളെ നമുക്ക് അത് സംബന്ധിച്ചിട്ടുള്ളൊരു വീഡിയോയും ചർച്ചയൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.